കഥ തുടങ്ങുന്നത് സിറ്റിയിലുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ കാണിച്ചുകൊണ്ടാണ്. അവിടുത്തെ ഒരു വെറ്റിനറി ഡോക്ടറാണ് നമ്മുടെ കഥാനായകനായ ഹാൻ. ഇപ്പൊ തന്നെ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടിയെ ഹാൻ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹാനിന്റെ ഫോൺ റിംഗ് അടിക്കുന്നുണ്ട്. പക്ഷെ പേഷ്യന്റ് ആയ നായ്ക്കുട്ടിയെ പരിശോധിച്ച് വിട്ടു കഴിഞ്ഞാണ് ഹാൻ ഫോൺ എടുക്കുന്നത്. നോക്കുമ്പോ ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ള ഫോൺ കോൾ ആയിരുന്നു. ഹാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോ എന്താണ് കേട്ടതെന്ന് അറിയില്ല. ആളാകപ്പാടെ വളരെ ഷോക്കായി പെട്ടെന്ന് തന്നെ കൂടെയുള്ള ഒരു ഡോക്ടറിന്റെ കാറിന്റെ താക്കോലും വാങ്ങി എല്ലാം പിന്നെ വിളിച്ചു പറയാന്നും പറഞ്ഞ് വെപ്രാളത്തിൽ പുറപ്പെടുന്നു. കാർ ഡ്രൈവ് ചെയ്യുന്ന സമയം ഹാൻ അവന്റെ മുത്തശ്ശനെ ഫോൺ ചെയ്യുന്നുണ്ട്. കോളിൽ കിട്ടുന്നില്ല. മുത്തശ്ശിയെ ഫോൺ ചെയ്യുന്നു. മുത്തശ്ശിയെയും കോളിൽ കിട്ടുന്നേയില്ല. ഇവരിത് എവിടെ പോയിന്ന് ഹാൻ വളരെയധികം ടെൻഷൻ ആവുന്നു. ഹാൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദൂരെയായി തന്നെയുള്ള മുത്തശ്ശന്റെ വീടിന്റെ അവിടെ എത്തുന്നു. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. വെളിയിൽ നിന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയെയും മാറി മാറി വിളിച്ചിട്ട് ഒരു റെസ്പോൺസും വരുന്നില്ല. വേഗം തന്നെ ഫോൺ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്യുന്നു. എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും ഈ അടുത്ത് അഡ്മിറ്റ് ചെയ്തോ എന്നാണ് അന്വേഷിക്കുന്നത്. അങ്ങനെയൊന്നും ആരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന് മറുപടിയും ലഭിക്കുന്നു. നല്ല മഴയും പെയ്യുന്നു. ആകെപ്പാടെ എന്തോ ഒരു കാര്യം കൊണ്ട് ടെൻഷൻ. ഹാൻ വളരെ പാനിക് ആവുകയാണ്. ഗേറ്റ് ലോക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചാടിക്കടന്ന് അകത്തേക്ക് പോകാമെന്ന് കരുതി അതിന് ശ്രമിക്കുന്ന സമയം ഹാനിന്റെ പിറകിലായി ഒരാളെ നമുക്ക് കാണാം. കയ്യിൽ വോക്കി ടോക്കിയുമായി നിൽക്കുന്ന ആ ഒരു രൂപം പെട്ടെന്ന് ഹാനിന്റെ അടുത്തേക്ക് എത്തി ചാടാൻ തുടങ്ങുന്ന അവനെ പിടിച്ചു നിർത്തുന്നു. എടാ കള്ള, നീ ആയിരുന്നല്ലേ ഇത്രയും നാൾ ഇവിടെ മോഷണം നടത്തിയിരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. ഞാൻ കള്ളനൊന്നും അല്ലാന്ന് ഹാൻ വിശദീകരണം നൽകുമ്പോ എങ്കിൽ ID കാർഡ് എടുക്കാനായി പറയുന്ന പോലീസുകാരി ഹാൻ ID കാർഡ് എടുക്കാനായി ശ്രമിക്കുന്ന സമയം ആൾതാമസമില്ലാത്ത വീട്ടിൽ തന്നെ നീ മോഷ്ടിക്കാൻ കയറുമല്ലേന്ന് അവനോട് ഷൗട്ട് ചെയ്യുന്നു. ആ ടീമാണ് അവൻ ID കൊടുക്കുന്നത്. ID കണ്ട ഉടനെ തന്നെ പോലീസുകാരി എന്തോ ഒന്ന് വളരെ ഷോക്കായി പിടുത്തം വിടുന്നു. ആൾതാമസം ഇല്ലാത്ത വീടോ, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിന്ന് അത് കേട്ട് വളരെ പാനിക് ആകുന്ന ഹാൻ പോലീസുകാരിയോട് ചോദിക്കുമ്പോ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു സമയം അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ആ പോലീസുകാരിയായ യങ്ങിന്റെ ഒരു കൊളീഗ് ഹാൻ അവരെ ആക്രമിക്കാൻ നോക്കുകയാണെന്ന് കരുതി അവനെ അടിച്ച് താഴെയിടുന്നു. ആ ഒരു അടിയിൽ അവന്റെ ബോധം പോകുന്നുണ്ട്. യങ് ആകട്ടെ എന്തിന് ഇങ്ങനെ ചെയ്തതെന്ന മട്ടിൽ അവളുടെ സഹപ്രവർത്തകനെ തന്നെ നോക്കുന്നു. അങ്ങനെ പിന്നീട് ബോധം പോയ ഹാനിന് ബോധം വരുമ്പോ അവൻ മുന്നിൽ ഒരു കോഴിയെ കണ്ടാണ് പേടിച്ചുണരുന്നത്. ഹാൻ ഇപ്പോൾ ഉള്ളത് ഒരു വെറ്റിനറി ഹോസ്പിറ്റലാണ്. അവന്റെ അടുത്ത് തന്നെ യങ്ങും അവളുടെ സഹപ്രവർത്തകനും ഒക്കെ നിൽപ്പുണ്ട്. പെട്ടെന്ന് മുത്തശ്ശന്റെ കാര്യം ഓർമ്മ വരുന്ന ഹാൻ മുത്തശ്ശനെ തിരക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന വെറ്റിനറി ഹോസ്പിറ്റലിലെ നേഴ്സ് ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത് മുന്നേ ഈ താക്കോല് മുത്തശ്ശൻ തരാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് മുത്തശ്ശൻ താമസിക്കുന്ന വീടിന്റെ താക്കോൽ നേഴ്സ് ഹാനിനെ ഏൽപ്പിക്കുന്നു. ഈ ടീം മുത്തശ്ശൻ എവിടെ പോയിന്ന് ഹാൻ ചോദിക്കുമ്പോ മുത്തശ്ശൻ ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന് നേഴ്സ് പറയുന്നു. ഹാൻ ആകെപ്പാടെ ഷോക്ക് ആവുകയാണ് എന്തേ നടക്കുന്നതെന്ന്. ആ ടൈമാണ് അവന്റെ ഫോൺ റിംഗ് അടിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിച്ചിരിക്കുന്നത് മുത്തശ്ശനാണ്. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്. കുറച്ചു നാള് ഹാൻ ഇവിടെ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലില് സേവനം ചെയ്യണമെന്ന് മുത്തശ്ശൻ ആവശ്യപ്പെടുമ്പോ അയ്യോ എനിക്ക് പറ്റത്തില്ല മുത്തശ്ശ, എനിക്ക് തിരിച്ചു പോകണം, ഞാനിപ്പോ സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യല്ലേ എന്ന് ഹാൻ പറയുമ്പോ അതൊന്നും സാരയില്ല, അവിടുത്തെ ഡീനുമായിട്ട് ഞാനെല്ലാം സംസാരിച്ചു, ഇനി നിനക്ക് ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇവന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ കോൾ കട്ട് ചെയ്യുന്നു. ഇവൻ ഇവിടെ എത്തിക്കാനായിട്ട് തന്നെ മുത്തശ്ശൻ തനിക്കെന്തോ വയ്യാഴികയുണ്ടെന്നോ അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് പറ്റിച്ച് വരുത്തിയതാണെന്ന് സാരം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹാനിന്റെ പുറകെ യങ്ങും വരുന്നു. സോറി മുന്നേ ആളറിയാതെയാണ് ഞാൻ കള്ളനെന്നും പറഞ്ഞ് പിടിച്ചതെന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്ന യങ് ഹാനിന്റെ ആ ഒരു ID കാർഡ് ഒക്കെ തിരിച്ചു കൊടുക്കുന്നു. കൂടാതെ ഹാനിന് പോകാനായി താൻ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയാണ്. അങ്ങനെ കാറിൽ പോകുന്ന സമയം ഹാൻ തന്റെ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലെ സഹപ്രവർത്തകനായ ഡോക്ടറെ ഫോൺ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോ ശരി, നിന്റെ മുത്തശ്ശന്റെ ആഗ്രഹം പോലെ തന്നെ കുറച്ചുനാൾ അവിടെ നിൽക്ക്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാന്ന് സുഹൃത്ത് പറയാണ്. അങ്ങനെ ഇവർ കാറിൽ പോകുമ്പോൾ ഒരു ടേണിംഗ് എടുക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്ന ഒരാളെ അറിയാതെ കാർ ഇടിക്കുന്ന പോലെ പോവുകയും അയാൾ പാടത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ദേഹം മുഴുവൻ ചെളിയാകുന്നു. ഇത് കണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന യങ് എന്താടോ റോഡിലാണോ നിൽക്കുന്നതെന്ന് ചോദിച്ച് അയാളോട് വളരെ ഷൗട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇനി മേലാൽ ഇങ്ങനെ റോഡിൽ നിന്ന് പോരുതെന്ന് ദേഷ്യപ്പെട്ട് കാറിൽ കയറി പോകുന്നു. ഇപ്പോൾ ഈ ചെളിയിൽ വീണ ആളിന്റെ പേര് ലീ എന്നാണ്. ലീ അവിടുത്തെ ഒരു യുവ കർഷകനാണ്. ആ വില്ലേജിൽ ഒരു പീച്ച് ഫാമാണ് ലീ നടത്തുന്നത്. ലീക്കാകട്ടെ ഈ ഓരം ചേർന്ന് താൻ നിന്നിട്ടും ബെല്ലും ബ്രേക്കും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ ഇടിക്കാൻ വന്ന് ചെളിയിലേക്ക് തള്ളിയിട്ടതും പോരാ എന്നിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് ആകെപ്പാടെ ദേഷ്യമായി. അങ്ങനെ യങ് ഹാനുമായി നേരെ പോകുന്നത് ഒരു കോഴി ഫാമിലേക്കാണ്. അവിടുത്തെ ഓണർ എങ്ങനെ കണ്ടപാടെ എന്റെ 7 കോഴികളെ പിടിച്ച ആ നായയെ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന നായ്ക്കുട്ടിയെ കാണിക്കുന്നു. അതിനെ ട്രാപ്പിട്ടാണ് അയാളെ പിടിച്ചത്. എങ്ങനെ അത് കണ്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷേ ട്രാപ്പിൽ വീണ് അതിന്റെ കാലാകെപ്പാടെ മുറിവ് പറ്റിയിരിക്കുന്നത്
ചെയ്യുന്നത് കണ്ട് ഹാനിന് ദേഷ്യം വരുന്നു. തനിക്ക് മനസാക്ഷിയുണ്ടോ എന്തിനാ ഈ നായ്ക്കുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഹാൻ ചോദിക്കുമ്പോ പിന്നെ എന്ത് വേണം, അതെന്റെ 7 കോഴികളെ കൊന്നതെന്ന് ആ ഫാം ഓണർ പറയുമ്പോ അതൊന്നും എനിക്കറിയണ്ട, വേഗം തന്നെ ഇതിന് റിലീസാക്കി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നോക്ക്, ഇല്ലേ തനിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് ഹാൻ ദേഷ്യപ്പെട്ട് മാറുമ്പോ ഫാം ഓണർ യങ്ങിനോട് ഇയാൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ദയനീയമായി ചോദിക്കുമ്പോ യങ്ങും ഹാനിനോട് സംസാരിക്കുന്നു. അയാളുടെ 7 കോഴികളെയല്ലേ ആ നായ കടിച്ചു കൊന്നത്, അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെയല്ലേ അതിനോട് പെരുമാറാൻ കഴിയൂ എന്ന് യങ് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ പരിചയക്കാരനായതുകൊണ്ടാകാം നിങ്ങൾ അയാളെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്, എനിക്ക് എല്ലാ മൃഗങ്ങളും ഒരേപോലെയാണ്, അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലൊന്നും അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഹാൻ ദേഷ്യപ്പെടുന്നു. ശരി, ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം, പക്ഷെ ആ ഡോഗിനെ ഞാൻ കൊണ്ടുപോവാണെന്ന് പറഞ്ഞു അവൻ അതിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി അതിന്റെ കാല് പരിശോധിക്കുമ്പോ ഒടിവൊന്നും കാണുന്നില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്ന സമയം ഈ ഡ്രസ്സ് ചെയ്യിക്കുന്നതെല്ലാം ആ നേഴ്സിനെ കൊണ്ടാണ്. ഹാൻ ഒന്നും തന്നെ അങ്ങോട്ട് ചെയ്യുന്നില്ല. അതെല്ലാം യങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ആ ടീമാണ് എങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത്, വിളിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു കർഷകരാണ്. അതൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ പല ടൈപ്പ് കൃഷികൾ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്. ഇപ്പൊ വിളിച്ചിരിക്കുന്ന കർഷകന്റെ ആടിനെ പരിക്കേറ്റിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ യങ് ഹാനിനെ കൂട്ടി അവിടെ നിന്ന് പുറപ്പെടുന്നു. വണ്ടിയിൽ പോകാൻ പറ്റില്ല, നടന്നു വേണം പോകാൻ. അങ്ങനെ പാടത്തിന്റെ വരമ്പിലൂടെ നടക്കുന്ന സമയം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഫാർമേഴ്സ് ഒക്കെ നിങ്ങൾ പോലീസുകാരെ വിളിക്കുന്നത്, വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വിളിക്കില്ലേ എന്നെല്ലാം ഹാൻ തിരക്കുമ്പോ അവിടെ ഇപ്പോഴല്ലേ ഡോക്ടർ വന്നത്, അതിനു മുന്നേ എന്ത് കാര്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിച്ചോണ്ടിരുന്നതെന്ന് യങ് ഹാനിനോട് പറയുന്നു. അങ്ങനെ എന്തായാലും നടക്കുന്ന ടീം ബാലൻസ് തെറ്റി ഹാൻ ചെളിയിലേക്ക് വീഴുന്നു. അങ്ങനെ ആകെ ചെളിയിൽ നനഞ്ഞു കുളിച്ചാണ് പേഷ്യന്റ് ആയ ആ ആടിന്റെ അടുത്തേക്ക് ഹാനും യങ്ങും ചെല്ലുന്നത്. അവിടെ ആണെങ്കിൽ ഒരൊറ്റ ആടേ ഉള്ളൂ, അതും നല്ല ശൗര്യമുള്ള മുട്ടൻ ആടായിരുന്നു. അത് ആകെപ്പാടെ ഇപ്പൊ കുത്തുന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ ആദ്യം ഹാനിന് നല്ല പേടിയുണ്ട്. പക്ഷെ നിങ്ങളൊരു വെറ്റിനറി ഡോക്ടർ അല്ലേ എന്ന കാര്യം പുറകെ ഇരുന്ന് യങ് പറയുമ്പോ പോകാതെ മറ്റു വഴിയില്ലെന്ന് ഹാനിന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ ആ ആടിനെ ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോ അതിന്റെ കയ്യിൽ നിന്ന് നല്ല ചവിട്ടും തൊഴിയും ഒക്കെ കിട്ടുന്നു. അങ്ങനെ പോയ കോലത്തിലേ ആയിരുന്നില്ല, തിരിച്ച് വളരെ അവശനായി വസ്ത്രമൊക്കെ ആകെ മുഷിഞ്ഞാണ് ഹാൻ എത്തിയിരിക്കുന്നത്. ആ ടീം ഹാനിനെ കാണാനായി അവിടെയുള്ള കുറെ ലേഡീസ് എത്തുന്നു. കൂട്ടത്തിൽ യങ്ങും ഉണ്ടായിരുന്നു. അവരെയൊക്കെ പറഞ്ഞുവിട്ട് എങ്ങനെയും ഒന്ന് തല ചയിക്കാനായി ഹാൻ ആകെപ്പാടെ സ്ട്രെസ്ഡ് ആയിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന യങ് അവരെ പറഞ്ഞു വിട്ടിട്ട് ഹാനിനോട് റെസ്റ്റ് എടുക്കാനായി പറഞ്ഞു പോകുന്നു. ഇവരെയൊക്കെ മേയ്ക്കാൻ ഇവരെയൊക്കെ ഡീൽ ചെയ്യാനാ പാട്, മൃഗങ്ങളൊക്കെ ഇവരെക്കാൾ എന്ത് ഭേദമാണെന്നാണ് ഹാനിന് അപ്പോൾ തോന്നുന്നത്. അങ്ങനെ പിന്നീട് മുത്തശ്ശന്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ള ഹാൻ അവിടെ നിന്നൊരു ലെറ്റർ കിട്ടുന്നു. അതിൽ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു നീണ്ട യാത്ര തങ്ങൾ പോയിരിക്കുകയാണെന്നും ഇപ്പോൾ മുത്തശ്ശന്റെ വെറ്റിനറി ഹോസ്പിറ്റൽ ഹാൻ നോക്കണമെന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഹാൻ അത് വായിച്ചു കഴിഞ്ഞ് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെ അപ്പോൾ സ്റ്റാഫ് ഒന്നും തന്നെ ഇല്ല, രാത്രിയായിട്ടുണ്ടായിരുന്നു. അവൻ അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ നോക്കുന്നു. മുന്നേ കോഴി ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു നായ്ക്കുട്ടിയും ഇവിടെയാണല്ലോ ഉള്ളത്. ഹാൻ അതിന് ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്ത് കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹോസ്പിറ്റലിൽ പൂട്ടിക്കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു വെള്ളക്കെട്ടിന്റെ അവിടേക്ക് പോകാൻ ഹാൻ നടക്കാണ്. അങ്ങനെ നടന്ന് അവിടെ നിൽക്കുമ്പോ എത്ര മനോഹരമായ സ്ഥലമാണ്, സിറ്റിയിലൊന്നും ഇത്ര നല്ല പ്രകൃതി ഭംഗി കാണാനേ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് ഹാൻ അവിടെ നിൽക്കുമ്പോ പെട്ടെന്ന് വെള്ളത്തിൽ ഒരു അനക്കം. എന്താണെന്ന് നോക്കുമ്പോ ആരോ നീന്തുന്ന നിഴല് കാണാം. ആരെ ഈ പാതിരാത്രി ഈ തണുത്ത വെള്ളത്തിൽ നീന്തുന്ന എന്ന മട്ടിൽ ഹാൻ നോക്കുമ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലാവുന്നത്. വല്ല യക്ഷിയും മറ്റോ ആണെന്ന് ഹാൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടി വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് അത് പ്രേതമൊന്നുമല്ല, ആ പോലീസുകാരിയായ യങ്ങാണെന്ന് അവന് മനസ്സിലാകുന്നത്. തലയിൽ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് എന്തോ ഒന്ന് വെള്ളത്തിൽ തിരിയുകയോ മറ്റോ ചെയ്യുകയാണ് യങ്. അവളെന്തായാലും അവളെ ഇങ്ങനെ ഹാൻ കണ്ടല്ലോ എന്ന ഷോക്കിൽ തന്നെ അവനെ നോക്കുന്നു. അവനും ഇവളെന്താ ഈ ചെയ്യുന്നെന്നുള്ള മട്ടിൽ അവളെ നോക്കുന്നു. യങ് ഒരു പോലീസുകാരി ആണെങ്കിലും അവൾക്ക് ഇപ്പൊ നമ്മൾ കണ്ട ഈ നീന്തലും കുളവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് എന്തോ ഒരു രഹസ്യമുണ്ട്. നമ്മൾ കാണുന്നത് ആ ഒരു ഗ്രാമമാണ്. അവിടുത്തെ മൈക്ക് സെറ്റില് ഹാനിന്റെ പേര് അനൗൺസ് ചെയ്യുന്നു. ഹാനിന്റെ മുത്തശ്ശൻ അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചെറുമകനാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിലെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നോക്കി നടത്താനായി വന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. അത് കേട്ടാണ് തന്റെ ഉറക്കത്തിൽ നിന്ന് യങ് ഉണരുന്നത്. അവൾ ഹാനിന്റെ പേര് കേട്ട ഉടനെ തന്നെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ആലോചിക്കുന്നു. ആ വെള്ളക്കെട്ടിൽ യങ് നീന്തിക്കൊണ്ടിരിക്കുന്ന ടൈം അവിടെ ഹാൻ എത്തിയെങ്കിലും രണ്ടുപേരും പരസ്പരം കണ്ടെങ്കിലും യങ് എന്തോ സംസാരിക്കാനായി ശ്രമിച്ചെങ്കിലും ഹാൻ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ലാത്ത ഭാവത്തിൽ അവിടെ നിന്ന് തിരിച്ചുപോയി. ഇവനെന്താ ഇങ്ങനെ, എന്തൊരു സ്വഭാവം ഇതെന്ന് ആലോചിച്ചുകൊണ്ട് യങ് അവിടെയുള്ള അവളുടെ ഒരു പഴയ ബുക്ക് എടുക്കുന്നു. അതിൽ ചില വരികൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് പരസ്പരം പറയുന്ന ഓരോ വാചകങ്ങളാണിത്. യങ്ങിന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ഹാൻ. അവൻ പിന്നീട് ഈ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് പോയി പിന്നെ അവിടെ അങ്ങ് സെറ്റിൽ ആയതാണ് പേരൻസിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ അങ്ങനെ ഗ്രാമത്തിൽ വന്ന് ഒരുപാട് നാള് നിൽക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവുമായുള്ള എല്ലാ ടച്ചും വിട്ട് അവൻ ഇവിടെയുള്ള തന്റെ കളിക്കൂട്ടുകാരിയായ യങ്ങിനെയും മറന്നെന്ന് തോന്നുന്നു. പക്ഷെ യങ്ങിന് അവനെ എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. ID കാർഡ് കണ്ടപ്പോഴേ അവൾക്ക് ഇത് അവളുടെ കൂട്ടുകാരനാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആളാകെ ഷോക്കായതും. എന്തായാലും ഇവൻ തന്നെ
ഓർത്തെടുക്കുമെന്നും അറിയാവല്ലോ എന്നെല്ലാം യങ് സ്വയം പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഹാനിനെ കാണുമ്പോൾ രാവിലെ തന്നെ നല്ല നടുവേദന എടുക്കുന്നു. കാരണം തറയിലൊന്നും ഇങ്ങനെ കിടന്ന് ഹാനിന് ശീലയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അത്രയും പെട്ടെന്ന് ഒരു ബെഡ് വാങ്ങിച്ച് ഇവിടെ ഇടണമെന്നാണ് അപ്പോൾ അവൻ ചിന്തിക്കുന്നത്. അതിനുശേഷം കോഫിയൊക്കെ കുടിച്ച് അവിടെ മുത്തശ്ശൻ ഇവനിടാനായിട്ട് വെച്ചിരുന്ന ഡ്രസ്സ് എടുത്ത് നോക്കുന്നു. നിന്ന നിപ്പില് മുത്തശ്ശൻ അപകടം പറ്റിയെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വരുത്തിയതല്ലേ, അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിൽ സ്പെയർ ഡ്രസ് ഒന്നും കാണില്ല എന്ന് മുത്തശ്ശൻ അറിയായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ജോഗിങ്ങിന് പോകാനായി മുത്തശ്ശന്റെ ഷൂ തപ്പുന്നു. ആ ടീം ഇവൻ മുത്തശ്ശൻ എപ്പോഴും ഗിഫ്റ്റ് ചെയ്ത ഷൂ ഉപയോഗിക്കാതെ പുതുപുത്തനായി അവിടെ വെച്ചിരിക്കുന്നത് കണ്ടെങ്കിലും അതെടുക്കാതെ മുത്തശ്ശന്റെ പഴയ ഷൂ ഇട്ടുകൊണ്ട് ജോഗിങ്ങിന് പോകുന്നു. റോഡിൽ ഇവനെ കാണുന്ന ആളുകളെല്ലാം വളരെ കാര്യമായി ബഹുമാനത്തോടെ വന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും മുത്തശ്ശനെയും വലിയ കാര്യമാണ്, കൂടാതെ മുത്തശ്ശന്റെ ഒരു ഡോക്ടറായി ചെറുമകനെയും അവർക്ക് വലിയ കാര്യമാണ്. അങ്ങനെ അതിലൂടെ പോകുന്ന സമയം ഹാൻ അവിടെ കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിലേക്ക് എത്തിയ ആ ലേഡീസിനെ കാണുന്നു. അവരെല്ലാവരും ചുമ്മാ ഹാനിനോട് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരൊക്കെ കണ്ടപ്പോഴേ ഹാനിനെ ഇവരെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും, ഇതിലും എളുപ്പം മൃഗങ്ങളുമായുള്ള സഹവാസമാണെന്നെല്ലാം അവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയം ഉരുളക്കിഴങ്ങ് വിൽക്കുന്ന ഒരു മുത്തശ്ശിയെ കാണുന്നു. ആ മുത്തശ്ശി നിർബന്ധിച്ച് ഹാനിന് ഉരുളക്കിഴങ്ങ് കൊടുക്കുകയാണ്. കാരണം ഇവൻ ആ മുത്തശ്ശന്റെ ചെറുമകനാണെന്ന് അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കൈ നിറയെ ഉരുളക്കിഴങ്ങുമായി തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നവൻ ഒരു ചെറിയ പയ്യൻ ഇവന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് കാണുന്നു. ആരാ ഇവൻ, എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് ചിന്തിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ ആ പയ്യൻ അവിടെ നിന്ന് ബോൾ എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു. ആരാ നീ, എന്തിനിവിടെ വന്നതെന്ന് ഹാൻ ചോദിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് താമസിക്കുന്നത് അങ്ങളെ, ഞാൻ ഈ ബോൾ എടുക്കാൻ വന്നതാണെന്ന് ആ പയ്യൻ പറയുമ്പോൾ ബോൾ വീണാലും ഇല്ലേലും മേലാൽ ഇനി പെർമിഷൻ ഇല്ലാതെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറി പോരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗേറ്റിൽ തട്ടി വിളിക്കണം എന്നൊക്കെ ഹാൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. നീ ഒരു ചെറിയ പയ്യനായതുകൊണ്ട് ഇത്തവണ ഞാൻ ക്ഷമിക്കുന്നു എന്നെല്ലാം ഹാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് യങ്ങെത്തുന്നു. എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് യങ് ചോദിക്കുമ്പോൾ ബോൾ വീണത് എടുക്കാൻ വന്നതാണെന്ന് ആ പയ്യന്റെ മറുപടി. എന്ത് തന്നെയാണല്ലോ ഇനി ഇത് ഞാൻ സമ്മതിക്കില്ല, പെർമിഷൻ മേടിക്കണമെന്നെല്ലാം ഹാൻ അവന് വളരെ അങ്ങ് ഉപദേശിക്കുമ്പോൾ ഇവന്റെ മുഖമൊക്കെ വാടി അങ്ങ് സങ്കടം പോലെ വരുന്നു. ഇപ്പൊ കരയുന്നുള്ള അവസ്ഥയാകുമ്പോൾ യങ് കരയണ്ടെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഹാനിന്റെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റമൊന്നുമില്ല. അവന് ഈ ഗ്രാമം ഇഷ്ടമല്ലാത്ത പോലെ ഈ ഗ്രാമത്തിലുള്ളവരോടും ഒരു താല്പര്യവും തോന്നുന്നില്ല. ആ പയ്യനാകട്ടെ പോകുന്നതിന് മുന്നേ യങ്ങിനോട് ഇവിടെ മുത്തശ്ശന്റെ ചെറുമകൻ വന്നെന്ന് അമ്മ വീട്ടിൽ പറയുന്നത് കേട്ടു. എന്നിട്ട് മുത്തശ്ശനെ പോലും ഒന്നും അല്ലല്ലോ, എന്തൊരു സാധനമാണെന്ന പിറുപുറത്താണ് അവിടെ നിന്ന് പോകുന്നത്. ഈ ടീം ഹാൻ കയ്യിൽ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുകളെല്ലാം താഴെ വീഴുന്നു. വീണ്ടും അത് പെറുക്കിയെടുക്കുമ്പോൾ വീണ്ടും താഴെ വീഴാണ്. അങ്ങനെ ഹാൻ കുറച്ച് പണി പെട്ടാണ് ഒടുക്കം അകത്തേക്ക് കയറുന്നത്. പിന്നീട് ഹാൻ റെഡിയായി മുത്തശ്ശന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അവൻ നേരെ പോകുന്നത് വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ്. അകത്തേക്ക് അവൻ വരുമ്പോ ഓൾറെഡി അവിടെ നേഴ്സ് എത്തിയിട്ടുണ്ട്. ഇത്ര ലേറ്റ് ആയിട്ടാണോ ഡോക്ടർ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, എത്ര മണിക്ക് വരണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഹാൻ മറുപടി പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കലണ്ടറിലേക്ക് നോക്കുന്ന എങ്ങനെയാണ്. അവൾ കലണ്ടറിൽ നോക്കിയിട്ട് ഇന്ന് ഏതെങ്കിലും മൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കാനുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ അത് കണ്ട് ഒരു ഫാമിലേക്ക് വിളിച്ച് നിങ്ങളുടെ പന്നിക്കുട്ടികൾക്ക് ഇന്നാണ് വാക്സിൻ എടുക്കേണ്ട ദിവസം, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞേക്കാം, കൂടാതെ നിങ്ങൾക്ക് സഹായം വല്ലതും വേണമെന്നൊക്കെ ചോദിക്കുന്നു. അയാൾ വേണമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിൽ യങ്ങും പോകാൻ റെഡി ആവുകയാണ്. അങ്ങനെ പിന്നീട് വാക്സിൻ എടുക്കാനായി തന്റെ സൈക്കിളിൽ വാക്സിനേഷനുള്ള സാധനങ്ങളും ഒക്കെയായി വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ആ ഫാമിലേക്ക് ഹാൻ പുറപ്പെടുന്നു. ഹാൻ ആണ് ആദ്യം ഫാമിലേക്ക് എത്തുന്നത്. അവിടെ വാക്സിൻ എടുക്കാനായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴാണ് അവിടെ ഓൾറെഡി റെഡിയായി യങ് നിൽക്കുന്നത് കാണുന്നത്. ഇവരൊരു പോലീസുകാരിയല്ലേ, ഇവരെന്തിനാ ഈ ഫാമില് വാക്സിനേഷൻ എടുക്കാനായി വന്നിരിക്കുന്നത് എന്ന മട്ടിൽ എങ്ങനെ ഹാൻ നോക്കുമ്പോ എങ്ങനെ അറിയാത്തത് കൊണ്ടാണ് ഹാൻ നോക്കുന്നതെന്ന് കരുതി ആ ഒരു കർഷകൻ ഹാനിനെ എങ്ങനെ ഇൻട്രോ ചെയ്യുന്നു. ഇവര് ഇവിടുത്തെ പോലീസുകാരിയാണ്, ഇതൊരു കൊച്ചു ഗ്രാമമല്ലേ, അങ്ങനെ വലിയ കൊലയും കുറ്റകൃത്യങ്ങളും ഒന്നും അങ്ങനെ നടക്കാത്തത് കൊണ്ട് തന്നെ പോലീസുകാര് ആ രീതിയിലെ ജോലി മാത്രമല്ല നമ്മളെല്ലാ കാര്യത്തിലും ഈ ഗ്രാമത്തിലുള്ളവരെ പോലീസുകാര് സഹായിക്കും. പ്രത്യേകിച്ച് ഈ കുട്ടി ഈ നാട്ടുകാരിയാണെന്നൊക്കെ യങ്ങിനെ പറ്റി അയാൾ പറയുന്നു. അങ്ങനെ യങ്ങും ഹാനും കൂടി വാക്സിനേഷൻ എടുക്കാനായി ചെല്ലുന്നു. ആ ടീം അവിടെ ഒന്നോ രണ്ടോ പന്നിക്കുട്ടികളായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരുപാട് പന്നിക്കുട്ടികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതിനെയൊക്കെ കാണുമ്പോൾ ഹാൻ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. എന്താ ഡോക്ടറെ, പേടിയുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ആടിനെ കണ്ടപ്പോ ചോദിച്ചതുപോലെ തന്നെ യങ് ചോദിക്കുമ്പോ പേടിയോ എനിക്കോ, ഞാൻ ഇതൊന്നും അല്ല, ഡിനോസർ വന്നാലും അതിനും വാക്സിൻ വെക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഹാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ യങ്ങിന്റെ സഹായത്തോടെ ഹാൻ വാക്സിൻ എടുക്കാനായി തുടങ്ങുന്നു. യങ് പന്നിക്കുട്ടിയെ പിടിച്ചു കൊടുക്കും, ഹാൻ വാക്സിൻ എടുത്ത് ഇപ്പുറത്തേക്ക് വിടും. ഇടയ്ക്ക് ഹാൻ വാക്സിൻ റീഫിൽ ചെയ്യാനായി പോകുന്ന ടീം ഹാൻ നിൽക്കുന്നതിന്റെ അടുത്ത് നിൽക്കുകയായിരുന്ന യങ് മറിഞ്ഞു വീഴാനായി പോകുന്നു. വീഴുന്നത് ഹാനിന്റെ ദേഹത്താണ്. പെട്ടെന്ന് യങ് സോറി പറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ഹാൻ തറയിൽ വീണു. ഹാനാണ് യങ്ങിനേക്കാളേറെ ശക്തിയിൽ തറയിൽ വീഴുന്നത്. പക്ഷെ ഹാൻ അത് കാര്യമാക്കുന്നില്ല. കൂടാതെ യങ് വളരെ പാടുപെട്ട് ഹാനിനെ പന്നിക്കുട്ടികളൊക്കെ പിടിച്ചു കൊടുത്ത് സഹായിക്കുന്നതൊക്കെ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അങ്ങനെ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ആ ഒരു പി കിറ്റ് ഒക്കെ ഊരി എടുക്കുന്ന സമയത്ത് അതും വാങ്ങി യങ് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് ജ്യൂസ് ഒക്കെ കുടിക്കാൻ കൊടുക്കുന്നു. രണ്ടുപേരും അത് കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യങ്ങും ഇങ്ങോട്ടേക്ക് സൈക്കിളിലായിരുന്നു വന്നത്. യങ്ങിനോട് ഞാനും കൂടെ
വരുന്നു എന്ന് പറഞ്ഞ് ഹാൻ അവന്റെ സൈക്കിൾ എടുത്ത് പുറകെ പോകുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് യങ് ഹാനിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് എവിടേക്ക് പോകുന്നതെന്ന് ഹാൻ ചോദിക്കുമ്പോ വാ കോഫി വാങ്ങി തരാന്നും പറഞ്ഞ് അവൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത് കോഫി ഷോപ്പ് ആണെന്ന് പറയുമ്പോ ഇതോ കോഫി ഷോപ്പ് ഒന്ന് ഹാനിന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാണിച്ചു തരാന്ന് പറഞ്ഞ് അവിടെ കയറി ചെന്ന് യങ് അവിടെ കോഫി ചെയ്തെടുക്കുമ്പോ അവിടേക്ക് ഒരാൾ എത്തുന്നു. നിങ്ങളാണോ അപ്പോ പുതിയ വെറ്റിനറി ഡോക്ടർ എന്ന് ആള് ചോദിക്കുമ്പോ ഹാനും അയാളെ തിരിച്ചറിയുന്നു. നിങ്ങളല്ലേ ഇന്നലെ ചെളിയിൽ വീണതെന്ന് ഹാൻ ചോദിക്കാണ്. അതെ, ഇത് ഇന്നലെ നമ്മൾ കണ്ടില്ല ചെളിയിൽ വീഴുന്ന ഒരു പയ്യനെ, ലീ, അവൻ തന്നെയാണ്. ആക്ച്വലി അവനും യങ്ങും ഒക്കെ നല്ല പരിചയക്കാരാണ്. കഴിഞ്ഞ ദിവസം യങ് കാരണം ചെളിയിൽ വീണതിന്റെ ദേഷ്യമൊന്നും ഇപ്പോൾ അവൻ കാണിക്കുന്നില്ല. അവന്റെ അവിടുത്തെ ഒരു ഭണ്ഡാരപ്പെട്ടി പോലത്തെ ഒരു സാധനമുണ്ട്, അത് ഫുള്ള് കാലിയായിട്ട് ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് കാശെല്ലാരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിന്ന് അവൻ കംപ്ലൈന്റ് പറയുമ്പോ യങ് അത് പരിശോധിക്കാനായി എടുക്കുന്നു. അത് തടി കൊണ്ടുണ്ടാക്കി ഒന്നായതുകൊണ്ട് തന്നെ ഒരു പോർഷനിൽ നിന്ന് 4 കൈയിലേക്ക് കുത്തിക്കയറുന്നു. ആ ടീം അത് കാണുന്ന ലീ യങ്ങിന്റെ കയ്യിലെ ATM കാർഡ് ഇരിക്കുന്നത് കണ്ട് അത് വാങ്ങി അത് ആ 4നോട് ചേർത്ത് വെച്ച് വലിച്ചാണ് അത് പുറത്തേക്ക് എടുക്കുന്നത്. ഹാനിന് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് പെട്ടെന്ന് ലീ തിരിച്ചു കൊടുക്കുമ്പോ അല്ല നിങ്ങൾ കോഫിയുടെ ക്യാഷ് എടുത്തിട്ട് തന്നാ മതി എന്ന് ഹാൻ പറയുന്നു. ഇവിടെ സ്വൈപ്പ് ചെയ്യാനായിട്ട് മെഷീൻ ഒന്നും ഇല്ല, കാശേ പറ്റുള്ളൂ എന്ന് ലീ പറയുമ്പോ ഹാൻ അതിന്റെ കാശ് കൊടുത്ത് അവിടെ നിന്ന് പെട്ടെന്ന് ധൃതിയിൽ പോകുന്നു. പുള്ളിക്കാരന് ഗ്രാമം ഒന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നല്ലോ എന്ന് ഇത് കണ്ട് ലീ കറക്റ്റ് ആയി തന്നെ ഗസ് അടിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് തന്റെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഹാൻ എത്തുമ്പോ സമയം ഏതാണ്ട് ഉച്ചയായിട്ടുണ്ട്. ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ എന്ന് ഹാൻ ചോദിക്കുമ്പോ പറ്റത്തില്ല, ഇനി ഒരു ഫാമിലും കൂടി പോകാനുണ്ട്, അവിടെ കൂടി പോയിട്ട് മതി എന്ന് നേഴ്സ് പറയുന്നു. ആക്ച്വലി ഇവിടെ ഇപ്പൊ നേഴ്സാണ് ഹാനിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഹാൻ ഇവിടെ പുതിയ ഒരാളായതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചു വരുന്നത് വരെ നേഴ്സാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഹാൻ ആ ഫാമിലേക്ക് പോകുന്നു. അവിടെ ഒരു കുന്നാടുകളുണ്ട്. അതുങ്ങളുടെയൊക്കെ പുറകിനോടി ഓടി ആശനാകെ കുഴയാണ്. ഇതേ ടീം വീണ്ടും ആ ഗ്രാമത്തിലെ മോഷണം നടന്നു എന്ന് എങ്ങനെ കംപ്ലൈന്റ് ലഭിക്കുന്നു. ഇത്തവണ ഒരു വൃദ്ധയായ മുത്തശ്ശിയുടെ ആകെപ്പാടെയുള്ള കാശാണ് കള്ളൻ അടിച്ചോണ്ട് പോയത്. അങ്ങനെ യങ്ങും യങ്ങിന്റെ സഹപ്രവർത്തകനും കൂടി ആ കള്ളനെ അന്വേഷിച്ച് ഗ്രാമത്തിലെ റോന്ത് ചുറ്റുന്നു. ആ ടീം ഹാനിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചു പയ്യൻ വഴി ഹാന്റെ വീട്ടിലേക്ക് ഒരാൾ പോകുന്നത് കണ്ടുവെന്ന് യങ് അറിയുന്നു. യങ് ഉടനെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോ തന്നെ അകത്തേക്ക് ആരോ പോയതിന്റെ ലക്ഷണങ്ങളുണ്ട്. പതിയെ യങ് ഗേറ്റിന്റെ ലോക്ക് മാറ്റാനായി കൈയിടുമ്പോ അങ്ങോട്ടേക്ക് ഹാൻ എത്തുന്നു. നിങ്ങളെ ഇങ്ങനെ കാണിച്ചാല് പിന്നെ കൊച്ചു പിള്ളേര് പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കയറുന്നതിന് വല്ലതും പറയാൻ പറ്റുമെന്ന് ഹാൻ അവിടെ ശബ്ദത്തിൽ പറയുമ്പോ മിണ്ടല്ലേ എന്ന് പറഞ്ഞ് യങ് അവനെ പിടിച്ചിരുത്തുന്നു. അകത്ത് കള്ളനുണ്ടെന്ന് അവള് പറഞ്ഞ് രണ്ടുപേരും കൂടി പമ്മി അകത്തേക്ക് പോകുമ്പോ അകത്ത് കള്ളനുണ്ടായിരുന്നു. പക്ഷെ പിടിക്കാനായി നോക്കുമ്പോ ആദ്യം അവൻ യങ്ങിനെ തട്ടിയിട്ട് ഓടാൻ നോക്കുന്നു. ഹാൻ തടയാനായി നോക്കുമ്പോ ഹാനിനെ തട്ടിയിട്ട് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും യങ്ങിന്റെ ആ സഹപ്രവർത്തകൻ വന്ന് ആ കള്ളനെ കീഴ്പ്പെടുത്തുന്നു. ഈ ടീം കള്ളൻ തട്ടിയിട്ടടുത്ത് നിന്ന് ഹാനിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി സിറ്റിയിൽ ഉള്ളതിനേക്കാൾ ഏറെ കട്ടിപ്പണി ഇവിടെ പുള്ളി എടുക്കുന്നുണ്ട്. നടുവാണെങ്കിൽ അനക്കാൻ വയ്യ. അപ്പോ ശക്തിയിൽ അടിച്ച് വീണതും കൊണ്ട് ഒരു രീതിയിൽ അനങ്ങാൻ പറ്റാതെ നടുവേദന എടുത്ത് അവിടെ കിടക്കായിരുന്നു. വാ ഞാൻ എഴുന്നേൽപ്പിക്കാന്നും പറഞ്ഞ് യങ് കൈ കൊടുക്കുമ്പോ ആദ്യം ഹാൻ അത് വാങ്ങുന്നില്ല. വേണ്ട ഞാൻ തന്നെ എഴുന്നേറ്റോളാന്ന് പറഞ്ഞു അവനതിനെ ശ്രമിക്കുമ്പോ വേദന കാരണം പറ്റാതെ വീണ്ടും ബാലൻസ് തെറ്റി വീഴാൻ പോകുന്നു. പക്ഷെ പെട്ടെന്ന് അത് കണ്ട് യങ് കൈ നീട്ടുകയും അവൻ ആ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വീഴുന്നില്ല. ഗ്രാമത്തിൽ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അവൾ അവനോട് പറയുന്നു. അത് കേൾക്കുന്ന ഹാൻ വന്ന ഇത്രയും സമയം കൊണ്ട് പഠിച്ചത് തന്നെ തനിക്ക് താങ്ങാവുന്നതിനും അപ്പുറവാ. ഓ ഇനി ഇവിടെ നിന്ന് എന്തൊക്കെ പഠിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടി വരുമോ എന്നുള്ള മട്ടിൽ ആകെപ്പാടെ ഷോക്ക് ആയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലാണ്. മുന്നേ നമ്മൾ കണ്ടിരുന്നില്ലേ ഹാനിന്റെ മുത്തശ്ശന്റെ വീട്ടിലെ കള്ളൻ കയറിയതും ആ കള്ളനെ പിടിക്കാൻ നോക്കുന്ന സമയത്ത് ഹാനിനെ കള്ളൻ ഉരുട്ടിയിടുന്നതൊക്കെ. അവിടെ നിന്ന് ഇപ്പോ യങ്ങിന്റെ കൂടെ ഹാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. കള്ളനെ അവര് പിടികൂടിയിട്ടുണ്ട്. കള്ളന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ സംഭവം പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അയ്യോ എന്റെ കൊച്ചുമോനെ ഒന്നും ചെയ്യില്ലെന്നല്ല മുത്തശ്ശി കള്ളന് വേണ്ടി പോലീസുകാരോട് കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോ അമ്മ അവനോട് മോഷണം നടത്തിയതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവനാകട്ടെ തലയിൽ വെച്ചോണ്ട് വന്ന തൊപ്പി പോലും അവൻ മോഷ്ടിച്ചതാണ്. മോഷണം നടത്തുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ കാശ് വേണം, അതിനുവേണ്ടിയാ മോഷ്ടിച്ചതെന്ന് പറയുന്നു. ഏകദേശം 2 ലക്ഷം രൂപയെ മോഷ്ടിക്കാനായിട്ടായിരുന്നു ഇവന്റെ ഉദ്ദേശം. അതിനായിട്ട് ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടില്ല എന്ന് കരുതി പലയിടങ്ങളിൽ നിന്ന് മോഷ്ടിക്കാനായിട്ടായിരുന്നു പദ്ധതി. അങ്ങനെ എവിടെയൊക്കെ കയറി എന്തൊക്കെ മോഷ്ടിച്ചു എന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോലീസുകാർ ചോദിക്കുമ്പോ മുത്തശ്ശി അപ്പോഴും ചെറുമകന് വേണ്ടി പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്യുന്നു ക്ഷമിച്ച് വിട്ടയക്കണേന്ന്. പറയേണ്ട കാര്യങ്ങൾ തത്ത പറയും പോലെ പറഞ്ഞാല് കൊടുക്കുന്ന ശിക്ഷ കുറയ്ക്കാവുന്നെല്ലാം പോലീസുകാരും മറുപടി പറയുന്നു. അങ്ങനെ ഇവിടെ ഈ കേസിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാനിനെ കാണുമ്പോഴെല്ലാം ചുമ്മാ സംസാരിച്ചു കൊല്ലുന്ന ആ ഒരു ലേഡീസിലെ അവരുടെ വരവ്. അയ്യോ ഇവരുടെ കൺമുന്നിൽ പെട്ട പണി വാളൂന്നുള്ള മട്ടിൽ തിരിഞ്ഞു നിൽക്കുന്നു. അവരാകട്ടെ കള്ളനെ പിടിച്ചോന്ന് ചോദിച്ച് യങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ കള്ളനെയും അവന്റെ മുത്തശ്ശിയും അമ്മയും ഒക്കെ കാണുമ്പോ അല്ലേലേ ചുമ്മാ ഇരിക്കാത്ത ഇവരുടെ നാക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കള്ളന് ഒരു രീതിയിലും സപ്പോർട്ടല്ലാത്ത അവന്റെ അമ്മയെ വളരെ ആക്ഷേപിച്ച് മോനെന്താ മോഷ്ടിക്കാൻ അഴിച്ചു വിട്ടിരിക്കുകയാണോന്നെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവർക്കും ദേഷ്യം വരുന്നു. അവരും തിരിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം സ്റ്റേറ്റ്മെന്റ് എല്ലാം കൊടുത്ത് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാനായി ഹാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ലേഡീസിന്റെ കണ്ണിപ്പെട്ടാല് അവരുടെ വായി ഇരിക്കുന്നത് മുന്നേ കേട്ട
കേട്ടതുപോലെ കേൾക്കേണ്ടി വരുമെന്ന് ഹാനിനറിയാം. പക്ഷെ അവൻ പോകാനായി നിൽക്കുമ്പോഴേ ഇവരവനെ കാണുന്നു. ഹാനിനെ കണ്ടുപാടെ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഈ കള്ളനെതിരെ നല്ല മൊഴി കൊടുത്ത് അവനെ ജയിലിലാക്കണമെന്നൊക്കെ ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഇത്തിരി ധൃതി ഉണ്ടെന്ന് പറഞ്ഞ് ഹാൻ ഒഴിയാനായി നോക്കുന്നു. ആ ടീം ആ കള്ളന്റെ അമ്മ ഹാനിന്റെ ഇപ്പുറത്ത് വന്ന് നിന്ന് ഇവളുമാരുടെ വാക്ക് കേട്ട് ഓൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഹാനിനോട് സംസാരിക്കുന്നു. അങ്ങനെ ആ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടി ഹാനിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടി ഉണ്ടാക്കി ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നതിന്റെ ഇടയിൽ തന്റെ മകനെതിരെ കേസൊന്നും കൊടുക്കാതിരുന്ന ഹാനിന് നല്ലൊരു പെണ്ണിനെ നോക്കി വിവാഹാലോചന കൊണ്ടുവരാമെന്നല്ല ആ കള്ളന്റെ അമ്മ പറയുന്നു. നിന്റെ മോനെ വലിയ കള്ളൻ, അതിന്റെ കൂടെ നീ കണ്ടുപിടിച്ചോണ്ട് വരുന്ന പെണ്ണ് എത്ര വലിയ കള്ളിയായിരിക്കും ആ ലേഡീസ് പറയുന്ന സമയം അങ്ങനെ അവിടെ മുട്ടനടി നടക്കുകയാണ്. അതിന്റെ ഇടയിൽ പെട്ട് ഹാനിന് വല്ലാത്ത ദേഷ്യം വരുന്നു. അവൻ ഉച്ചത്തിൽ അലറുമ്പോ അടിയിട്ടുകൊണ്ട് നിന്നവരെല്ലാം അടി നിർത്തി അത് ശ്രദ്ധിക്കുന്നു. എനിക്ക് രണ്ടു കൂട്ടരും കൊണ്ടുവരുന്ന കല്യാണം ഒന്നും വേണ്ട, ഞാൻ വളരെ കുറച്ച് നാളെ ഈ ഗ്രാമത്തിൽ കാണൂ, ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകും, കൂടാതെ എനിക്കൊരു ഗേൾ ഫ്രണ്ടും ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഹാൻ ഇങ്ങനെ അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുമ്പോഴേ അത് കേൾക്കുന്ന യങ്ങിന്റെ മുഖഭാവം മാറുന്നുണ്ട്. യങ് വേഗം ഹാനിന്റെ പിറകെ പോകുന്നു. ഞാൻ ലിഫ്റ്റ് തരാന്ന് അവള് പറയുമ്പോ ഹാൻ ഓൾറെഡി നല്ല ദേഷ്യത്തിലായിരുന്നു. എനിക്ക് നിങ്ങളുടെ ലിഫ്റ്റ് വേണ്ട, ഒന്നും വേണ്ട, ദയവ് ചെയ്ത് ഇനി എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ കാര്യത്തിൽ തലയിടരുത്, എനിക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇൻവോൾവ് ആകാൻ താല്പര്യമില്ലെന്ന് ഒരു കാര്യമില്ലാതെ അവന്റെ ഉള്ളിലുള്ള ദേഷ്യമെല്ലാം എങ്ങിനോട് ഷൗട്ട് ചെയ്ത് തീർക്കുന്നു. എങ്ങിനും ഇവനെന്തിനാ ഇങ്ങനെ പറയുന്നതെന്നുള്ള ദേഷ്യം വന്ന് അവള് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ പിന്നീട് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് യങ് ലീഡ് ആ ഒരു കോഫി ഷോപ്പിൽ അവനെ കാണുമ്പോൾ നിനക്ക് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ നിനക്കും എനിക്കും ഒക്കെ എല്ലാം ഓർമ്മയുണ്ട്, പിന്നെന്താ ചിലർക്ക് മാത്രം ഒന്നും ഓർമ്മയില്ലാത്തതെന്ന് പറഞ്ഞ് യങ് ആകെ സങ്കടപ്പെടാണ്. ഇതേ ടീം തന്റെ വീട്ടിലേക്ക് എത്തി ആകെ തളർന്ന് അവിടെ തറയിൽ കിടക്കുകയായിരുന്നു ഹാൻ. അവൻ ഓൾറെഡി ഈ ഒരു ഗ്രാമവേ ഇഷ്ടമല്ല, ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവന് വലിയ ബുദ്ധിമുട്ടാണ്. ആ ടീമാണ് അവന്റെ കൊളീഗ് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് വില്ലേജിലെ ജീവിതമെന്ന് കൊളീഗ് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മൃഗങ്ങളെ മേയ്ക്കുന്നതിലും പാട് ഇവിടുത്തെ മനുഷ്യരെ ഡീൽ ചെയ്യാനാണെന്ന് പറയുന്ന ഹാൻ അവൻ ഇന്നിവിടെ നേരിടേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും വളരെ മോശമായി തന്നെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും നടുവേദനയോടുകൂടിയാണ് ഹാൻ ഉറക്കമെണ്ണിക്കുന്നത്. കഴിഞ്ഞ ദിവസമേ ഒരു ബെഡ് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അപ്പൊ നടന്ന പ്രശ്നങ്ങളൊക്കെ മൂലം അതിനുള്ള സാവകാശം കിട്ടിയില്ല. ഇന്നെങ്കിലും ഒരു ബെഡ് വാങ്ങണമെന്ന് കരുതി ഹാൻ റെഡിയാകാനായി പോകുന്നു. ഇതേ ടീം രാവിലെ തന്നെ തന്റെ സൈക്കിളില് യങ് റോഡിലൂടെ പോകുമ്പോ ഹാനിന്റെ നെയ്ബറായ ആ കൊച്ചു പയ്യനെ കാണുന്നു. അവനോട് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ച് അവനെ സൈക്കിളിലിരുത്തി മുന്നോട്ട് റൈഡ് ചെയ്ത് പോകുമ്പോ അവിടെ വെച്ച് ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ച് യങ് അവനെ സൈക്കിളിലിരുത്തി മുന്നോട്ട് റൈഡ് ചെയ്ത് പോകുമ്പോ ഹാനിനെ കാണുന്നു. പക്ഷെ ഹാൻ തന്നോട് മേലാൽ മിണ്ടിപ്പോരുതെന്ന് യങ്ങിനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അവനെ മൈൻഡ് ആക്കാതെ മുന്നോട്ട് പോകുന്നു. ഈ ഗ്രാമത്തിൽ വന്നതിനു ശേഷം എന്തിനും ഏതിനും ഹാനിന് സഹായമായിട്ട് ചോദിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് വന്നിരുന്നത് യങ്ങാണ്. പക്ഷെ ഇപ്പോ ഇവളിങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകുമ്പോ ഇവനത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഫോളോ ചെയ്തു പോകുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച ഒരു പോലീസുകാരനെ കണ്ട് സംസാരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ലെങ്കിലും അവനൊരു ഗസ് വെച്ച് അവളുടെ പിറകെ പോകാനായി നോക്കാണ്. അങ്ങനെ വരുന്ന സമയം ആ ഒരു കള്ളന്റെ അമ്മയും യങ്ങും റോഡിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്റെ മോനെ റിലീസ് ആക്കുമെന്നെല്ലാം ആ അമ്മ ചോദിക്കുമ്പോ പേടിക്കണ്ട, വലിയ ശിക്ഷയൊന്നുമില്ല, അത് കഴിയുമ്പോ അവൻ വന്നോളൂന്നെല്ലാം യങ്ങും സമാധാനിപ്പിക്കുന്നു. ആ ടീമാണ് യങ്ങിന്റെ അമ്മയുടെ കാര്യം ഇവര് ചോദിക്കുന്നത്. യങ്ങും അമ്മയും തമ്മിൽ എന്തോ കാര്യത്തിന്റെ പേരിൽ പിണക്കമാണ്, അവര് സംസാരിക്കുന്നില്ല എന്ന കാര്യം ഇവരുടെ സംഭാഷണം കേൾക്കുന്ന ഹാനിന് മനസ്സിലാകുന്നു. ഹാൻ അത് കേട്ടോണ്ട് നിൽക്കുമ്പോഴാണ് ആ സ്ത്രീ ഹാനിനെ കാണുകയും ഡോക്ടർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത്. തിരിഞ്ഞു നോക്കുന്ന യങ് ഹാനിനെ കണ്ടപാടെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഹാൻ ആകട്ടെ യങ്ങിനോട് സംസാരിക്കാൻ തന്നെ സ്പീഡിൽ സൈക്കിൾ ഓടിച്ച് യങ് നടന്നു പോകുന്നതിന് മുന്നിലായി നിർത്തുന്നു. എന്താ ഒറ്റയ്ക്ക് പോകുന്നത്, ലിഫ്റ്റ് തരട്ടെ എന്ന് ഹാൻ ചോദിച്ച് അവന്റെ സൈക്കിളിന്റെ ബാക്ക് സൈഡിൽ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുമ്പോ എനിക്ക് നിങ്ങളുടെ ലിഫ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് യങ് അങ്ങ് നടന്നു പോകുന്നു. അവൾ ഇങ്ങനെ തന്നോട് പെരുമാറുന്നത് താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്ന് ഹാനിന് നന്നായിട്ട് അറിയാം. ഇത്രയും ഹാർഷായിട്ട് യങ്ങിനോട് സംസാരിക്കണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഹാനിന് തോന്നുന്നത്. ഇതേ ടീം ഇവിടെ ഇവര് മുന്നേ സംസാരിച്ച് നിന്നതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ലീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഫാമിലേക്കൊക്കെ പോയി അവിടെയുള്ള മൃഗങ്ങൾക്ക് വാക്സിനൊക്കെ എടുത്ത് തിരിച്ച് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഹാൻ അവിടെയുള്ള നഴ്സിനോട് ഈ സൈക്കിൾ ഓടിച്ചുള്ള പോക്കൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒരു ട്രക്ക് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുക, അതാകുമ്പോ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങളും ഈസി ആയിട്ട് ക്യാരി ചെയ്യാം, എനിക്ക് എളുപ്പം പോയിട്ട് വരാലോ എന്ന് പറയുമ്പോൾ ലീയുടെ കയ്യിൽ കുറെ ട്രക്കുകളുണ്ട്, ചോദിച്ചു നോക്കോ ചിലപ്പോൾ ഒരെണ്ണം വിറ്റേക്കുന്നു. നഴ്സ് പറഞ്ഞത് പ്രകാരം ലീയെ കാണാനായി ഹാൻ പോകുന്നു. ലീഡ് ആ കോഫി ഷോപ്പിന്റെ അവിടേക്കാണ് ആദ്യം ഹാൻ പോകുന്നത്. അവിടെ ആ സമയം ലീ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കോഫി മേക്കറിൽ നിന്ന് കോഫി എടുത്തോണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് യങ് വരുന്നു. യങ് പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയം ചെറിയ രീതിയിൽ ആളുകളുടെ കൂടെ ഫാമിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അതിനായിട്ട് വന്ന സമയത്താണ് ഇവിടെ ഹാനിനെ കാണുന്നത്. തുടർന്ന് ഹാനും യങ്ങിനോട് സംസാരിക്കാലോ എന്ന് കരുതി കൂടെ ഫാം ചെയ്യാനായി പോകുന്നു. ആ ലേഡീസിന്റെ കൂടെ ആയിരുന്നു മാമ്പഴ തോട്ടത്തില് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അവിടെ നല്ല പഴുത്തു വരുന്ന മാങ്ങയൊക്കെ കിളി കൊത്താതിരിക്കാനായിട്ട് കവർ ഇട്ട് വെക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹാനിനാണെങ്കിൽ ഇത് അറിയാത്തത് കൊണ്ട് അവൻ തെറ്റായിട്ട് ചെയ്യുന്നത് കണ്ട് യങ് അടുത്ത് വന്ന് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ടീം കഴിഞ്ഞ ദിവസം ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന്
ചെയ്തതിന് ഹാൻ യെങ്ങിനോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ അതിനെപ്പറ്റി ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാറി നിന്ന് കാണുന്ന ആ ലേഡീസ് അവരെ രണ്ടുപേരെയും കമന്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീയുടെ വരവ്. ഈ ഡോക്ടർ ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്നതിന് മുന്നേ എങ്ങനെ സെറ്റാക്കി എടുക്കുമെന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്ന ലീയുടെ മുഖഭാവം മാറുന്നു. അങ്ങനെ പിന്നീട് ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീണ്ടും എല്ലാവരും ലീയുടെ കോഫി ഷോപ്പിൽ കോഫിയൊക്കെ കുടിക്കാനായി വരുന്നു. ആ ടീം താൻ വന്ന കാര്യം ലീയോട് ഹാൻ പറയുന്നു. അതായത് ഒരു വണ്ടി വേണമെന്ന്, ട്രക്ക് മേടിക്കുന്ന കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ഹാൻ പറയുമ്പോ അത് കേൾക്കുന്ന യങ് അപ്പോ ഞാൻ കാരണമാണോ നിങ്ങൾ മുന്നേ അവിടെ വന്ന ജോലി ചെയ്തതെന്ന് ചോദിക്കുമ്പോ അത് സാരമില്ല, എനിക്കും അതൊരു നേരം പോക്കായിരുന്നു എന്ന് പറഞ്ഞ് വണ്ടിയുടെ കാര്യം തന്നെ ഹാൻ പറയുമ്പോ ആ കിടക്കുന്ന വണ്ടിയിൽ ഏതെങ്കിലും പോയി നോക്കിക്കൊള്ളാനായി ലീയും പറയുന്നു. അങ്ങനെ അത് നോക്കാനായി ഹാൻ പോകുന്ന സമയം നിങ്ങൾ രണ്ടുപേരും അവിടെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ലീ യങ്ങിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും യങ് അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ പിന്നീട് വണ്ടി നോക്കിക്കഴിഞ്ഞ് ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്താ വില എന്ന് ഹാൻ ചോദിക്കുമ്പോ ആദ്യം നല്ലൊരു തുകയാണ് ലീ അതിന് വിലയായി പറയുന്നത്. ആ വില കേട്ട് ഹാനും യങ്ങും ഒക്കെ ഷോക്കാവുന്നു. ഈ വണ്ടിക്ക് ഒരിക്കലും അത്രയും വില വരില്ല. അത് നന്നായി അറിയാവുന്ന യങ് ലീയെ മാറ്റി നിർത്തി നീ എന്തിനാ ഇത്രയും വില പറയുന്നതെന്ന് ചോദിക്കുമ്പോ എനിക്ക് അത്ര വില തന്നെ വേണമെന്ന് അവൻ വാശി പിടിക്കുന്നു. ഈ ടീം ഹാൻ എനിക്ക് ഈ വിലയ്ക്ക് ഈ വണ്ടി വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അയാളുടെ അടുത്ത് പറഞ്ഞ നല്ലൊരു വണ്ടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടാതിരിക്കില്ല എന്നെല്ലാം യങ് ഹാനിനോട് പറയുന്നത് കേൾക്കുന്ന ലീ എന്നാ ശരി എനിക്ക് അത്രയും വില തരണ്ട, കുറച്ച് വില തന്നാ മതി എന്ന് പറഞ്ഞ് അവനൊരു തുക പറയുന്നു. പക്ഷെ അതും ഈ വണ്ടി കിട്ടാനായിട്ട്, പക്ഷെ അതിനും ഈ വണ്ടി വെർത്തല്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ലീ ഇപ്പൊ കൊടുത്ത താക്കോല് തിരിച്ച് ഹാൻ കൊടുക്കുമ്പോ ശരി വേണ്ട നീ ഉള്ളതങ്ങ് തന്നാ മതി എന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ ലീ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ താൻ വണ്ടി കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി വാങ്ങാനാണെന്നുള്ള പേര് യങ് ഹാന്റെ കൂടെ പോയാലോ എന്ന് പേടിച്ചാണ് ലീ അത് ചെയ്യുന്നത്. ഹാൻ ആകട്ടെ ആ വണ്ടിക്ക് അനുയോജ്യമായ ഒരു വില ലീക്ക് കൊടുത്ത് ആ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വളരെ സന്തോഷത്തിൽ പോകുന്നു. അങ്ങനെ അതിനുശേഷം ലീയോട് സംസാരിക്കുന്ന യങ് നിനക്ക് ഞാൻ അവനോട് മിണ്ടുന്നതിൽ കുശുമുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഹാന്റെ കാര്യം ചോദിക്കുമ്പോ എനിക്ക് അങ്ങനൊന്നും ഇല്ലാന്ന് ലീ തർക്കിക്കുന്നുണ്ട്. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്ന യങ് ലീയോട് ഞാൻ നിന്നോട് ഇടയ്ക്ക് വെച്ച് എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോയ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സുഹൃത്തിനെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഓർമ്മയുണ്ട്, പക്ഷെ നീ അയാളുടെ പേരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ലീ പറയുമ്പോ ശരിയാ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ നിനക്ക് ആളിനെ നേരിട്ട് കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞ് ചെറിയ ക്ലൂ യങ് കൊടുക്കുമ്പോ അത് ഹാൻ ആണെന്ന കാര്യം ലീക്ക് മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ടാണോ നീ ഇന്നലെ എന്നോട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ, കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ, ചിലർക്ക് അതൊന്നും ഓർമ്മയില്ലാത്തതെന്നൊക്കെ ചോദിച്ചതെന്ന് ലീ ചോദിക്കുമ്പോ അതെ എന്ന് പറഞ്ഞ് യങ് അവിടെ നിന്ന് പോകുന്നു. ഹാനിന് തന്നെ ഓർമ്മയില്ലെങ്കിലും തന്റെ പഴയ സുഹൃത്തായിരുന്ന ഹാനിനെ വീണ്ടും കാണാൻ സാധിച്ചതിൽ യങ് വളരെ ഹാപ്പിയാണ്. അവൾ ആ ഒരു സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുമ്പോ ഈ കാര്യങ്ങൾ പക്ഷെ ലീയെ സന്തോഷിപ്പിക്കുന്നേയില്ല. കാണുന്നത് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഹാനിനെയാണ്. അവിടെ എത്തുമ്പോ അന്ന് ഫാമില് കോഴിയെ പിടിച്ചു എന്ന് പറഞ്ഞ് കെണി വെച്ച് പിടിച്ച് കാലിൽ പരിക്കേറ്റ നായ്ക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഹാൻ പരിചരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിന് ഇട്ടിരുന്ന കൂട്ടിൽ കാണുന്നില്ല. എവിടെ പോയിന്ന് ഹാൻ നേഴ്സിനോട് ചോദിക്കുമ്പോ യങ് വന്നായിരുന്നു, യങ് അതിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. അല്പം കഴിഞ്ഞ് യങ് ആ ഡോഗുമായി അകത്തേക്ക് എത്തുന്നു. വളരെ ക്യൂട്ടായി അതിനെ കയ്യിൽ വെച്ച് ഹാനിനെ കാണുമ്പോ യങ് നായ്ക്കുട്ടിയെ കൊണ്ട് ഹാനിന് ഹായ് ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഡോഗിനെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, വാ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഹാനിനെ കൂട്ടി യങ് പുറത്തേക്ക് പോകുന്നു. ബോൾ എടുത്തെറിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഈ നായ്ക്കുട്ടി പോയി അത് എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞ് യങ് ആ ബോളൊക്കെ എടുത്ത് എറിഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും ആദ്യം അത് അനുസരിക്കുന്നേ ഇല്ല. പക്ഷെ പിന്നീട് വീണ്ടും ട്രെയിനിങ് കൊടുത്ത് അതിനെ കൊണ്ട് അതെല്ലാം യങ് ചെയ്യിപ്പിക്കുന്നു. യങ് അങ്ങനെ വളരെ ഹാപ്പിയായി ഇതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്ന ഹാൻ ഈ നായ്ക്കുട്ടിയെ നല്ലൊരാളെ കിട്ടിയാൽ ഞാൻ കൊടുക്കാനിരിക്കുകയാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ യങ് ഇതിനെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞ് അതിനെയും കൂട്ടിയാണെന്ന് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെ നായ്ക്കുട്ടിക്ക് താമസിക്കാനായി ചെറിയൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത ശേഷം അകത്ത് കയറി കിടക്കാൻ പറയുമ്പോ ഇത് അനുസരിക്കുന്നേ ഇല്ല. ഞാൻ ആദ്യം എന്ത് പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലേ എന്ന് ചോദിച്ച് യങ് അതിനെ കൊഞ്ചിക്കുമ്പോഴാണ് ഇതിന് പേരിട്ടില്ലല്ലോ എന്ന കാര്യം യങ് ആലോചിക്കുന്നത്. ആ ടൈമാണ് പഴയ ഒരു കാര്യം കൂടി യങ്ങിന്റെ മനസ്സിലേക്ക് എത്തുന്നത്. പണ്ട് യങ്ങും ഹാനും കളിക്കൂട്ടുകാരായിരുന്ന സമയത്ത് ഒരു നായ്ക്കുട്ടിയെ ഹാൻ യങ്ങിന് കൊടുത്തിരുന്നു. അന്ന് അതിന് ഇവർ ഇട്ടിരുന്ന പേര് ക്ലൗഡ് എന്നതാണ്. ആ ഓർമ്മയിൽ ഇന്ന് ഈ നായ്ക്കുട്ടിക്കും യങ് ക്ലൗഡ് എന്ന് പേരിടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനെയാണ്. ഹാൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ ശേഷം ചുമ്മാ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങി നടക്കാണ്. ആ ടീം അവിടെ കുറച്ച് പോലീസുകാരെ കാണുന്നു. അതിലൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവരെ കാണുന്ന ഹാൻ അത് യങ് ആണെന്ന് കരുതി സംസാരിക്കാനായി അടുത്തേക്ക് പോകുമ്പോഴാണ് അത് യങ് അല്ല എന്ന് മനസ്സിലാവുന്നത്. ഹാൻ ചമ്മലോടെ തിരിച്ചു പോകാനായി നിൽക്കുമ്പോഴേക്കും അപ്പുറത്തൊരു റെസ്റ്റോറന്റിൽ നിന്ന് യങ് ഇറങ്ങി വരുന്നു. യങ്ങും യങ്ങിന്റെ കൊളീഗ്സും കൂടി ഇവിടെ ഫുഡ് കഴിക്കാനായി വന്നിരുന്നതായിരുന്നു. ഹാനിനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചു എന്നെല്ലാം യങ് ചോദിക്കുമ്പോൾ കഴിച്ചു എന്നവൻ മറുപടി പറയുന്നു. അപ്പോഴാണ് യങ്ങിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. യങ് കോൾ
അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പില് ഒരു കസ്റ്റമർ കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നു പറ്റിയാണ് പറഞ്ഞ് അതിനെപ്പറ്റിയാണ് വേഗം ചെന്ന് നോക്കാൻ പറഞ്ഞ് കൂടെ ഉള്ളവരെ പറഞ്ഞു വിടുന്നു. ആ ടീം വീണ്ടും യങ്ങിന്റെ ഫോൺ റിംഗ് അടിക്കുന്നുണ്ട്. ഇത് കാണുന്നവർ യങ് വളരെ ബിസിയായ ആളാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ യങ് തിരിച്ച് ഹാനിന്റെ കൂടെ ഇവിടെ നിന്ന് പോകുന്ന സമയം അവളുടെ ഫോൺ വീണ്ടും റിംഗ് അടിക്കുന്നു. അവൾ സംസാരിച്ചു കഴിയുമ്പോൾ ആരായിരുന്നു എന്ന് ഹാൻ ചോദിക്കുമ്പോൾ ഹാനിന്റെ നെയ്ബറായ ആ ചെറിയ പയ്യന്റെ അമ്മയാണ്. അവരെ ഇടയ്ക്ക് വിളിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്നെല്ലാം യങ് മറുപടിയും പറയുന്നു. അങ്ങനെ കാഷ്വലായി ഒരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഗ്രാമത്തിനെ പറ്റി യങ് ചോദിക്കുകയാണ്. മുന്നേ ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടോ എന്നെല്ലാം യങ്ങിന്റെ ചോദ്യം കേൾക്കുന്ന ഹാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്ന യങ്ങിന്റെ ചോദ്യത്തിന് ഇല്ല, ഞാൻ ഈ ബിസി ലൈഫിൽ എവിടെ ഫ്രണ്ട്സിനെ കൊണ്ട് നടക്കാനാണെന്നായിരുന്നു ഹാനിന്റെ മറുപടി. അന്ന് ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഗേൾ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവൻ പറയുന്നു. പണ്ട് ഈ ഗ്രാമത്തിൽ വെച്ച് തന്നെ കണ്ടതും സംസാരിച്ചതും കൂട്ടുകൂടിയതും ഒക്കെ ഇവന് തീരെ ഓർമ്മയില്ലേ. ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് അവന് മനസ്സിലാവുന്നില്ലേ എന്നെല്ലാം അവൾ ആലോചിച്ച് കൂടെ നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീ വരുന്നത്. അവൻ ആദ്യം യങ്ങിനെ കണ്ട് വളരെ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും കൂടെ ഹാൻ ഉള്ളത് കാണുമ്പോൾ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ഇവിടെയെന്നൊക്കെ ചോദിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ പെസ്റ്റിസൈഡ്സ് വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് ഹാനിന്റെ അടുത്തേക്ക് എത്തുന്നവൻ ആവശ്യമില്ലാത്ത പ്രാണികളെയും കളകളെയും എല്ലാം കളയാനായിട്ട് അത് നല്ലതാണെന്ന് ഒരുമാതിരി മൊന വെച്ച് സംസാരിച്ചു പോകുന്നു. ഇവനെന്തിങ്ങനെ സംസാരിച്ചെന്ന് ഹാനിനും യങ്ങിനും മനസ്സിലാവുന്നില്ല. പക്ഷെ അവന്റെ സംസാരം ശരിയല്ല എന്ന് മാത്രം രണ്ടുപേർക്കും മനസ്സിലായി. ലീക്കാകട്ടെ ഹാൻ ഇങ്ങനെ യങ്ങിനോട് സംസാരിക്കുന്നതോ കൂട്ടുകൂടുന്നതോ ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ പിന്നീട് വെറ്റിനറി ഹോസ്പിറ്റലില് ഹാൻ ഉള്ള സമയം അങ്ങോട്ടേക്ക് യങ് വളരെ വെപ്രാളത്തിൽ ഓടിയെത്തുന്നു. യങ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ആ നായ്ക്കുട്ടിയെ കണ്ടില്ല. തിരക്കുന്ന സമയത്ത് വന്നില്ല എന്ന് ഹാൻ മറുപടി പറയുന്നു. പിന്നെ അത് എവിടെ പോയിന്ന് യങ് ആകെ വെപ്രാളപ്പെടുമ്പോ ഞാനും അന്വേഷിക്കാൻ വരാന്ന് പറഞ്ഞ് യങ്ങിന്റെ കൂടെ ഹാനും അന്വേഷിക്കാനായി പോകുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ടായി പിരിഞ്ഞ് ആ നായ്ക്കുട്ടിയെ അന്വേഷിക്കുകയാണ്. ഹാൻ സൈക്കിൾ ചവിട്ടി പോയി അന്വേഷിക്കുന്ന സ്ഥലത്ത് അവൻ ആ നായ്ക്കുട്ടിയെ കാണുന്നു. പക്ഷെ അതപ്പോഴേക്കും റോഡിൽ നിന്ന് അവിടെയുള്ള മരങ്ങൾക്കിടയിലേക്ക് ഓടി മറയുന്നു. ഹാൻ അങ്ങോട്ടേക്ക് ഓടി പോകുമ്പോൾ അവിടെ മറ്റൊരു നായും കുഞ്ഞു കുറച്ച് നായ്ക്കുട്ടികളെയും കാണാം. യങ്ങിന്റെ ഈ നായ്ക്കുട്ടിയെ പിടിക്കാനായി ഹാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റായി അങ്ങോട്ടേക്ക് യങ് എത്തുന്നു. പക്ഷെ അവൾ വരുമ്പോ കാണുന്ന കാഴ്ച അവിടെ ഉണ്ടായിരുന്ന മറ്റേ വലിയ നായ ഹാന്റെ ദേഹത്തേക്ക് ചാടുന്നതാണ്. അത് കണ്ട് യങ് വളരെ പേടിക്കുന്നുണ്ടെങ്കിലും ഹാനിനൊന്നും പറ്റിയിട്ടില്ല. അത് കടിക്കാൻ ചാടിയതല്ല, ജസ്റ്റ് കണ്ടപ്പോ ഇങ്ങനെ ചാടിയതാണ്. പക്ഷെ ആ ഒരു ചാട്ടത്തിൽ ഹാനിന്റെ കോണ്ടാക്ട് ലെൻസ് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അത് തപ്പുന്നുണ്ടെങ്കിലും പിന്നീട് ഹാൻ യങ്ങിനോട് തപ്പണ്ട, അത് കിട്ടിയാലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോ ഇനി ഇതില്ലാതെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് യങ് ചോദിക്കുമ്പോ അത് പിന്നെ എന്റെ വീട്ടില് ഗ്ലാസ് ണ്ട് അതുണ്ടെങ്കിൽ സാരയില്ല എന്ന് പറഞ്ഞ് ഹാൻ ആ നായ്ക്കുട്ടിയും കൂട്ടി യങ്ങിന്റെ കൂടെ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ ആ സമയം ഹാനിന്റെ ഫോണിലേക്ക് ഒരാൾ ഫോൺ വിളിക്കുന്നു. ഹാനിനെ എപ്പോഴും പെടാപ്പാട് പെടുത്തുന്ന ആ കുറച്ച് ലേഡീസ് ഇല്ലേ, അതിലെ ഒരാളാണ് വിളിച്ചിരിക്കുന്നത്. അവരുടെ പശു പ്രസവിക്കാറായി, അതിനുവേണ്ടി പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞവര് കോള് കട്ട് ചെയ്യുമ്പോൾ ഈ കാര്യം ഹാൻ യങ്ങിനോട് പറയുന്നു. പക്ഷെ ലെൻസ് ഇല്ലാതെ എങ്ങനെ ഇപ്പൊ പോവാന്ന് യങ് ചോദിക്കുമ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകാം, എന്റെ വീട്ടിൽ പോയി ആ ഒരു കണ്ണാടി എടുത്തുകൊണ്ട് തന്നാ മതിയെന്ന് ഹാൻ പറയുന്നു. അങ്ങനെ ഹാൻ ഇവിടെ നിന്ന് അവരെ വിളിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ പശുവിന്റെ പ്രസവം നടക്കാറായിരിക്കുകയാണ്. പശുക്കിടാവിനെ ഒരു ആപത്തും ഇല്ലാതെ കിട്ടണം. അതുകൊണ്ട് ഈ ലേഡി ആകെ വെപ്രാളത്തിലാണ്. ഇതേ ടീം കണ്ണാടി എടുക്കാനായി ഹാനിന്റെ വീട്ടിലേക്ക് പോയ യങ് അവിടെ കണ്ണാടി തപ്പുന്നതിന്റെ ഇടയിൽ ഹാനിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണുന്നു. അത് കാണുന്ന അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അവൾ വേഗം തന്നെ കണ്ണാടി എടുത്തുകൊണ്ട് ഫാമിലേക്ക് എത്തുമ്പോൾ ഹാൻ അവിടെ നല്ല പണിയിലായിരുന്നു. അവൾ വേഗം തന്നെ ആ കണ്ണാടി ഹാനിന് വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഹാനിനെ അവിടുത്തെ ബാക്കി കാര്യങ്ങൾക്ക് സഹായിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നാണ് ആ പശുവിന്റെ പ്രസവം എടുക്കുന്നത്. അങ്ങനെ പശുക്കിടാവ് ഉണ്ടായത് രണ്ടുപേർക്കും വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം രണ്ടുപേരും കൂടി ഒന്നിച്ചല്ലപ്പോ ആ പശുവിനെ കെയർ ചെയ്തത്. ആ കിടാവിനെ വേഗം തന്നെ പരിശോധിക്കുകയും അതിന്റെ ദേഹമൊക്കെ തുടയ്ക്കുകയും ചെയ്യുന്നു. ഈ ടീം ഹാനിന്റെ കണ്ണട അഴുക്കാവുന്നത് കാണുന്ന യങ് അത് വാങ്ങി തുടച്ച് ഹാനിന് തിരിച്ചിട്ട് കൊടുക്കുന്നു. ഈ ടീമെല്ലാം ഇത്രയും നാൾ ഇല്ലാത്തതുപോലെ യങ്ങിനെ പ്രത്യേകം ഹാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഇപ്പോ പശുക്കിടാവ് ഉണ്ടായ പശുവിന്റെ ഉടമയായ ആ ലേഡി ഒരു പാർട്ടി നടത്തുന്നു. അവരുടെ സുഹൃത്തുക്കളെയും യങ്ങിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്, ഹാനിനെയും വിളിച്ചിട്ടുണ്ട്. കാരണം ഹാനാണല്ലോ പാർട്ടിയുടെ താരം. അങ്ങനെ ഹാൻ വന്നപാടെ ഇദ്ദേഹം വളരെ കാര്യമായിട്ടാണ് എന്റെ പശുവിനെ നോക്കിയത് എന്നെല്ലാം വളരെയധികം കാര്യമായി തന്നെ അവർ ഹാനിനെ പറ്റി പറയുന്നു. ഹാനിനെ കണ്ടപ്പോ ഇവർക്ക് ഇവരുടെ കുറച്ച് കൂട്ടുകാരികൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നമൊന്നും ഇപ്പൊ ഹാനിനോടില്ല. വളരെ കാര്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടൈം അങ്ങോട്ടേക്ക് ലീ വരുന്നു. ലീക്ക് ഇപ്പോഴും യങ്ങും ഹാനും ഒന്നിച്ചുള്ളത് പീഡിക്കുന്നേ ഇല്ല. വന്നപാടെ യങ്ങിനെ തന്ത്രപരമായി ഹാനിന്റെ അടുത്ത് നിന്ന് മാറ്റി തന്റെ സൈഡിലേക്ക് ഇരുത്താനായി ലീ നോക്കുന്നുണ്ടെങ്കിലും നടന്നില്ല. ആ ടീം പാർട്ടി നടത്തുന്ന ലേഡി ഇവർക്കെല്ലാവർക്കും ഫുഡ് വിതരണം ചെയ്യുന്നു.
മീറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ മീറ്റ് കഴിക്കാറില്ല എന്ന് ഹാൻ പറയുമ്പോൾ ലീ ഹാനിനും കൂടി ഉള്ളത് എടുത്ത് കഴിക്കുകയാണ്. അതിനുശേഷം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞ് അവരെല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുമ്പോൾ ലീ അതും നന്നായി കുടിക്കുന്നുണ്ട്. യങ് ആകട്ടെ തനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് നിരസിക്കുന്നു. ഹാനും തനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഹാനിനെ ഒന്ന് കൊച്ചാക്കാനായി തന്നെ ലീ കൊച്ചു പയ്യന്മാരല്ലേലും ഡ്രിങ്ക്സ് കുടിക്കാറില്ല, അവന് കൊടുക്കണ്ടെന്ന് പറയാണ്. അത് കേൾക്കുന്ന ഹാൻ ഞാൻ കൊച്ചൊന്നും അല്ലാന്ന് പറഞ്ഞ് വേഗം തന്നെ ഒരു കപ്പ് വാങ്ങി കുടിക്കുന്നു. ലീ ആകട്ടെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേത് കുടിക്കുന്ന കാണുമ്പോൾ ഹാൻ വീണ്ടും രണ്ടാമതും വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ അവിടെ മത്സരിച്ചാണ് പിന്നീട് ലീയും ഹാനും ഡ്രിങ്ക്സ് അടിക്കുന്നത്. അങ്ങനെ അല്പം കഴിഞ്ഞ് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹാൻ പോകാനായി എഴുന്നേൽക്കുമ്പോൾ യങ്ങും എനിക്കും ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, ഞാനും പോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും നടന്നു പോകുന്ന സമയം ഇങ്ങനെ ഓരോന്നും സംസാരിച്ച് രാത്രി സമയമല്ലേ, ഇരുട്ടായിരുന്നു. യങ് തട്ടി വീഴാനായി പോകുമ്പോൾ ഹാൻ അവളെ പിടിച്ചു നിർത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അവന്റെ സൈക്കിൾ അവന്റെ പിടുത്തം വിട്ട് നടന്നുപോയ ആ ഇടുങ്ങിയ വഴിയിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ സൈക്കിൾ ഒരുവിധം കുഴിയിൽ ഇറങ്ങി എടുത്ത് ഹാൻ അത് റോഡിലേക്ക് വെക്കുമ്പോൾ അതിന്റെ ചെയിൻ പൊട്ടിയിരിക്കുന്നത് യങ് ശ്രദ്ധിക്കുന്നു. അയ്യോ ചെയിൻ പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ് യങ് അത് റെഡിയാക്കാൻ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഹാൻ പിടിക്കുന്നു. ഇവൾ എന്ത് ഇതെന്ന് മട്ടിൽ നോക്കുമ്പോൾ വേണ്ട നീ കൈ അഴുക്കാക്കണ്ട, ഞാൻ ഇത് വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുപോയി റെഡിയാക്കിക്കൊള്ളാന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഇവരുടെ മുഖത്തേക്ക് വെട്ടമടിക്കുന്നു. നോക്കുമ്പോൾ അത് ലീ ആയിരുന്നു. ഇവരെ ഇങ്ങനെ കാണുന്ന ലീക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കുറെ നേരം ആയല്ലോ പോയിട്ട്, എന്നിട്ട് ഇതുവരെ ഇവിടെ ആയുള്ളൂ എന്ന് അവൻ ദേഷ്യപ്പെടുന്നു. കൂടാതെ ഹാനിനോട് നീ നന്നായിട്ട് ഡ്രിങ്ക്സ് അടിച്ചിരിക്കുക, കൂടെ ഒരു പെങ്കൊച്ചുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ റോഡിൽ തത്തി കളിച്ച് നിൽക്കാതെ അവളെ വീട്ടിൽ കൊണ്ടുവിടേണ്ടെന്നെല്ലാം ദേഷ്യപ്പെടുമ്പോ ഡ്രിങ്ക്സ് അടിക്കാത്ത ഒരാളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഹാൻ മുന്നോട്ട് പോകുന്നു. ഈ ലീക്ക് തന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഹാനിന് മനസ്സിലായിട്ടുണ്ട്. അവൻ അത് തന്നെ ആലോചിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പിറകെ നിൽക്കുന്ന ലീ യങ്ങിനോട് സംസാരിക്കുന്നത് കേൾക്കാം. എനിക്കെന്തോ നീ ഇവനോട് മിണ്ടുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, വല്ലാത്തൊരു നിരാശയും അസൂയയും ഒക്കെ ഫീൽ ആവുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇതാണ് അത് പറയാൻ പറ്റിയ അവസരമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ലീ അവന്റെ ഉള്ളിൽ യങ്ങിനോടുള്ള പ്രണയം തുറന്നു പറയുന്നു. അത് യങ് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇവൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് യങ് കരുതിയിരുന്നില്ല. ഒപ്പം മുന്നോട്ട് പോയ ഹാനിനും ഇത് നന്നായി കേൾക്കാമായിരുന്നു. ഹാനിനാണെങ്കിൽ ഇപ്പോൾ യങ്ങിനോടൊരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രപ്പോസലിന് എന്ത് മറുപടിയായിരിക്കും യങ് പറയാ? യങ്ങിന് തന്റെ കളിക്കൂട്ടുകാരനായ ഹാനിനോടാണ് ഇഷ്ടമെന്ന കാര്യം നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടല്ലേ. അങ്ങനെ ഇവിടെ ഒരു ലവ് ട്രയാങ്കിൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ചെളിയിൽ വീണ തന്റെ സൈക്കിളെല്ലാം കഴുകിയെടുക്കുന്ന ഹാനിനെ കാണിച്ചുകൊണ്ടാണ്. ഇതേ ടീം അപ്പുറത്തായി താമസിക്കുന്ന ആ കൊച്ചു പയ്യനെ കൂട്ടിക്കൊണ്ടു പോകാനായി യങ് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യങ്ങാണ് ആ പയ്യനെ രാവിലെ ഇവിടെ നിന്ന് ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ അവിടെ എന്തോ വലിയ ആലോചനയിൽ നിൽക്കുന്ന യങ് ആ പയ്യൻ അടുത്ത് വരുന്നതൊന്നും അറിയുന്നില്ല. പിന്നീട് അവൻ തട്ടി വിളിക്കുമ്പോൾ അവൾ അവനെയും കൂട്ടി സൈക്കിളിൽ പോകാനായി തുടങ്ങുമ്പോഴാണ് തന്റെ താമസ സ്ഥലത്ത് നിന്ന് ഹാൻ ഇറങ്ങി വരുന്നത്. ഹാൻ യങ്ങിനെ കണ്ട് ആദ്യം ഒന്നും മിണ്ടുന്നില്ല. യങ് അവനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ എന്തോന്ന് അവന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അത് ചോദിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഹാനിന്റെ ഈ എക്സ്പ്രഷൻ ഒക്കെ കാണുന്ന ആ ചെറിയ പയ്യൻ എന്താ നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് യങ് പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞും യങ് വലിയ ടെൻഷനിലാണ്. എന്തോ ഒരു കാര്യം കൊണ്ട് അവൾക്ക് യാതൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അവളിങ്ങനെ വല്ലാതെ സ്ട്രെസ്ഡ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന കൊളീഗ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞ് അവൾ ഒഴുപ്പുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലീ എത്തുന്നത്. ലീ എങ്ങനെയുള്ള കോൾഡ് കോഫിയും വാങ്ങിയാണ് വന്നത്. അങ്ങനെ രണ്ടുപേരും പുറത്തൊന്നിച്ചിരിക്കുന്നു. പക്ഷെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. എന്താ എന്നോട് പിണക്കാണോ എന്ന് ലീ ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല, പിന്നെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്, അങ്ങനൊന്നും നടന്നില്ല എന്ന് വിചാരിച്ചാൽ മതിയെന്ന് യങ് അവനോട് പറയാണ്. അങ്ങനെ രണ്ടുപേരും അതൊന്നും സാരമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രാവിലെ തന്നെ ജോലിക്ക് പോകാനായി വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് വാക്സിൻ എടുക്കാനും മറ്റ് പരിശോധിക്കാനുള്ള സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ പോകുന്ന ഹാനിനെയാണ്. ആ ടീം അവന്റെ ഫ്രണ്ട് ഫോൺ ചെയ്ത് ഓരോ വിശേഷങ്ങൾ പറയുന്നു. സിറ്റിയിലെ ആ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇവരൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടായിരുന്നു. അതിലേക്ക് സ്ഥിരമായി വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്ന ഹാനിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടെന്ന് കൊളീഗ് പറയുമ്പോൾ ഞാൻ ഇനി വരാനേ പോകുന്നില്ല എന്നവരോട് പറഞ്ഞേക്കെന്ന് ഹാനും പറയുന്നു. കാരണം അവനറിയാം ഇപ്പോഴെങ്ങും ഈ ഗ്രാമത്തിൽ നിന്ന് അവൻ ഇനി തിരിച്ചു പോകാൻ കഴിയില്ലെന്ന്. അങ്ങനെ ഓരോന്നും സംസാരിച്ച് വണ്ടി ഓടിച്ചു വരുന്നവൻ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ അവിടെ ലീയും യങ്ങും സംസാരിക്കുന്നത് കാണുന്നു. സൈക്കിളിൽ പിടിച്ചു നിൽക്കുന്ന ലീക്ക് കോഫി സ്ട്രോ വഴി വായിൽ വെച്ച് കൊടുക്കുന്ന യങ്ങിനെ ഹാൻ പ്രത്യേകം കാണുന്നുണ്ട്. ലീ അങ്ങനെ സംസാരിച്ച് പോയി കഴിയുമ്പോൾ യങ്ങും തിരിച്ചു പോകുന്നു. പക്ഷെ അവിടെ ഹാൻ ഉണ്ടായിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ ദിവസം ലീ പ്രപ്പോസ് ചെയ്യുന്നത് ഹാൻ കേട്ടിരുന്നല്ലോ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലായോ? അതാണോ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതെന്നെല്ലാം ഹാൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവനൊരു ഫാമിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെ യങ്ങിന്റെ സൈക്കിളുണ്ട്. എന്താ കാര്യമെന്ന് നഴ്സിനോട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ നായ്ക്കുട്ടിയെ പിടിക്കാനായിട്ട് പോയ സമയം അവിടെ കുറച്ച് പപ്പീസിനെ കണ്ടെന്നും പറഞ്ഞ് അതുങ്ങളെ പിടിക്കാനായിട്ട് ഇവിടുന്ന് കുറച്ച് കൂടും എടുത്തോണ്ട് യങ് പോയിരിക്കുകയാണെന്ന് നഴ്സ് പറയുമ്പോഴേ ഹാൻ വേഗം തന്നെ അവന്റെ വണ്ടിയും എടുത്ത് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന ഹാൻ യങ്ങിന്റെ കൂടെ അവിടെയുള്ള പപ്പീസിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുന്നു. അവരുടെ അമ്മപ്പട്ടി അവിടെ ഉണ്ടായിരുന്നു, അതിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? എന്നോട് പറഞ്ഞാൽ ഞാനും വരില്ലായിരുന്നു എന്ന് ഹാൻ ചോദിക്കുമ്പോൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയെന്ന്
യങ് മറുപടി പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി ആ ഡോഗ്സിനെ എല്ലാം പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം പപ്പീസിനെല്ലാം ഇവിടെ തന്നെ കൂടുതൽ കെയറിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അമ്മ പട്ടിയും കൂട്ടി യങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യങ്ങിന്റെ കയ്യില് പറ്റിയിരുന്ന മുറിവ് ശ്രദ്ധിക്കുന്ന ഹാൻ ആ മുറിവില് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ചെറിയ മുറിവല്ലേ, ഞാനൊരു പോലീസുകാരിയല്ലേ, എനിക്കിതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലെല്ലാം യങ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് യങ് പോയി കഴിയുമ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിനകത്തേക്ക് എത്തുന്ന ഹാൻ അവിടെ നേഴ്സ് ഇരിക്കുന്ന ടേബിളിന്റെ അവിടുത്തെ കലണ്ടറിൽ അടുത്ത മാസത്തെ ഒരു ഡേറ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ആ ഡേറ്റിലാണ് ഹാനിന്റെ മുത്തശ്ശൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരിക. അവൻ ആ ഡേറ്റ് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ ഇനി ഒരു മാസം കൂടി അല്ലേ ഉള്ളൂ എന്ന് നേഴ്സ് ചോദിക്കുമ്പോ അവൻ വലിയ സന്തോഷത്തില് അതെ അത് കഴിയുമ്പോ തിരിച്ചു പോകാലോ എന്ന് മറുപടി പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം നമ്മൾ കാണുന്നത് രാവിലെ തന്നെ ഹാനിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ കൊച്ചു പയ്യൻ ഒരു നായക്കുട്ടി അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതിന് തീരെ വയ്യ, ഞാൻ ചോക്ലേറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് കരയുമ്പോ ഹാൻ അതിനെ പരിശോധിക്കാനായി കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലെ പരിശോധിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവൻ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീഡ് വരവ്. ഹാനിന്റെ സൈക്കിള് റെഡിയാക്കാനായി ഹാൻ അറിയാതെ തന്റെ സൈക്കിളിൽ നിന്ന് സ്പെയർ പാർട്സ് ഒക്കെ യങ് അതിലേക്ക് മാറ്റിയെന്നും പിന്നീട് ഈ ചെയ്ത കാര്യം തന്നെ വലിയ കാര്യമാക്കാതെ ആ സൈക്കിൾ ഓടിച്ച് അവൾ അതിൽ നിന്ന് വീണ് പരിക്കേറ്റപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും നീ കുറച്ചു നാൾ കഴിഞ്ഞ് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പോകാനുള്ളവനാ, അതുകൊണ്ട് അവൾ അങ്ങനെ അവളുടെ കാര്യം പോലും നോക്കാതെ നിന്നെ സഹായിക്കുന്ന രീതിയിൽ നീ അവളുമായി കൂടുതൽ അടുപ്പം ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടെന്ന് ഒരുമാതിരി സംസാരിച്ച് ലീ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് ഹാനിന് വളരെ സങ്കടാവുന്നു. അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ചവൻ അവളെ ഹോസ്പിറ്റലിൽ കാണാനായി പോകുന്നുണ്ട്. കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്, എന്റെ സൈക്കിൾ റെഡിയാക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോന്ന് ചോദിച്ച് ഹാൻ അവളോട് ദേഷ്യപ്പെടാണ്. നിന്റെ കാര്യം നോക്കാതെ വലിയ പോലീസുകാരിയാന്ന് പറഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ലാന്ന് അവൻ ഷൗട്ട് ചെയ്യുമ്പോ ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്താ വല്ല തെറ്റും ചെയ്തോന്ന് അവളും തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല രസത്തിലായിരുന്നില്ല അന്ന് പിരിയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്കാണ് യങ് പോകുന്നത്. പക്ഷെ ഇന്ന് ജോലിക്ക് വരണ്ട, റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് അവളുടെ കൊളീഗ്സ് അവളെ നിർബന്ധിച്ച് കാറിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ നായ്ക്കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഹാനിന്റെ ഹോസ്പിറ്റലിലേക്ക് ആ കൊച്ചു പയ്യൻ എത്തുന്നു. അവൻ അവിടെ ഹാനിനോട് സംസാരിക്കുമ്പോ സംസാര വിഷയമായി യങ്ങും വരുന്നുണ്ട്. യങ്ങും ഹാനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്ന ഈ പയ്യൻ മുന്നേ യങ്ങിനോട് അത് ചോദിച്ചതുപോലെ ഇപ്പോ ഹാനിനോടും ചോദിക്കുന്നു. ഹാൻ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോ എങ്കിൽ ഞാൻ ആന്റിയെ ഫോൺ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് എങ്ങനെ ഫോൺ ചെയ്യുന്നു. കോൾ കണക്ട് ആയ ഉടനെ അവനൊന്നും മിണ്ടാതെ ആ ഫോൺ ഹാനിന് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഒന്ന് സംസാരിച്ച് കാണാനായി. പക്ഷെ ഹാൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പുറത്തെങ്ങ ആ കൊച്ചു പയ്യനാണ് വിളിച്ചതെന്ന് കരുതി അവന്റെ പേരെടുത്ത് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു നിലവിളിയാണ് ഹാൻ കേൾക്കുന്നത്. എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കുന്ന ഹാൻ ഉടനെ തന്നെ എങ്ങനെ അന്വേഷിച്ചു പോകുന്നു. അവൻ റോഡിലൂടെ പോകുമ്പോ ഒരു സ്ഥലത്ത് റോഡിൽ വെച്ചിരുന്ന ബാരിക്കേഡുകൾ ചിതറിക്കിടക്കുന്നത് കാണുന്നു. അവൻ ആ ഭാഗത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു പോലീസ് കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ആ കാറിൽ ഡ്രൈവറും പുറകിലെ പാസഞ്ചർ സീറ്റില് യങ്ങും ഇരിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും ബോധരഹിതരായി കിടക്കാണ്. കാറിന്റെ ഡോറ് തുറക്കാനായി പഠിച്ച പണി 18 ഹാൻ പയറ്റുന്നുണ്ട്. പക്ഷെ നടക്കുന്നേയില്ല. അവൻ ഓടി നടന്ന് എങ്ങനെങ്കിലും ശബ്ദമുണ്ടാക്കി എങ്ങനെ ഉണർത്തിയെടുക്കാനായി നോക്കുന്നു. പക്ഷെ അതും പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ വേഗം തന്നെ ഒരു കല്ലെടുത്ത് ഡോറിന്റെ ചില്ല് തകർക്കാനായി ഒരുങ്ങുന്നു. പക്ഷെ അപ്പോഴാണ് കുട്ടിക്കാലത്ത് ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഹാൻ ഓർക്കുന്നത്. ഹാൻ ആകെപ്പാടെ വളരെ അപ്സെറ്റ് ആവുന്നു. അവൻ പെട്ടെന്ന് പാനിക്കായി ഇവിടെ നിൽക്കാണ്. ഹാന് എങ്ങനെ രക്ഷിക്കും? അതൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. കുട്ടിയായിരുന്ന ഹാൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഈ ഗ്രാമത്തിലെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് വരുന്ന സമയം കാറിൽ യാത്ര ചെയ്യായിരുന്നു. അവരങ്ങനെ വളരെ ഹാപ്പിയായി യാത്ര ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി കാറിന്റെ മുന്നിലേക്ക് ഒരു മാൻ വന്ന് ചാടുന്നത്. അതിനെ ഇടിക്കാതിരിക്കാനായി കാർ ഓടിച്ചിരുന്ന ഹാനിന്റെ അച്ഛൻ വണ്ടി വെട്ടിത്തിരിക്കുമ്പോ അത് നിയന്ത്രണം വിട്ട് സൈഡിലുണ്ടായിരുന്ന വെള്ളക്കെട്ടിലേക്ക് മറിയുന്നു. ഈ കാർ അങ്ങനെ പതിയെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് അതിലൂടെ വന്ന ഒരു കർഷകൻ കാണുന്നുണ്ട്. അദ്ദേഹം കാറിന്റെ അടുത്തേക്ക് എത്തി കാറിന്റെ ഡോറ് തുറന്ന് അകത്തുള്ളവരെ രക്ഷിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോറ് ലോക്കായിരുന്നു. അകത്തെ എല്ലാവരും മയക്കത്തിലായിരുന്നു. പക്ഷെ കാർ പൂർണ്ണമായി മുങ്ങിത്താഴും മുന്നേ അകത്തുണ്ടായിരുന്ന ഹാൻ പതിയെ കണ്ണു തുറക്കുന്നു. ആ കർഷകന് ആദ്യം രക്ഷിക്കാൻ സാധിക്കുന്നത് ഹാനിനെയാണ്. ഹാനിനെ രക്ഷിച്ച കർഷകൻ അദ്ദേഹത്തിന്റെ ട്രാക്ടറിലേക്ക് കൊണ്ടുവന്നിരുത്തുന്നു. അപകടത്തിൽ പെട്ടുവെങ്കിലും ബോധമുണ്ടായിരുന്ന ഹാൻ ആ സമയത്ത് തന്നെ രക്ഷിച്ച കർഷകന്റെ മകളെ കാണുന്നു. ആ പെൺകുട്ടിയാണ് ഇപ്പോഴത്തെ യങ്. അങ്ങനെ ഇതായിരുന്നു യങ്ങിന്റെയും ഹാനിന്റെയും കുട്ടിക്കാലത്തെ ആദ്യ കൂടിക്കാഴ്ച. രണ്ടുപേരും കണ്ടത് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് വെച്ചാണ്. അതേ രീതിയിൽ ഇപ്പോൾ യങ്ങുള്ള കാർ മറിഞ്ഞു കിടക്കുന്നത് കാണുന്ന ഹാൻ പെട്ടെന്ന് പഴയ തന്റെ ലൈഫിൽ നടന്ന ആ ഒരു കാര്യമാണ് തന്റെ ലൈഫിൽ പണ്ട് നടന്ന ആ ഒരു ആക്സിഡന്റ് ആണ് ഓർക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ കാറിന്റെ ചില്ല് പൊട്ടിച്ച് ഡോറ് തുറന്ന് യങ്ങിനെയും കൂടെ ഉണ്ടായിരുന്ന ആളിനെയും റെസ്ക്യൂ ചെയ്യുന്നു. അങ്ങനെ ഹോസ്പിറ്റലില് മയക്കത്തിൽ ഉണ്ടായിരുന്ന യങ്ങിനെ അവൻ കൂട്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് ഈ ആക്സിഡന്റ് വിവരം അറിഞ്ഞ് ലീ എത്തുന്നു. എങ്ങനെയുണ്ടെന്ന് വളരെ വെപ്രാളത്തിൽ
സത്യത്തിൽ ലീ ചോദിക്കുമ്പോ കുഴപ്പമില്ല, മയക്കത്തിലാണെന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് ഹാൻ മറുപടി പറയുമ്പോ ശരി ഇനി നീ പൊക്കോ, ഇനി ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് ലീ അവനോട് പറയുന്നു. കൂടാതെ ഹോസ്പിറ്റലിലേക്കുള്ള പർപ്പസിന് വേണ്ടി യങ്ങിന്റെ ഗാർഡിയന്റെ സ്ഥാനത്ത് നിന്ന് ലീ ആണ് വേണ്ട ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലീ അവിടെ നിന്ന് പോകാൻ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ തന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് തോന്നുന്ന ഹാൻ വെളിയിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അവന് പോകാൻ സത്യത്തിൽ തീരെ താല്പര്യമില്ല. അങ്ങനെ അല്പം കഴിഞ്ഞ് യങ്ങിന് ബോധം വരുന്നു. തന്നെ ഹാനാണ് റെസ്ക്യൂ ചെയ്തതെന്ന് അവൾക്ക് നന്നായി അറിയാം. അവൾ ഹാൻ എവിടെയെന്ന് ലീയോട് ചോദിക്കുമ്പോൾ ഹാൻ പോയെന്നാണ് അവൻ മറുപടി പറയുന്നത്. കൂടാതെ വലിയ കുഴപ്പമൊന്നുമില്ല, മയക്കത്തിൽ നിന്ന് ഉണർന്ന ഡിസ്ചാർജ് ആക്കാന്ന ഡോക്ടർ പറഞ്ഞതെന്ന കാര്യങ്ങളെല്ലാം ലീ യങ്ങിനോട് പറയുന്നു. അങ്ങനെ ഇവരിവിടെ ഡിസ്ചാർജ് ആയി പുറത്തേക്ക് വരുമ്പോ പുറത്തൊരു വണ്ടിയിൽ ഹാൻ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരുന്നതും ലീ അവന്റെ വണ്ടിയിൽ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നതുമെല്ലാം ഹാൻ അവിടെ ഇരുന്ന് കാണുന്നു. അങ്ങനെ യങ് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ഹാനിന് മെസ്സേജ് അയക്കാന്ന് വിചാരിക്കുന്നുണ്ട്, റെസ്ക്യൂ ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ. പക്ഷെ പിന്നീട് അവൾ ടൈപ്പ് ചെയ്ത മെസ്സേജുകളെല്ലാം ഡിലീറ്റ് അടിച്ചിട്ട് എന്ത് അയക്കണമെന്ന് അറിയാതിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അവനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും എന്ത് സംസാരിക്കണമെന്ന് അവൾക്കറിയില്ല. ലീ ആകട്ടെ അവന്റെ കോഫി ഷോപ്പിന്റെ ഫ്രണ്ടിലിരുന്ന് വലിയ ആലോചനയിലാണ്. ഹാൻ താൻ പോകാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയെങ്കിലും വീട്ടിലേക്ക് പോവാതെ അവിടെ വണ്ടിയിൽ യങ് ഡിസ്ചാർജ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നതും തങ്ങൾ ഒന്നിച്ച് വണ്ടിയിൽ വരുന്നതെല്ലാം അവൻ നോക്കിയിരുന്നതുമെല്ലാം ലീയും കണ്ടിട്ടുണ്ടായിരുന്നു. തനിക്ക് യങ്ങിനോട് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഹാനും യങ്ങിനോട് ഇഷ്ടമാണെന്ന് തന്നെ ഇപ്പോൾ ലീക്ക് മനസ്സിലാകുന്നു. ഇതേസമയം ഹാനും ആകെ മനസ്സ് അസ്വസ്ഥമായി വീട്ടിലിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് യങ് പോകുന്നുണ്ട്. പക്ഷെ ഇന്നെന്തിനാ ജോലിക്ക് വന്നതെന്ന് ചോദിച്ച് അവളുടെ കോളീഗ്സ് അവളോട് സംസാരിക്കുമ്പോൾ എന്റെ കാലിനിപ്പോ യാതൊരു കുഴപ്പമില്ല, വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കില്ലേന്ന് യങ് മറുപടി പറയുന്നു. യങ്ങിന്റെ കൊളീഗായ കുറച്ച് സീനിയർ ആയ ഒരു പോലീസുകാരൻ യങ്ങിനെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ ജോലിക്ക് വന്നതിന് വഴക്ക് പറയുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് യങ് പുറത്തേക്ക് പോകുന്നു. ഇത് കേൾക്കുന്ന യങ്ങിന്റെ മറ്റൊരു കൊളീഗ് സാർ എനിക്ക് പെടലി വേദന എടുക്കുന്നു, ഞാൻ വേണമെങ്കിൽ ലീവ് എടുക്കാന്ന് പറയുമ്പോൾ സീനിയർ തുറച്ചു നോക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് യങ് നേരെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ നേഴ്സ് എങ്ങനെ കാണുമ്പോൾ മുന്നേ കൊളീഗ്സ് വഴക്ക് പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാതെ ജോലിക്ക് വന്നതിന് വഴക്ക് പറയുമ്പോൾ ഇന്ന് ഈ ഐസ്ക്രീം കഴിക്കുന്നു പറഞ്ഞ് യങ് അവർക്ക് ഐസ്ക്രീം കൊടുക്കുന്നു. തന്റെ കാലിന് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് യങ് അവിടെയെല്ലാം ഹാനിനെ നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിരാശയോടെ വെളിയിലേക്ക് ഇറങ്ങുന്ന യങ് അവന് വാങ്ങിച്ചോണ്ട് വന്ന ഐസ്ക്രീമും സൈക്കിളിൽ എടുത്തു വെക്കുന്നു. അങ്ങനെ സൈക്കിളിൽ ചവിട്ടി യങ് പോകുന്ന ഇതേ സമയം ഹാൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ശവക്കല്ലറയുടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. തിരിച്ചവൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയം റോഡിൽ വെച്ച് യങ്ങിനെ കാണുന്നു. യങ് ഹാനിനെ കാണുമ്പോൾ തന്നെ വണ്ടി നിർത്തി സംസാരിക്കാനായി റെഡിയാകുന്നു. ഹാനും യങ്ങിന്റെ അടുത്ത് വണ്ടി നിർത്തി ഇറങ്ങി വന്ന് കാലെങ്ങനെയുണ്ടെന്നെല്ലാം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന അവൾ തന്നെ കഴിഞ്ഞ ദിവസം സേവ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയുന്നു. പക്ഷെ അതിന് ഹാനിന് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുന്നേ അവനൊരു ഫോൺ കോൾ വരാണ്. കട്ട് ചെയ്ത ശേഷം അല്പം തിരക്കുണ്ട്, പോകട്ടെ എന്ന് പറഞ്ഞ് ഹാൻ അവിടെ നിന്ന് പോകുന്നു. ഹാനോട് നന്നായി ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയില് യങ് അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീയുടെ വരവ്. യങ്ങിനെ ഇങ്ങനെ സൈക്കിളിൽ കണ്ടപാടെ അവന്റെ വണ്ടിയിലേക്ക് സൈക്കിൾ എടുത്തിട്ട് യങ്ങിനെ അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ലീയുടെ കൂടെ യങ് പോകുന്നത് ഇവരുടെ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. ആ മീറ്റിംഗില് രണ്ട് ചേരിയായി തിരിഞ്ഞ് അവിടെ നടത്താൻ പോകുന്ന കോമ്പറ്റീഷന് ഏത് വെന്യൂ സെലക്ട് ചെയ്യണോ എന്ന കാര്യത്തില് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് പോകുമ്പോ അത് കണ്ടിരുന്ന യങ് രണ്ടു കൂട്ടരുടെയും പക്ഷത്ത് നിൽക്കാതെ അവിടുത്തെ പോലീസുകാരി എന്ന രീതിയിൽ വഴക്ക് നിർത്താനായി ഇടയിൽ കയറുന്നു. പക്ഷെ വഴക്കിടുന്നവര് യങ്ങിനെ ഗവനിക്കാതെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. അവള് വീണ്ടും ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോ അവർ യങ്ങിനെ വളരെ ഹർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. യങ് ഒരു അനാഥയാണ്, എന്നിട്ട് ഇവക്ക് എന്ത് ഇത്ര അഹങ്കാരം എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന യങ്ങിന് വളരെ ഫീൽ ആകുന്നു. കാരണം ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം അവളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് അവൾ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരു പോലീസുകാരി ആയിരുന്നിട്ടും ആ രീതിയിൽ മാത്രം നിൽക്കാതെ എല്ലാവരുടെയും കൂടെ വളരെ സഹകരിച്ച് എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും സഹായിച്ച് അവൾ നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് അറിയുന്ന അവൾക്ക് വളരെ സങ്കടാവുന്നു. ഇതേ ടീം കോള് വന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന ഹാൻ അവിടെ ഒരു മുത്തശ്ശനെ കാണുന്നു. ആ മുത്തശ്ശനാണ് ഫോൺ ചെയ്തത്. ആ മുത്തശ്ശന്റെ പശുവിന് തീരെ വയ്യ. അതിനെ പരിശോധിക്കുന്ന ഹാൻ അത് 2-3 ദിവസത്തില് ഉറപ്പായും മരിക്കുമെന്ന് പറയുന്നു. തന്റെ പശു വളരെ വേദന സഹിച്ചാണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് 2-3 ദിവസത്തിൽ മരിക്കുമെങ്കിൽ അത്രയും ദിവസം കൂടി അത് വേദന തിന്നുന്നത് കാണാൻ തനിക്ക് വയ്യ. അതിന് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ആ വേദന ഇല്ലാതാക്കി അങ്ങ് കൊന്നേക്കാനായി മുത്തശ്ശൻ ആവശ്യപ്പെടുന്നു. അത് ഹാനിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിലും മുത്തശ്ശൻ ആ പശുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതിങ്ങനെ വേദന തിന്നുന്നത് സഹിക്കാനാവാതെ ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന അവൻ എന്ത് ചെയ്യണമെന്ന് ടൗണിലുള്ള അവന്റെ കൊളീഗിനെ വിളിച്ച് ചോദിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്ക്, ആ പശു എന്തായാലും മരിക്കുമല്ലോ, അപ്പൊ അതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമാണിത്. 2-3 ദിവസത്തെ ആ വേദനയില്ലാതെ അതങ്ങ് പോകട്ടെ എന്ന് കൊളീഗ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പശുവിനെ കൊല്ലാനുള്ള മരുന്നും എടുത്തുകൊണ്ട് ഹാൻ അങ്ങോട്ടേക്ക് വരുന്നു. ഹാൻ അപ്പോഴും അതിനെ കൊല്ലാൻ യാതൊരു താല്പര്യമില്ലെങ്കിലും അത് തന്നെ ആ മുത്തശ്ശന് വേണ്ടി അവൻ ചെയ്യുന്നു. മുത്തശ്ശനും പശു തന്റെ മുന്നിൽ ഇങ്ങനെ മരിക്കുന്നത് കണ്ട് ആകെ
സങ്കടത്തിലാവുന്നുണ്ട്. പിന്നീട് ഹാനിനോട് മുത്തശ്ശൻ സംസാരിക്കുമ്പോൾ ഹാനിന്റെ മുത്തശ്ശനും ഈ മുത്തശ്ശനും സുഹൃത്തുക്കളാണെന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കുട്ടിക്കാലത്ത് ഹാനിനെ കണ്ടിട്ടുള്ള കാര്യമെല്ലാം പറയുന്ന മുത്തശ്ശൻ യങ്ങിന്റെ കാര്യം എടുത്തിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ പോലീസുകാരിയായ ഈ യങ് തന്റെ പണ്ടത്തെ കളിക്കൂട്ടുകാരിയായിരുന്നു എന്ന കാര്യം ഹാൻ മനസ്സിലാക്കുന്നത്. അവൻ ഈ ഗ്രാമത്തിൽ വന്ന് ഇത്രയും ദിവസങ്ങളായി ഈ ഗ്രാമത്തിൽ അവൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും മിണ്ടിയിട്ടുള്ളതും ഒക്കെ യങ്ങിനോടുമാണ്. പക്ഷെ എന്നിട്ട് പോലും ഇവളാണ് പണ്ടത്തെ തന്നെ കൂട്ടുകാരി എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ മുത്തശ്ശൻ പറഞ്ഞത് അറിയുന്ന അവൻ ആകെപ്പാടെ ഷോക്കാവുന്നു. അവൻ അവിടെ നിന്ന് നേരെ മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് തിരിച്ച് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറാതെ അവൻ വീണ്ടും നടന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ നടക്കുന്ന സമയത്തെല്ലാം കുട്ടിക്കാലത്ത് തന്റെ കൂട്ടുകാരിയായിരുന്ന യങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെല്ലാം അവൻ ആലോചിക്കായിരുന്നു. അന്ന് ആ അപകടത്തിൽപ്പെട്ട് തന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ശേഷം പിന്നീട് താൻ ഹാപ്പി ആയിട്ട് ഇരുന്നത് യങ്ങിന്റെ പ്രസൻസിൽ മാത്രമാണ്. അവളായിരുന്നു തന്റെ വലിയൊരു മോറൽ സപ്പോർട്ട് എന്ന കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നു. ഈ ഗ്രാമത്തില് അങ്ങനെ അച്ഛന്റെ അമ്മയുടെ മരണശേഷം അവൻ കുറച്ചുനാള് സ്റ്റേ ചെയ്തെങ്കിലും പിന്നീട് ടൗണിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവളുമായുള്ള കോണ്ടാക്റ്റും അവന് മുറിഞ്ഞു പോയതാണ്. പോകുന്നതിന് മുന്നേ അവൻ ഒരു ബുക്ക് അവൾക്ക് സമ്മാനിച്ചിരുന്നു. ആ ഒരു ബുക്കിൽ നമ്മൾ എന്നും ഫ്രണ്ട്സ് ആയിരിക്കും, മറക്കത്തില്ല എന്ന രീതിയിൽ അവൻ കോട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ബുക്ക് ഇപ്പോഴും യങ് തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഹാൻ അറിയില്ലല്ലോ. ഹാൻ അങ്ങനെ നടന്ന് ആ ഒരു മനോഹരമായ വെള്ളക്കെട്ടിന്റെ അവിടേക്ക് ചെല്ലുന്നു. ഈ ഒരു സ്ഥലത്താണ് ഗ്രാമത്തിലെത്തിയ ആദ്യ ദിവസം രാത്രി നടന്നു വരുന്ന സമയം യങ്ങിനെ ഹാൻ കണ്ടതും. ഇപ്പോഴും അതേ സ്ഥലത്ത് അവൻ എത്തുമ്പോൾ അവിടെ യങ്ങുണ്ടായിരുന്നു. അവൾ പക്ഷെ മുന്നേ ആ മീറ്റിംഗിനിടയിൽ അവൾക്ക് നേരിടേണ്ടി വന്ന ആ അപമാനമോർത്ത് ആകെ സങ്കടത്തിലിരിക്കുകയാണ്. സത്യത്തിൽ അവരെല്ലാവരും ഇവളെ അപമാനിച്ച് സംസാരിച്ചതിനേക്കാൾ ഇവരൊക്കെ തന്നെ ഇങ്ങനെയാണല്ലോ കരുതുന്നത്, തനിക്ക് ഇവരോടുള്ളതിന്റെ ഒരംശം പോലെ സ്നേഹം ഇവർക്ക് തന്നോടില്ലല്ലോ എന്ന ആ ഒരു സങ്കടമായിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നത്. അവൾ അവിടെ ഇരിക്കുന്നത് കണ്ട് ഹാൻ അവളെ തന്നെ നോക്കുന്നു. ഇത്രയും ദിവസം ഹാനിനെ യങ് ഇവിടുത്തെ ഒരു പോലീസുകാരിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവള് തന്റെ കൂട്ടുകാരിയാണല്ലോ എന്ന കാര്യം കൊണ്ടാണ് അവനിപ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുന്നത്. പക്ഷെ താൻ ആരാണ് എന്നത് ഹാൻ ഇപ്പോൾ അറിഞ്ഞു എന്ന കാര്യം പോലും എങ്ങനെ അറിയില്ല. അവൾ അങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയം അങ്ങനെ കുട്ടിക്കാലത്ത് ഒന്നിച്ച് ഒരുപാട് നേരം വന്നിരുന്ന് ചെലവഴിക്കാറുണ്ടായിരുന്ന ആ വെള്ളക്കെട്ടിന്റെ അവിടെ വെച്ച് ഹാൻ യങ്ങിനെ കാണുന്നു. ഇപ്പോൾ ഹാന് യങ് തന്റെ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അവൻ ആ കാര്യം മനസ്സിലായെന്ന് യങ്ങിനും മനസ്സിലാവുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ യങ് അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചു പയ്യനെ വിളിക്കാനായി വരുമെന്ന് കണക്ക് കൂട്ടി തന്റെ വീടിന്റെ മുന്നിൽ ഹാൻ റെഡിയായി നിൽപ്പുണ്ട്. പക്ഷെ ഏറെ നേരം വെയിറ്റ് ചെയ്തിട്ടും യങ് അങ്ങോട്ടേക്ക് വിളിക്കാനായി വന്നില്ല. യാദൃശികമായി എല്ലാ ദിവസവും ഇവിടെ വെച്ച് യങ്ങിനെ കാണാറുള്ളത് പോലെ ഇന്നും കാണാമെന്നായിരുന്നു അവൻ കരുതിയത്. യങ് ആകട്ടെ ഇന്ന് ആ കൊച്ചു പയ്യന് സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് തന്നെ രാവിലെ ഹാനിനെ കാണാൻ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് അപ്സെറ്റ് ആയിരിക്കായിരുന്നു. അങ്ങനെ പിന്നീട് ഹാൻ വെറ്റിനറി ഹോസ്പിറ്റലിലുള്ള സമയം അവിടേക്ക് അപ്പുറത്തെ ആ കൊച്ചു പയ്യൻ അവന്റെ ഒരു ഫ്രണ്ടുമായി വരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം വളരെ സങ്കടത്തിലാണ്. ഇവനും നല്ല വിഷമത്തിലാണ്. കാര്യം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുയൽക്കുട്ടി വയ്യാതിരിക്കുകയാണ്, അതിന് ഡയറിയ പിടിച്ചു, ഒന്ന് നോക്കണം, അത് മരിച്ചു പോകുന്നൊക്കെ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു എന്നെല്ലാം പിള്ളേര് പറയുമ്പോ ഹാൻ അതിനെ പരിശോധിക്കുന്നു. ആ സമയത്ത് ഈ രണ്ട് പിള്ളേരും വളരെ ടെൻഷനിലിരിക്കുകയാണ്. പരിശോധിച്ച ശേഷം ഹാൻ എന്ത് ഫുഡാ മുയൽക്കുട്ടിക്ക് കൊടുത്തത്, പതിവായി കൊടുക്കാത്തതായി എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഓറഞ്ച് കൊടുത്തായിരുന്നു, പക്ഷെ അതങ്ങനെ കൊടുക്കാറുള്ളതല്ല, ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയതാണെന്ന് ആ കുട്ടി പറയുമ്പോൾ എന്തായാലും അത് വയറ്റി പിടിക്കാത്തതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ വന്നത്, ഇനി ഓറഞ്ച് ഒന്നും കൊടുക്കണ്ട, കുറച്ചു നാളത്തേക്ക് ഗ്രാസ് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാരറ്റ് കൊടുത്താൽ മതി എന്ന് ഹാൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ ഡയേറിയ നിൽക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത മുയൽക്കുട്ടിയെ തിരിച്ച് ആ പെൺകുട്ടിക്ക് ഹാൻ കൊടുക്കുമ്പോൾ അവൾ അതിനെയും കൊണ്ട് വളരെ സന്തോഷത്തിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ പയ്യനോട് ഒരു താങ്ക്സ് പോലും പറയാതെ പോകുന്നു. അവന്റെ മുഖത്ത് നല്ല സങ്കടം കാണുന്ന ഹാൻ കാര്യം തിരക്കുമ്പോ എന്റെ ഗേൾ ഫ്രണ്ട് അത്, പക്ഷെ എന്നോട് എന്തോ പിണക്കുവാ, പണ്ടത്തെ പോലെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല, കാര്യം ചോദിച്ചിട്ട് പറയുന്നില്ല എന്നാ പയ്യൻ പറയുമ്പോ അത് സാരമില്ല, നീയും കൂടുതലും മൈൻഡ് ചെയ്യാൻ പോകണ്ട, അപ്പൊ കാര്യം മനസ്സിലാവുമെന്ന് ഹാൻ ആ പയ്യനെ ഉപദേശിക്കുന്നു. പക്ഷെ പിന്നീട് ഈ പയ്യൻ പുറത്തേക്ക് പോകുമ്പോ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തുന്ന അവൻ അവിടെ യങ്ങിനെ കാണുന്നു. അങ്ങനെ യങ്ങിനോട് സംസാരിക്കുന്ന കൂട്ടത്തില് ഇങ്ങനെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്ന് പറയുന്നവൻ അവന്റെ ഫ്രണ്ടിന്റെ കാര്യവും പറയുന്നുണ്ട്. ആ ടീം നീ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതായിരിക്കും അവളിങ്ങനെ പിണക്കം കാണിക്കുന്നതെന്ന് പറഞ്ഞ് അതിന് സോറി ചോദിക്കാനായി ആ പയ്യനെ ഉപദേശിക്കുകയാണ്. യങ്ങുമായി വളരെ കൂട്ടായവൻ യങ് സോറി ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ സോറി പോയി ചോദിക്കുന്നു. പക്ഷെ അപ്പോഴും പ്രശ്നം മാറുന്നില്ല. കൂടുതൽ ആ പെൺകുട്ടി ഇവനോട് പിണങ്ങുകയാണ് ഉണ്ടാകുന്നത്. അവൻ ആ കാര്യം പിന്നീട് ഹാനിനോട് വന്ന് പറയുമ്പോ നീ എന്തിനാ പോയി സോറി പറഞ്ഞത്, ഞാൻ നിന്നോട് മൈൻഡ് ചെയ്യേണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ഹാൻ ചോദിക്കുന്ന ടീം അത് പിന്നെ യങ് എന്നോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ ചേട്ടൻ പറയുന്ന കേട്ടാ മതിയായിരുന്നു, ചേട്ടനെ പോലെ ഇങ്ങനെ പ്രണയത്തിൽ എക്സ്പീരിയൻസ് ഒന്നും ആ ചേച്ചിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചേച്ചി പറഞ്ഞ ഐഡിയ ഏക്കാഞ്ഞതെന്ന് ആ പയ്യൻ പറഞ്ഞ് ഇനി മുതൽ താൻ മൈൻഡ് ചെയ്യാതെ ജാടയിലിട് നടന്നോളാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാവശ്യത്തിന് പുറത്തേക്ക് പോകുന്ന ഹാൻ റോഡിൽ വെച്ച് യങ്ങിനെ കാണുന്നു.
അവൻ വണ്ടി നിർത്തി യങ്ങിനോട് സംസാരിക്കാനായി പോകുന്നുണ്ട്. യങ്ങും ഹാനിനെ കണ്ട് വളരെ ഹാപ്പി ആകുന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് എന്നെ രക്ഷിച്ചതിനൊന്ന് താങ്ക്സ് പോലും പറയാൻ ഇതുവരെ പറ്റിയില്ലല്ലോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീയുടെ വരവ്. അവൻ വന്നപാടെ അവന് തന്നെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് താൻ യങ്ങിനോട് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നറിയാവുന്ന ഹാൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യങ്ങും ലീയും ഇരുന്ന് സംസാരിക്കുന്ന ടൈം അവൻ എന്റെ പണ്ടത്തെ സുഹൃത്തായിരുന്നു എന്ന കാര്യം അവനിപ്പോ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം, ഒന്ന് മര്യാദയ്ക്ക് അതിനുശേഷം അവനോട് സംസാരിക്കാൻ പോലെയുള്ള സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല എന്നെല്ലാം യങ് സങ്കടപ്പെടുമ്പോ അത് തീരെ ഇഷ്ടപ്പെടാത്ത ലീ അത് കേൾക്കാൻ താല്പര്യപ്പെടാതെ വിഷയം മാറ്റുന്നു. ഞാൻ ഇന്ന് ടൗണിലേക്ക് പോകുന്നുണ്ട്, നീ കൂടെ വരുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. ഇതേ ടീം ഹോസ്പിറ്റലിലേക്ക് എത്തി യങ്ങിന്റെ കാര്യം തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഹാൻ. കൂടെയുള്ള നേഴ്സ് ഒരു ആവശ്യത്തിനും പുറത്തു പോയതുകൊണ്ട് അവൻ ഇപ്പോ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് സുഹൃത്തിന്റെ ഫോൺ കോൾ വരുന്നു. ടൗണിൽ അവന്റെ കൂടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ആ ഡോക്ടർ ഫ്രണ്ട് ആണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഗ്രാമത്തിലുള്ള ഒരു പെണ്ണ് കാരണം ഞാൻ ശരിക്കും പാടുപെടുകയാണെന്നെല്ലാം ഹാൻ യങ്ങിന്റെ കുറ്റം പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. ഇപ്പോഴും ആ പെണ്ണിന്റെ ഉപദ്രവം ഉണ്ടോന്നെല്ലാം സുഹൃത്ത് ചോദിക്കുമ്പോ സത്യത്തിൽ അത് ഉപദ്രവമൊന്നും അല്ലടാ, അതെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായതെന്ന് ഹാൻ ഫ്രണ്ടിനോട് പറയുന്നു. അങ്ങനെ ഹാൻ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നേ ആ കൊച്ചു പയ്യന്റെ കൂടെ മുയലിനെ കാണിക്കാനായി ഹോസ്പിറ്റലിലേക്ക് വന്ന പെൺകുട്ടി ഓടി വരുന്നത്. അവൾ വളരെ വെപ്രാളത്തിൽ ഓടി വന്ന് അവളുടെ ഫ്രണ്ടിനെ കാണുന്നില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഇല്ല, എന്നോട് ഇനി മിണ്ടില്ല എന്നും പറഞ്ഞ ലാസ്റ്റ് ഞാൻ കണ്ടപ്പോ പോയത് ഇവിടെ കാണാൻ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. താൻ പറഞ്ഞു കൊടുത്ത ഐഡിയ പ്രകാരം ഈ പെൺകുട്ടിയെ അവൻ മൈൻഡ് ചെയ്യാതെ നടന്നപ്പോ ആ പെൺകുട്ടി അവനെ അന്വേഷിക്കുന്നത് കണ്ടില്ലേന്ന് ഹാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പയ്യൻ മിസ്സിംഗ് ആണെന്ന കാര്യം ഇവരറിയുന്നത്. അങ്ങനെ ആ പയ്യന്റെ അമ്മ അവന്റെ മിസ്സിംഗ് കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് പ്രകാരം യങ്ങും പോലീസുകാരും ആ പയ്യനെ അന്വേഷിച്ചിറങ്ങുന്നു. ഇതറിഞ്ഞ് ഹാനും യങ്ങിന്റെ കൂടെ അന്വേഷിക്കാൻ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അന്വേഷിച്ചു നടന്ന് ഒടുക്കം ആ പയ്യൻ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടുന്നു. തുടർന്ന് ഹാനിന്റെ വണ്ടിയിൽ യങ്ങിനെ കൂട്ടി ഹാൻ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഞാൻ അവന് പറഞ്ഞു കൊടുത്ത ഐഡിയ ചെയ്ത് അത് അവൻ ഇങ്ങനെ വർക്കൗട്ട് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ പെൺകുട്ടി ഇപ്പോ പഴയതുപോലെ വലിയ കൂട്ടില്ലാത്തതുകൊണ്ട് നീ അവളെ അങ്ങനെ മൈൻഡ് ചെയ്യണ്ട, അപ്പൊ അവള് നിന്നോട് മിണ്ടൂന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അതിനിങ്ങനെ ഒളിച്ചിരിക്കാനായിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു എന്നെല്ലാം ഹാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ആ പയ്യനുള്ള സ്ഥലത്തെത്തി അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന ടൈം യങ് ആ പയ്യന്റെ കൂടെ ഇരിക്കുന്നത് മിററിലൂടെ ഹാൻ ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ അവൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ വെള്ളക്കെട്ടിന്റെ അവിടെ വെച്ച് യങ്ങും ഹാനും കണ്ടുമുട്ടിയിരുന്നല്ലോ. ആ ടീം നീയാണ് എന്റെ ആ പഴയ കൂട്ടുകാരി എന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്ന് ഹാൻ യങ്ങിനോട് പറയുന്നു. ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ, എന്താ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലാവാഞ്ഞതെന്ന് യങ് ചോദിക്കുമ്പോ നീ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഹാൻ പറയുന്നു. തന്റെ മുഖത്തൊക്കെ വന്ന മാറ്റമാണെന്ന് കരുതി യങ് അവളുടെ കവിളിലൊക്കെ പിടിച്ചു നോക്കുമ്പോ അതല്ല ഞാൻ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടുന്നു. ആ സമയം യങ് എന്നാ ശരി ഞാൻ പോട്ടെ, മഴ വരുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാതെ മുന്നോട്ട് നടന്നു പോകുന്നു. അവൾ പോയി കഴിഞ്ഞാണ് ഹാനിന് ഒരു മഴക്കാർ പോലും ഇല്ലല്ലോ, പിന്നെ ഇവളെന്താ സംസാരിക്കാതെ മഴ വരുന്നു എന്ന് പറഞ്ഞ് പോയതെന്ന് സംശയം തോന്നുന്നു. എന്തായാലും തന്നോട് സംസാരിക്കാതെ പോയതാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവൻ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയം ആ കൊച്ചു പയ്യന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടാക്കിയിട്ട് യങ് തിരിച്ചു വരുന്നു. കൂട്ടുകാരിയെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ വീട് വിട്ടിറങ്ങി പോയതിന് അവനിട്ട് കണക്കിന് നല്ലത് മുത്തശ്ശി അമ്മയും കൊടുത്തുവെന്ന് യങ് ഹാനിനോട് പറയുന്നു. എന്തായാലും നിങ്ങളുടെ ഐഡിയ കൊള്ളാം, വലിയ മൈൻഡില്ലാത്ത ഗേൾ ഫ്രണ്ടിനെ മൈൻഡ് ആക്കാനായിട്ട് ഇതുപോലെ എല്ലാ ആൾക്കാരും ചെയ്യാൻ തുടങ്ങിയാൽ നല്ല രസമായിരിക്കും, നല്ല ലവ് ടെക്നിക് എന്ന് കളിയാക്കി യങ് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോ ഹാൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അതിനുശേഷം അവളോട് കുട്ടിക്കാലത്ത് ഈ ഗ്രാമത്തിലുള്ളതിനെ പറ്റി എനിക്കുള്ള ഒരേ ഒരു നല്ല ഓർമ്മ അത് നിന്റെ കൂടെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എന്നിട്ടും ഞാൻ നിന്നെ മറന്നു, നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായതേയില്ല, കൂടാതെ ഞാൻ നിന്നെ അന്വേഷിക്കാനും തിരികെ വന്ന ശേഷം ശ്രമിച്ചില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല, സോറി എന്ന് ഹാൻ പറയുന്ന ടീം അത് സാറില്ല ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് യങ് പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ ഒരു മിനിറ്റ് നിൽക്കെന്ന് പറഞ്ഞ് ഹാൻ അകത്തേക്ക് ഓടിപ്പോയി അവന്റെ സൈക്കിൾ എടുത്തോണ്ട് വരുന്നു. എങ്ങനെ ഇനി തിരിച്ചു പോകണ്ടേ, ഇപ്പൊ ഈ കൊച്ചു പയ്യനെ കൊണ്ടാക്കാനായി വന്നിരിക്കുന്നത് അവന്റെ വീട്ടിലല്ലേ. ഈ പയ്യന്റെ വീടും ഹാന്റെ വീടും തൊട്ട് അടുത്തടുത്താണ്, അതുകൊണ്ട് ഇനി എങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ചു പോകണം. അവന്റെ സൈക്കിൾ കൊടുത്തിട്ട് ഇതിൽ പോയില്ലെന്ന് ഹാൻ ചോദിക്കുമ്പോഴാണ് എന്തിനാ ഇപ്പോ ഇത് കൊടുത്തു വിട്ട് ഒറ്റയ്ക്ക് വിടുന്നത്, താൻ തന്നെ കൊണ്ടാക്കാലോ എന്ന് കരുതി അവൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ കൊണ്ടാക്കാന്നും പറഞ്ഞ് സൈക്കിളിൽ കയറാനായി തുടങ്ങുമ്പോ സാരയില്ല ഞാൻ പൊക്കോളാന്നും യങ് പറയുന്നു. ശരി സേഫ് ആയിട്ട് പോയിട്ട് വാന്നും പറഞ്ഞ് ഹാൻ യങ്ങിനെ യാത്രയാക്കുന്നു. എന്നിട്ടും പോവാതെ വളരെ കാര്യമായി അവളെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിനുശേഷം കൂടെ വരണമെന്നുണ്ട്, പക്ഷെ അത് പറ്റില്ലല്ലോ എന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം അവൻ അകത്തേക്ക് കയറി പോകുന്നത് പോലെ പോകുന്നു. അത് കാണുന്ന യങ്ങിനും മനസ്സിലാവുന്നുണ്ട്. അവളും വളരെ ഹാപ്പി ആവുന്നു. ഇവിടെ വന്നപ്പോഴത്തെ പോലെയല്ല ഇപ്പോ ഹാൻ ഈ ഒരു ഗ്രാമവും ഇവിടുത്തെ ആളുകളെയും ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നോടുള്ള അവന്റെ അപ്രോച്ചും പണ്ടത്തെ പോലെ ഇഷ്ടമില്ലാത്തതല്ല, അവനും തന്നെ വളരെ കാര്യമായിട്ടാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന കാര്യം അവളിൽ വളരെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു. രാവിലെ തന്നെ ഒരു ഫാമിലേക്ക് അവിടുത്തെ മൃഗങ്ങളെ നോക്കാനായി പോയിരിക്കുന്ന ഹാനിനെയാണ്. ഹാൻ അവിടെ നിൽക്കുന്ന സമയം അവിടുത്തെ ചില ജോലിക്കാരികൾ കഴിഞ്ഞ ദിവസം ഗ്രാമത്തിലെ മീറ്റിംഗ് കൂടിയപ്പോൾ നടന്ന വഴക്കിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അത് കേൾക്കുന്ന ഹാനിന് ആ മീറ്റിംഗിന്റെ ഇടയിൽ ഒരു സ്ത്രീ
സ്ത്രീ എങ്ങനെ വളരെയധികം അപമാനിച്ച് സംസാരിച്ചു എന്ന കാര്യം മനസ്സിലാവുന്നു. ആ സ്ത്രീ മറ്റാരുമല്ല, അന്ന് മോഷണത്തിന് പിടികൂടിയ ആ പയ്യന്റെ അമ്മയാണ്. അങ്ങനെ അതെല്ലാം കേട്ട് ഹാൻ അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങാനായി തുടങ്ങുമ്പോ അങ്ങോട്ടേക്ക് മുന്നേ പറഞ്ഞ ആ ഒരു കള്ളന്റെ അമ്മ ഹാന്റെ അടുത്തേക്ക് എത്തുന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന ഇവരുടെ അമ്മയുടെ വളർത്തുമൃഗത്തിന് തീരെ വയ്യ, അതുകൊണ്ട് ഒന്ന് പോയി പരിശോധിക്കണമെന്നാണ് അവർ ഹാനിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഹാനിന് പക്ഷെ ഇവരെ സഹായിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് കുറച്ച് ദൂരെയല്ലേ, ഞാനിപ്പോ അങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അത് ഒഴിയാനായി നോക്കുന്നു. അപ്പോൾ അതുവഴി വരുന്ന യങ് അത് കേൾക്കുകയും യങ് ഹാനിനോട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകാനായി ഒരു ഷോർട്ട് കട്ട് തനിക്കറിയാം, അതുവഴി പോയി പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഹാൻ യങ്ങിനെ മാറ്റി നിർത്തി, അത് വേണോ? ഈ സ്ത്രീയെ നിനക്കറിയാലോ, ഇവർ വളരെ സ്വാർത്ഥത പിടിച്ച ഒരു സ്ത്രീ, അവർക്ക് കാര്യം കാണണോ എന്ന ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കൂടാതെ ഇവര് നിന്നെ അപമാനിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇവരെ നമ്മളെ സഹായിക്കേണ്ട എന്നെല്ലാം ഹാൻ പറയുന്നുണ്ടെങ്കിലും ആ മൃഗത്തിന്റെ കാര്യം ആലോചിച്ച് നോക്ക്, ഇവരുടെ കാര്യം ആലോചിക്കുക വേണ്ട, അതിനെ ഓർത്തെങ്കിലും പോയി ട്രീറ്റ് ചെയ്തിട്ട് വരാമെന്ന് യങ് അപ്പോഴും വളരെ കാര്യമായി സംസാരിക്കുന്നു. അങ്ങനെ ഹാൻ യങ് പറഞ്ഞതുകൊണ്ട് മാത്രം ആ മൃഗത്തിനെ നോക്കാനായി യങ്ങിന്റെ കൂടെ ഗ്രാമത്തിലേക്ക് യാത്രയിരിക്കുന്നു. അങ്ങനെ യങ് പറഞ്ഞു കൊടുത്ത ഷോർട്ട് കട്ടിലൂടെ ഹാൻ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെ ആ മുത്തശ്ശിയുടെ നായ്ക്കുട്ടിയായിരുന്നു ഹാനിനെ ട്രീറ്റ് ചെയ്യാനായി ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുത്തശ്ശി അവരുടെ സന്തോഷത്തിന് ഹാനിന് ഒരു കെട്ട് കൊടുക്കുന്നു. അതെന്താണെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് അതിൽ ചോളമാണുള്ളതെന്ന് കാണുന്നത്. രണ്ടുപേരും അതെടുത്ത് കഴിക്കുന്നു. തിരിച്ചു വേഗം തന്നെ പോകാനായി വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ടയർ പഞ്ചറായിരിക്കുന്നത് കാണുന്നത്. അത് കണ്ട് ഇനി എങ്ങനെ പോകുമെന്ന് ഹാൻ ആകെ ടെൻഷൻ ആകുമ്പോൾ ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും കാണും, നമുക്ക് അവിടെ പോയി റെഡിയാക്കാമെന്ന് യങ് പറയുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിക്കഴിയുമ്പോൾ അത് വെറും ഒരു പഞ്ചറല്ല, ടയർ നന്നായി തന്നെ കീറിപ്പോയിട്ടുണ്ട്. അതൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കാനായി ഏകദേശം 1-2 മണിക്കൂർ ആകുമെന്ന് മെക്കാനിക്ക് പറയുന്നു. അങ്ങനെ അത്രയും നേരം ബോറടിച്ചിരിക്കാതിരിക്കാനായി അവിടെ അടുത്തുള്ള ബീച്ചിലേക്ക് യങ്ങും ഹാനും പോകുന്നു. വളരെ മനോഹരമായ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. ഇവിടേക്ക് ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഈ മനോഹരമായ വ്യൂ മിസ് ചെയ്തേനെന്ന് ഹാൻ യങ്ങിനോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ആ ബീച്ചിൽ വളരെ ഹാപ്പിയായി സമയം ചെലവഴിക്കുന്നു. പിന്നീട് വണ്ടി റെഡിയായി കിട്ടി. അതിൽ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇവരുടെ വണ്ടിയെ വളരെ സ്പീഡിൽ ഒരു കാർ ക്രോസ് ചെയ്ത് പോകുന്നു. ആരെ ഇത്രയും സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് അത് കണ്ട് യങ് പറയുന്നുണ്ട്. പക്ഷെ ആ വണ്ടി ഇവരുടെ ഗ്രാമത്തിലേക്കായിരുന്നു എന്ന് ഇവർ കരുതിയിരുന്നില്ല. ഇവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് അവിടെ അതേ വണ്ടി രണ്ടുപേരും വീണ്ടും കാണുന്നത്. അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വരികയും അവൾ ഹാനിനോട് സംസാരിക്കാനായി നിൽക്കുകയും ചെയ്യുന്നു. ഹാൻ ആ പെൺകുട്ടിയെ കണ്ട് അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ മാറി ഒരുമാതിരി ഷോക്കായി നിൽക്കാണ്. ഹാനിന്റെ ആരോ ആണ് ഈ പെൺകുട്ടി എന്ന് മനസ്സിലാവുന്ന യങ്ങും എന്നാ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇത് മറ്റാരുമല്ല, ഹാനിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. നീ എന്താ ഇവിടെ വന്നതെന്ന് അവൻ അവളെ കണ്ട് യാതൊരു സന്തോഷവും ഇല്ലാതെ ചോദിക്കുന്നു. അത് പിന്നെ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്തുവെങ്കിലും അതെനിക്കിപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് വീണ്ടും ഒന്നിച്ച് പൊക്കൂടെ എന്നെല്ലാം അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം ഇങ്ങോട്ടേക്ക് ഹാനിന്റെ സിറ്റിയിലെ ഹോസ്പിറ്റലിലെ കൊളീഗും എത്തുന്നു. കൊളീഗ് വരുന്ന കാര്യം ഹാനിനോ ഈ ഗേൾ ഫ്രണ്ടിനോ അറിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെ എല്ലാവരും ഇവിടെ വെച്ച് കണ്ടുമുട്ടാണ്. തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെയും ഈ കൊളീഗിനെയും കണ്ടതിന്റെ യാതൊരു സന്തോഷവും ഹാനിന് ഇവിടെ ഇല്ല. അങ്ങനെ പിന്നീട് തന്റെ കൊളീഗിനോട് സംസാരിക്കുന്ന സമയം ഇവൾക്ക് എങ്ങനെയാ ഞാൻ ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായതെന്ന് ഹാൻ ചോദിക്കുന്നു. അപ്പോൾ കൊളീഗ് ഞാൻ അവളോടൊന്നും പറഞ്ഞതില്ല, ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലില് ആളുകളെല്ലാം നീ എവിടെയെന്ന് കമന്റ് ഇടാറുണ്ടായിരുന്നത് കൊണ്ട് നീ ഇതുപോലെ ഇങ്ങനെ ഗ്രാമത്തില് മുത്തശ്ശന്റെ ഹോസ്പിറ്റലിലേക്കും കുറച്ചു നാള് ജോലി ചെയ്യാൻ പോയിരിക്കുകയാണെന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ വീഡിയോ കണ്ട് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നതാവും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഫോണിലൂടെ മാത്രം കേട്ടിരുന്ന നിന്റെ ഗ്രാമം ഒന്ന് നേരിട്ട് കാണാനൊക്കെ ആയിട്ടാ, അല്ലാതെ ഇവള് വന്നതുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് കൊളീഗ് അയാളുടെ ഭാഗം ക്ലിയർ ആക്കുന്നു. കൊളീഗ് വന്നത് ഹാനിന് വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണെങ്കിലും ഈ പെൺകുട്ടി വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളുടെ പേര് കിം എന്നാണ്. കിം അപ്പോഴേക്കും ഹോസ്പിറ്റലൊക്കെ ചുറ്റി നടന്നു കണ്ട് ഹാന്റെ അടുത്തേക്ക് എത്തുമ്പോ ശരി പോകാറായില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. എന്നെ ഇപ്പോഴേ പറഞ്ഞിടാണോ? ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ, ഒരാഴ്ച ഈ ഗ്രാമത്തിൽ നിൽക്കാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു നല്ല ചാൻസ് എപ്പോഴും കിട്ടില്ലല്ലോ എന്നെല്ലാം അവൾ പറയുന്നു. അങ്ങനെ ഹാന്റെ കൂടെ അവൾ പുറത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് എങ്ങും കുറച്ച് സ്ത്രീകളും സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കാണുമ്പോ ആ ലേഡീസ് ഇത് ഹാന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോ ഹാൻ അല്ല എന്ന് പറയാനായി വരുന്നുണ്ടെങ്കിലും കിം ഇത് അവസരമായി കണ്ട് ഹാന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നു. അതേ എന്ന് അവൾ മറുപടിയും പറയുന്നുണ്ട്. ഇത് അവിടെ നിന്ന് കേൾക്കുന്ന യങ്ങിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. യങ്ങിന് മാത്രമല്ല ഹാനും അത് ഇഷ്ടാവുന്നില്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലീ വരുന്നത്. ലീ വന്ന് യങ്ങിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കിം യങ്ങിനോട് നിങ്ങളല്ലേ മുന്നേ ഹാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരി എന്ന് ചോദിക്കുന്നു. അവൾ അതേ എന്ന് പറയുമ്പോ ഇതാരാ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. യങ് അല്ല എന്ന് പറയാൻ വരുമ്പോ ലീ അത് സമ്മതിക്കാതെ അതേ എന്ന് മറുപടി പറയാണ്.
ഇഷ്ടപ്പെടുകയാണ്. ഇത് ഹാനും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് കിം യങ്ങിന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിൽക്കുന്ന സമയത്ത് കിമ്മിന് താമസിക്കാനായി ഒരു സ്ഥലം വേണ്ടേ. ഹാൻ അവളെ തന്റെ കൂടെ നിർത്താതെ യങ്ങിന്റെ വീട്ടിൽ നിർത്താനായി തീരുമാനിച്ചു. അങ്ങനെ യങ് കിമ്മിന് താമസിക്കാനുള്ള വീട് കാണിച്ചു കൊടുക്കും. അങ്ങനെ യങ് കിമ്മിന് താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കുന്നു. ഇതേ സമയം യങ്ങിന്റെ വീടിന്റെ വെളിയിൽ ഇരുന്നു കൊണ്ട് ഹാനും ലീയും സംസാരിക്കുകയാണ്. ആ പെണ്ണ് നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ലീ ചോദിക്കുമ്പോ യങ് നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലല്ലോ, അതുപോലെ അവൾ എന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന് ഹാൻ പറയുമ്പോ ലീ അത് തിരുത്താണ്. ആര് പറഞ്ഞു യങ് എന്റെ ഗേൾ ഫ്രണ്ട് അല്ലാന്ന്? അവൾ എന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണെന്ന് ലീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദേഷ്യം വരുന്ന ഹാൻ അതിന് മറുപടി പറയാനായി വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് യങ് എത്തുന്നു. തുടർന്ന് ആ സംഭാഷണം അവിടെ മുറിയുന്നു. ഞാൻ ആ കുട്ടിക്ക് റൂം കാണിച്ചു കൊടുത്തുവെന്ന് യങ് ഹാനിനോട് പറഞ്ഞ് അവനോട് സംസാരിക്കാനായി തുടങ്ങുമ്പോഴേ ഇവരെ തമ്മിൽ സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ വാ നമുക്കൊരു വോക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ലീ നിർബന്ധിച്ച് യങ്ങിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് എത്തുന്ന ഹാൻ വലിയ കലിപ്പിലാണ്. അവന്റെ ദേഷ്യം ആ ഗേൾ ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് വന്നതിന്റേതാണ് എന്നറിയാവുന്ന സുഹൃത്ത് അവള് നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ, ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? കൂടാതെ ഞാൻ ആ വീഡിയോയില് നീ എവിടെ ഉള്ളതെന്ന് പറഞ്ഞത് കണ്ടിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് തെറ്റ് എന്റേത് തന്നെയാ. ഞാൻ തന്നെ എങ്ങനെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് ഹാനിന് ഉറപ്പ് കൊടുക്കുന്നു. കൂടാതെ സുഹൃത്ത് ഹാനിനോട് നിന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആളെ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എക്സ് ഗേൾ ഫ്രണ്ട് വന്ന ദേഷ്യത്തില് ഹാൻ സുഹൃത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വാക്കിങ്ങിന് പോയിരിക്കുന്ന യങ്ങിനെയും ലീയെയുമാണ്. അവരൊന്നിച്ച് നടന്നു വരുന്ന സമയം ലീ വീണ്ടും അവന് യങ്ങിനോടുള്ള ഇഷ്ടത്തെ പറ്റി പറയാനായി തുടങ്ങുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ആ നായ്ക്കുട്ടി പിടുത്തം വിട്ട് ഓടുന്നു. അതിന്റെ പിറകെ ഇവർ ഓടാനായി തുടങ്ങുമ്പോഴാണ് അവിടെ ഹാൻ അതിനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഇവർ കാണുന്നത്. ഹാൻ യങ്ങിന്റെ അടുത്തേക്ക് എത്തി ആ പെണ്ണ് എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല എന്ന് പറഞ്ഞ് അവന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യുമ്പോ അത് ലീക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ പിന്നെ അത് ആരാണെന്ന് ലീ ചോദിക്കുമ്പോ അതെന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്ന ഹാൻ യങ്ങിന്റെ ഈ നായ്ക്കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ ടൈമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് അവളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോ ഇവൻ ഇവിടേക്ക് വന്നതും ഇങ്ങനെ പറഞ്ഞതും തീരെ ഇഷ്ടപ്പെടാഞ്ഞ ലീ യങ്ങിനോട് പറയാൻ വന്ന കാര്യം പറയാതെ നിൽക്കുന്നു. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന യങ്ങിനെ കാത്ത് കിം ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ കിമ്മിനിപ്പോ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് അവൾ അവളുടെ സമപ്രായക്കാരിയായ യങ്ങുമായി സംസാരിച്ച് വലിയ കമ്പനി ആവുന്നു. അടുത്ത ദിവസം രാവിലെ പുറത്തേക്കൊന്ന് യങ്ങിന്റെ കൂടെ കറങ്ങാൻ പോകാനായി പ്ലാൻ ചെയ്ത് കിം റെഡി ആയി കഴിഞ്ഞ് അവളുടെ മേക്കപ്പ് കിറ്റ് ഒക്കെ കൊണ്ട് യങ്ങിനെയും മേക്കപ്പ് ചെയ്യിക്കുന്നു. പക്ഷെ യങ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാത്തത് കൊണ്ട് അവൾക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഗ്രാമമല്ലേ, ഇവിടെ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കണോ, ഞാൻ കുറച്ച് ഓവർ അല്ലേ എന്ന് യങ് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ലാന്ന് പറഞ്ഞ് കിം അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ പോകുന്നത് കോഫി കുടിക്കാനായി ലീയുടെ കോഫി ഷോപ്പിലേക്കാണ്. അവിടെ വെച്ച് ലീ യങ്ങിനെ കണ്ട് മേക്കപ്പിന്റെ കാര്യം പറഞ്ഞ് കളിയാക്കിയ ശേഷം അവൾ അറിയാതെ അവളുടെ കൂടെ നിന്നൊരു സെൽഫി എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾ അത് കാണുമ്പോൾ ഡിലീറ്റ് ചെയ്യാനായി പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം കണ്ട് കിം വളരെ ചിരിക്കുന്നു. ഇതേസമയം വെറ്റിനറി ഹോസ്പിറ്റലിൽ ഹാനിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് അവിടെ നിന്ന് ഓരോ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആ നേഴ്സ് നിൽക്കുന്നത് കാണുന്നത്. ഇവിടെ വന്നവരെ കണ്ടത് മുതൽ അവരോടൊരു ഇഷ്ടം തോന്നിയ ഈ ഡോക്ടർ ഫ്രണ്ട് അവരെയും കൂടി ഫോട്ടോയിൽ ഉൾപ്പെടുത്തുന്നു. അവരാകട്ടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഹോസിൽ വെള്ളം വരുന്നില്ല. ഇതെന്താന്ന് ആലോചിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഡോക്ടർ അതിൽ ചവിട്ടി നിൽക്കുന്നത് അവർ കാണുന്നത്. പെട്ടെന്ന് അവർ കാല് മാറ്റാനായി പറയുമ്പോൾ ഡോക്ടർ കാല് മാറ്റുന്നതും ഡോക്ടറിന് നേരെ തിരിച്ചിരുന്ന ഹോസിൽ നിന്ന് അയാളുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റുന്നു. അങ്ങനെ ഡോക്ടർ ആകെ നനഞ്ഞു കുളിക്കുകയാണ്. അങ്ങനെ പിന്നീട് കിം ഒറ്റയ്ക്ക് ഹാനിനെ കാണാനായി പോകുന്നു. പക്ഷെ പോകും വഴി അവൾ ആ ചെറിയ പയ്യനെ കാണാണ്. ഹാനിന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞു കേട്ടിരിക്കുന്ന അവൻ കിമ്മിനെ കണ്ടപാടെ നിങ്ങളാണോ ആ ചേട്ടന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിക്കുന്നു. അതേ നമ്മൾ പറയുമ്പോ അതെങ്ങനെ പറ്റും? ആ ചേട്ടന്റെ ഗേൾ ഫ്രണ്ട് പോലീസുകാരിയായ യങ്ങാണ്, അല്ലാതെ നിങ്ങളൊന്നും അല്ല. ആ ചേട്ടന് ആ ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. ആ ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യം അപകടം പറ്റിയപ്പോ പോലും ആ ചേട്ടനാ രക്ഷിച്ചത്. അതിന്റെ ഇടയിൽ നിങ്ങൾ വന്ന് എങ്ങനെ ശരിയാവുന്നല്ല അവൻ ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യങ്ങിനും ഹാനിനും ഇടയിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് കിമ്മിന് തോന്നി തുടങ്ങുന്നത്. ഒരു വട്ടം വേണ്ടാന്ന് വെച്ച ഹാനുമായിട്ടുള്ള റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അവൾ ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് അവനെ തേടിയെത്തിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവൾ അറിയുന്നത്. പോലീസ് സ്റ്റേഷനിലുള്ള എങ്ങനെയാണ് അവൾ ആകെപ്പാടെ മേക്കപ്പ് ഒക്കെ ഇട്ടാണല്ലോ ഇരിക്കുന്നത്. അത് കണ്ട് കൊളീഗ്സ് കളിയാക്കുന്നു. എന്താ വല്ല കല്യാണത്തിന് പോവാണോ എന്ന് ചോദിച്ച് അവര് കളിയാക്കുമ്പോ എനിക്കിപ്പോ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരി ഇട്ട് തന്നതാണെന്ന് യങ് മറുപടിയും പറയുന്നു. ഇവരങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് യങ്ങിനൊരു ഫോൺ കോൾ വരുന്നു. ഇതേ ടീം വെറ്റിനറി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഹാൻ അവന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് എടുത്തു നോക്കുന്നു. അത് ഈ ഗ്രാമത്തിൽ ഉള്ളവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് ലീ എന്തോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. എടുത്തു നോക്കുമ്പോൾ അത് ലീയും യങ്ങും മുന്നേ എടുത്ത സെൽഫിയാണ്. ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടത് ഹാനിന് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. കൂടാതെ അപ്പോഴാണ് ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്ന ഹാൻ അതിൽ യങ്ങിന്റെ മുഖത്തെ മേക്കപ്പും ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ഇവൾ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിരിക്കുന്നതെന്ന് ഹാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കിമ്മിന്റെ വരവ്. കിം ആകട്ടെ ലീയുടെ കോഫി ഷോപ്പിൽ നിന്ന് കോഫി വാങ്ങിയിട്ടായിരുന്നു വന്നത്. ആ കോഫി കപ്പില് ലീയുടെ പടമുണ്ട്. എവിടെ നോക്കിയാലും ഇവനാണല്ലോ എന്ന് ഹാൻ അപ്പോഴും ദേഷ്യം വന്നു. എവിടെ നോക്കിയാലും ഇവനാണല്ലോ എന്ന് ഹാനിന്
അപ്പോഴും ദേഷ്യം വരുന്നു. ആ സമയത്താണ് ഹാനിന്റെ ഫ്രണ്ട് എന്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞു, ഇവിടെ സ്പെയർ വല്ല ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. അപ്പോഴേക്കും നേഴ്സ് പുറകിനെത്തി ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലെ പശുക്കുട്ടികൾക്ക് വയ്യാന്നൊരു കോൾ വന്നു, ഡോക്ടർ എന്ന് നോക്കണമെന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ഹാൻ പോകാനായി ഒരുങ്ങുമ്പോഴാണ് വീണ്ടും ഒരു ഫോൺ കോൾ. മറ്റെവിടെയുള്ള ആട്ടുംകുട്ടികൾക്ക് വയ്യാന്നായിരുന്നു ആ ഫോൺ കോളിലുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളും അടുത്തടുത്തല്ല, ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഒന്ന് അപ്പുറത്തെ ഗ്രാമത്തിലാണ്, ഒന്ന് ഈ ഗ്രാമത്തിലും. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ആട്ടുംകുട്ടികളെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി നോക്കുന്ന തന്റെ നേഴ്സിനോടും കൊളീഗിനോടും ഹാൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന കിം ഞാനും വരട്ടെ എന്ന് ചോദിച്ച് ഹാനിന്റെ കൂടെ ആ ഫാമിലേക്ക് പോകുന്നു. അങ്ങനെ അവർ ആ ഫാമിലെത്തി അവിടുത്തെ പശുക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാനിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് യങ്ങിന്റെ വരവ്. പക്ഷെ വരുമ്പോ അവിടെ ഹാനും ഒപ്പം കിമ്മും ഉള്ളത് കണ്ട് യങ് വളരെ അപ്സെറ്റ് ആവുന്നു. അവൾക്ക് പെട്ടെന്ന് വല്ലാത്ത സങ്കടം വന്ന് മുഖം തുടയ്ക്കുമ്പോ ലിപ്സ്റ്റിക് പടരുന്നു. അതാദ്യം യങ് ശ്രദ്ധിച്ചില്ല, പക്ഷെ അത് ഹാൻ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് തന്റെ കൈ നോക്കുന്ന യങ് ലിപ്സ്റ്റിക് പടർന്നത് മനസ്സിലായിട്ട് മുഖം പോയി കഴുകുമ്പോ അങ്ങോട്ടേക്ക് ഹാൻ ചെല്ലുന്നു. അത് കണ്ട് കിമ്മും പോവാണ്. യങ്ങിനെ കാണുന്ന കിം എന്താ മേക്കപ്പ് ഒക്കെ കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ചൂടായതുകൊണ്ട് മുഖം ഒന്ന് കഴുകിപ്പോ അങ്ങ് പോയതാണെന്ന് യങ് മറുപടി പറയുന്നു. മുഖത്ത് വെള്ളമയം ഉള്ളതുകൊണ്ട് തന്നെ അത് തുടയ്ക്കാനായി ഹാൻ വളരെ കെയറോടെ യങ്ങിന് ടവലൊക്കെ കൊടുക്കുന്നത് കിം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ പയ്യൻ പറഞ്ഞത് സത്യമാണോ എന്ന് അവൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഈ സമയത്ത് യങ്ങിന് ഫോൺ കോൾ വരുന്നു. മുന്നേ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാര് അങ്ങനെ പോലീസ് ജോലികൾ മാത്രമല്ല ചെയ്യുന്നത്, നാട്ടുകാരെ സഹായിക്കാറുമുണ്ട്. അങ്ങനെ ഒരു കോളാണ് ഇപ്പോ യങ്ങിന് വന്നത്. അത് മനസ്സിലാക്കുന്ന ഹാൻ എന്റെയും ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, അതുകൊണ്ട് ഞാനും വരാമെന്ന് പറയുമ്പോ കിമ്മും കൂടെ കൂടുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഗ്രാമത്തില് വൈൻ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ മറ്റേ ലേഡീസ് ഗ്യാങ്ങും ഉണ്ട്. എല്ലാവരും കൂടി ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വൈനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അവിടെ എങ്ങനെ നിൽക്കുന്ന സമയം ലിയെ പറ്റി കിം യങ്ങിനോട് ചോദിക്കുന്നു. ലിയാണോ നിങ്ങളുടെ ഫസ്റ്റ് ലവ് എന്ന് കിം ചോദിക്കുമ്പോ അതിന് യങ് ഉത്തരം പറയും മുന്നേ അത് കേട്ടിരുന്ന ഹാൻ അല്ല, ഞാനാണ് അവളുടെ ഫസ്റ്റ് ലവ് എന്ന് കിമ്മിനോട് പറയുന്നു. ഇത് കേട്ട് കിമ്മും യങ്ങും ഷോക്ക് ആവുന്നുണ്ട്. ഹാൻ കൂടുതലൊന്നും പറയാതിരിക്കാനായി യങ് അവന്റെ കയ്യിൽ ആപ്പിൾ കട്ട് ചെയ്ത് വൈൻ ഉണ്ടാക്കാനായി ടിന്നിനകത്ത് വെച്ചിരിക്കുന്നത് അകത്തെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാനായി കൊടുത്തുവിടുന്നു. അങ്ങനെ ഹാൻ അവിടെ നിന്ന് പോയി അകത്ത് ചെന്ന് പുറത്ത് എന്താണ് യങ് താൻ പറഞ്ഞ കാര്യത്തെ പറ്റി കിമ്മിനോട് പറയുന്നത് എന്നറിയാനായി കാതോർത്തിരിക്കുന്നു. ആ സമയത്ത് കിം വീണ്ടും യങ്ങിനോട് ഹാനിനെ മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട്, ഹാൻ കുറച്ചുനാൾ ഈ ഗ്രാമത്തില് കുട്ടിക്കാലത്തുണ്ടായിരുന്നു, അന്നേ പരിചയമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാവശ്യത്തിന് കിമ്മിനെ ഒരു സ്ത്രീ വിളിച്ചോണ്ട് പോകുന്നത് മനസ്സിലാക്കുന്ന ഹാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് യങ്ങിനോട് ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു എന്ന മട്ടിൽ യങ് തലയാട്ടി സ്റ്റോർ റൂമിനകത്തേക്ക് കയറി പോകുന്നു. പുറകെ ചെല്ലുന്ന ഹാൻ അന്ന് ലീ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു, അതിനെന്ത് മറുപടിയാ അവന് കൊടുത്തതെന്ന് ചോദിക്കുന്നു. അതെന്തിനാ അറിയുന്നതെന്ന് യങ് ചോദിക്കുമ്പോ എനിക്കിത് അറിയണമെന്ന് ഹാൻ വാശി പിടിക്കുന്നു. നിങ്ങളും കിമ്മും നല്ല ചേർച്ചയാ, നിങ്ങൾ മുന്നേ റിലേഷനിലുമായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങളാണ് ചേരേണ്ടത് എന്ന് ഹാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി യങ് പറയുമ്പോ അങ്ങനൊന്നുമില്ല, ചേരേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അവരെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് ഫീലിംഗ്സും ആണ്, അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞ് ഹാൻ കിമ്മിനോട് തനിക്ക് യാതൊരുവിധ ഫീലിംഗ്സും ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ബന്ധം അവസാനിച്ചതാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും യങ് കൂടുതലായി ഒന്നും സംസാരിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഇവള് തന്നെ വേണമെന്ന് വെച്ച അവോയ്ഡ് ചെയ്യുന്നതാണെന്ന് ഹാനിന് മനസ്സിലാവുന്നുണ്ട്. അവനത് വല്ലാത്ത സങ്കടമാകുന്നു. പിന്നീട് അവൻ തിരിച്ച് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് വന്ന് അവിടെ ഇങ്ങനെ സാഡ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന കിം അടുത്തേക്ക് വന്നിരുന്ന് സംസാരിക്കുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്ന ഹാനിന് ഒരു ബോക്സ് നിറയെ കോൺ കിട്ടിയിട്ടുണ്ട്. അത് കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഹാനിന്റെ കൂടെ യങ് അടുത്ത ഗ്രാമത്തിലേക്ക് ഒരു നായ്ക്കുട്ടിയെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ നായ്ക്കുട്ടിയെ രക്ഷിച്ചതിന് സമ്മാനമായി ആ നായ്ക്കുട്ടിയെ രക്ഷിച്ചതിനുള്ള സന്തോഷമായി കൊടുത്തു വിട്ടതാണ്. കഴിഞ്ഞ ദിവസവും അവർക്ക് ഇതുപോലെ അതേ ലേഡി തന്നെ കോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഹാനും യങ്ങും ഷെയർ ചെയ്താണ് കഴിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ഇത് കാണുമ്പോഴും ഇങ്ങനെ ഹാനിനെയാണ് ഓർമ്മ വരുന്നത്. ഇതേ ടീം ഹാനിന്റെ അടുത്ത് കിം സംസാരിക്കുകയാണ്. അവൾ അങ്ങനെ കാഷ്വലായി ഓരോന്നും പറഞ്ഞു കൊടുക്കും. കുറച്ചു നാളും കൂടിയല്ലേ ഈ ഗ്രാമത്തിൽ കാണും, ഇവിടെ നിന്ന് തിരിച്ച് സിറ്റിയിലേക്ക് പോയി ഹാൻ ജോലി ചെയ്യുമ്പോ അതേ സ്ഥലത്ത് ഞാനും വരട്ടെ, ഞാനും നിന്നെ പോലെ ഒരു വെറ്റിനറി ഡോക്ടർ അല്ലേ, നമുക്ക് ഒന്നിച്ച് ജോലി ചെയ്യാം, അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട ആ പ്രണയം നമുക്ക് ഒന്നിച്ച് വീണ്ടെടുത്തൂടെ, മുന്നോട്ട് പൊക്കൂടെ എന്നെല്ലാം ചോദിച്ച് അവൾ അവനോട് അടുക്കാനായി ശ്രമിക്കുന്നു. അവൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ അവൾ അവനെ ബലമായി കിസ് ചെയ്യാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് യങ് വരുന്നു. യങ്ങിന് ഇത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അവൾ കയ്യിൽ വെച്ചിരുന്ന കോൺ അവൾ അറിയാതെ താഴെ ഇടുന്നു. ആ കാഴ്ച കണ്ട് അവൾ ആകെ ഞെട്ടിയിരുന്നു. അപ്പോഴാണ് ഹാനും യങ്ങിനെ കാണുന്നത്. തന്നെ കിം കിസ് ചെയ്യുന്നത് യങ് കണ്ടു എന്ന് മനസ്സിലാക്കുന്ന ഹാനും ആകെപ്പാടെ വല്ലാത്തൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു. പെട്ടെന്ന് തന്നെ യങ് കുനിഞ്ഞിരുന്ന ആ ഒരു കോൺ പിറക്കാനായി തുടങ്ങുമ്പോൾ ഹാനും പോയി അവളെ സഹായിക്കുന്നു. അവൾ വളരെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്ത് രണ്ടുപേരും കൂടി ഷെയർ ചെയ്തെടുത്തു എന്ന് പറഞ്ഞു അവിടെ നിന്ന് വേഗം തന്നെ തിരിച്ചു നടക്കുന്നു. പക്ഷെ ആ ഒരു കിസ് കണ്ടപാടെ അങ്ങോട്ടേക്ക് വന്ന് തന്റെ സൈക്കിൾ എടുക്കാൻ പോലും യങ് മറന്നിട്ടുണ്ടായിരുന്നു. ഹാൻ ആ സൈക്കിൾ അവൾക്ക്
തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇപ്പൊ നടന്ന കാര്യത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഹാൻ പറയുന്ന ടീം അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അവൻ എന്താണ് പറയാൻ വരുന്നത് എന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ യങ് അങ്ങ് നടന്നു പോകുന്നു. അങ്ങനെ പിന്നീട് യങ് വീട്ടിലുള്ളപ്പോ അവിടേക്ക് കിമ്മും എത്തുന്നു. കിം യങ്ങിനോട് സംസാരിക്കാതെ ഒരു ഓക്വേർഡ് ഫീലിംഗോടെ ഇരിക്കുന്നത് കാണുന്ന യങ് ഞാൻ അവിടെ നടന്നതൊന്നും കണ്ടില്ല, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ കോൺ താഴെ വീണതാ, ഒന്നും വിചാരിക്കരുത് എന്ന് പറയുന്നു. ആ ടീം യങ്ങിനോട് കിം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കളി കൂട്ടുകാരനായിരുന്നല്ലോ ഹാനിനോട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്ന് കിം ചോദിക്കുമ്പോ അങ്ങനൊന്നും ഇല്ല എന്ന് യങ് ഒരു കള്ളം പറയുന്നു. ഇതേ ടീം അടുത്ത ഗ്രാമത്തിലേക്ക് ആട്ടുകുട്ടികളെ നോക്കാനായി പോയിരുന്ന ഹാനിന്റെ കൊളീഗ് മടങ്ങിയെത്തുന്നു. ഹാനിന്റെ പ്രശ്നങ്ങള് കൊളീഗിന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ ഒരേ സ്ഥലത്ത് അവൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയും അവൻ മുന്നേ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയും ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ക്ലാഷസ് ആണ് നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്ന കൊളീഗ് എത്രയും പെട്ടെന്ന് നിന്റെ ഇഷ്ടം യങ്ങിനോട് കൺഫസ് ചെയ്യണം, അതാണ് ഇപ്പൊ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒരേ ഒരു വഴി. വൈകിയാല് പിന്നീട് എല്ലാം പിടുത്തം വിട്ടു പോകുമെന്ന് അവൻ ഉപദേശിക്കുന്നു. കൂടാതെ എത്രയും പെട്ടെന്ന് കിമ്മില്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, നീ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണത്, അതിനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയാണ് ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് കാര്യങ്ങൾ യുക്തിപൂർവ്വം ആലോചിച്ച് ചെയ്യുന്നു പറഞ്ഞ് ഹാനിനോടും ബൈ പറഞ്ഞ് കൊളീഗ് തിരിച്ച് സിറ്റിയിലേക്ക് മടങ്ങുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാൻ എങ്ങനെ ചെന്ന് കണ്ട് സംസാരിക്കാനായി പോകാനായി ഒരുങ്ങുന്ന സമയത്ത് അവന്റെ ഫോണിലേക്ക് കിമ്മിന്റെ മെസ്സേജ് വരുന്നു. അവളുടെ മെസ്സേജും അവളുടെ പേരും ഒക്കെ കണ്ടപാടെ ഇവൻ വളരെ അപ്സെറ്റ് ആവുന്നു. ഹാന് പിന്നീട് എങ്ങനെ ചെന്ന് കാണാനായി സാധിക്കുന്നില്ല. ഇതേ ടീം യങ് വീട്ടിലിരുന്ന് വലിയ ആലോചനയിലായിരുന്നു. അതിനുശേഷം അവൾ റെഡിയായി ലീയെ കാണാനായി അവന്റെ കോഫി ഷോപ്പിലേക്ക് ചെല്ലുന്നു. അവിടെ അവനോട് നീ എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രപ്പോസ് ചെയ്തിരുന്നില്ലേ, ഞാൻ അതിനൊരു മറുപടി പറയാതെ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ആ ഒരു ഫീലിങ്സ്, മറുപടി എന്താണെന്ന് അറിയാനുള്ള നിന്റെ ആകാംക്ഷ, അതൊന്നും ഞാനപ്പോ ഓർത്തതേയില്ല. പക്ഷെ ഞാൻ ആദ്യം തന്നെ നിന്നോട് വലിയൊരു സോറി പറയട്ടെ, നീ എന്റെ നല്ലൊരു ഫ്രണ്ടാ, അതിനപ്പുറം ഞാൻ നിന്നെ കണ്ടിട്ടില്ല, എനിക്കതിന് കഴിയേയില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയി തന്നെ തുടർന്നൂടെ എന്ന് പറഞ്ഞ് അവൾ വളരെ സങ്കടപ്പെടുമ്പോ നീ സങ്കടപ്പെടാതെ, നീയല്ലേ എന്നെ റിജക്ട് ചെയ്തത്, അപ്പൊ ഞാനല്ലേ സങ്കടപ്പെടേണ്ടത്, പേടിക്കേണ്ട, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയി തന്നെ ഇരിക്കാമെന്ന് ലീ അവളോട് പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഹാൻ ചെല്ലുമ്പോൾ അവിടെ കിം അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവൾ എന്തെങ്കിലും അവനോട് പറയും മുന്നേ തന്നെ അവൻ അവളോട് പണ്ട് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം, കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് തോന്നിയ ആ ഒരു ഇൻഫാക്ച്വേഷൻ ഇപ്പൊ എനിക്കില്ല, അതുകൊണ്ട് നീ എന്നെ വീണ്ടും റിലേഷനിലാകാനായി നിർബന്ധിക്കരുത്, ഐ എം റിയലി സോറി എന്ന് ഹാൻ പറയുമ്പോ എന്തുകൊണ്ടാ യങ് കാരണമാണോ എന്ന് കിം ചോദിക്കുന്നു. ഞാൻ എന്റെ ഫീലിംഗ്സിനെ പറ്റിയാ നിന്നോട് പറഞ്ഞത്, നീ എന്തിനാ അതിലേക്ക് മറ്റുള്ളവരെ വലിച്ചിടുന്നതെന്ന് കിമ്മിന് പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല. ഹാൻ കിമ്മിനോട് തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ നേരെ യങ്ങിനെ കാണാനായി അവളെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ യങ് പോലീസ് സ്റ്റേഷനിലില്ല, മറിച്ച് ഒരു ഫാമിലാണ് ഉള്ളതെന്ന് അറിയുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒരു ദിവസം യങ്ങും ഹാനും ഒക്കെ ഒരു ഫാമിൽ പോയി അവിടുത്തെ ഫ്രൂട്ട്സിന് കവറൊക്കെ ഇട്ടത്? അതേ ഫാമിലാണ് യങ് ഉള്ളത്. അവിടേക്ക് യങ്ങിനെ കാണാനായി ഹാൻ ചെല്ലുമ്പോ അവിടെ ലീ ഉണ്ടായിരുന്നു. യങ് എവിടെയെന്ന് ഹാൻ തിരക്കുമ്പോ അവളൊരു ജോലി ചെയ്യാ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് ലീ എന്തായാലും അവളെ കാണാൻ വന്നതല്ലേ, അവള് വരുന്നത് വരെ ഈ കവറൊക്കെ ഒന്ന് അഴിച്ചെന്നൊക്കെ പറഞ്ഞു അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ലീ പറഞ്ഞതുപോലെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചെയ്യാനായിട്ട് ഹാനും വളരെ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം യങ് ഇതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. എങ്ങനെ ഇഷ്ടപ്പെടുന്ന ഹാനും അതൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ ആ കവറൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കവറൊക്കെ ഇടാനായി യങ് തന്നെ സഹായിച്ചതൊക്കെ അവൻ ഓർത്ത് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യങ്ങിന്റെ വരവ്. പക്ഷെ യങ് ഹാനിനെ അവിടെ കണ്ടപാടെ അവൻ അവോയ്ഡ് ചെയ്യാനായി പെട്ടെന്ന് തിരിച്ചു നടക്കുന്നു. ഹാൻ അത് മനസ്സിലാക്കി പിറകെ ചെല്ലുമ്പോ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് യങ് പറയാണ്. ഇല്ല എനിക്ക് പറയണം, അത് കേൾക്കണമെന്ന് പറഞ്ഞ് ഹാൻ യങ്ങിന്റെ കയ്യിൽ പിടിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത് അവൻ മനസ്സിലാക്കുന്നത്. ഹാൻ ഉടനെ യങ്ങിനെ മാറ്റി നിർത്തി അവളോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോ അവൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവളുടെ പിറകെ ഹാൻ പോകുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയുന്നില്ല. ഇവരിങ്ങനെ പോകുന്നതൊക്കെ ലീയും കാണുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് യങ് എത്തി റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുമ്പോഴാണ് കിം പോകാനായി റെഡിയായി നിൽക്കുന്നത് അവൾ കാണുന്നത്. യാത്ര പറഞ്ഞിട്ട് പോകാന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു ഞാനെന്ന് കിമ്മും പറയുന്നു. ഈ സമയം ഞാനും മുന്നേ നിങ്ങളോട് ഒരു കള്ളം പറഞ്ഞു, എനിക്ക് ഹാനിനോട് ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, സത്യത്തിൽ അത് കള്ള, അവനെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് കിമ്മിനോട് തുറന്നു പറയാണ്. അതെനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ വളരെ സന്തോഷത്തോടെ യങ്ങിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഹാനിന്റെ കാര്യം യങ് ഓർക്കുന്നത്. അവൾ വേഗം തന്നെ ഹാനിനെ കാണാനായി ചെല്ലുമ്പോൾ ഹാൻ വെറ്റിനറി ഹോസ്പിറ്റൽ ആകെപ്പാടെ സങ്കടത്തില് തന്നെ തീർത്തും യങ് അവോയ്ഡ് ചെയ്യാണ്. അവൾക്ക് താൻ ഒരു ശല്യമായിരിക്കും എന്ന് കരുതി അവിടെ നിന്ന് പോകാനായി നിൽക്കുന്നത്. എന്നെ ഇട്ടിട്ട് പോവാണോ എന്ന് യങ് ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടുന്നില്ല. ഒരിക്കൽ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, ആ ഒരു സമയത്ത് നമ്മൾ അന്ന് സെപ്പറേറ്റഡ് ആയപ്പോ ഞാൻ അന്ന് ഒരുപാട് വിഷമിച്ചു, ഇനി വീണ്ടും അങ്ങനൊന്ന് എനിക്ക് താങ്ങാൻ കഴിയില്ല, പോവരുതെന്ന് പറഞ്ഞ് അവൾ അവനോട് ഇഷ്ടം തുറന്ന് പറയുമ്പോ നീ റിജക്ട് ചെയ്യുമ്പോ പോകാന്ന് തന്നെയാണ് ഞാൻ കരുതിയത്, പക്ഷെ എനിക്കും അതിന് കഴിയുന്നില്ല എന്നിപ്പോ മനസ്സിലായി, അതുകൊണ്ട് എനിക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനും വീണ്ടും അവന്റെ ഇഷ്ടം തുറന്നു പറയുമ്പോ യങ് ഹാനിനെ കിസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ്.
അങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാനിനെയും യെങ്ങിനെയുമാണ്. അവര് രണ്ടുപേരും അവരുടെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാനായി തുടങ്ങുന്നു. അവരങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നേഴ്സ് വരുന്നത് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ഹാൻ വെപ്രാളത്തിൽ യെങ്ങിനെ അവിടെ ഒളിപ്പിച്ചിരുത്തുന്നു. നേഴ്സ് വന്ന് അവിടെ ഇരുന്ന് ഇനി വാക്സിൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഹാനിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹാൻ നൈസായിട്ട് യെങ്ങിനെ നേഴ്സ് കാണാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആരും അറിയാതെ രഹസ്യമായി ഇവരുടെ പ്രണയം ഹാപ്പിയായി മുന്നോട്ട് പോവാണ്. അന്ന് ഈവനിങ് അടുത്തുള്ള ഒരു ടൗണിലേക്ക് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ചില കാര്യങ്ങളൊക്കെ വാങ്ങാനായി ഹാനിന് പോകണം. ഹാൻ യെങ്ങിനെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നമ്മുടെ കോപ്പിക്കോ ചോക്ലേറ്റ് ഇല്ലേ അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അവിടെ എടുക്കാൻ വന്ന മെഡിസിൻസ് ഒക്കെ എടുത്ത് പിന്നീട് തിരിച്ച് വീണ്ടും ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഗ്രാമത്തിൽ എത്തുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ലേറ്റ് ആയില്ലേ, ഇനി റെസ്റ്റ് എടുക്കാതെ ഓഫീസിലേക്ക് പോവണ്ട, ലീവ് എടുക്കാനായി ഹാൻ പറയുന്നുണ്ടെങ്കിലും യങ് അത് കേൾക്കാതെ അന്നും ഡ്യൂട്ടിക്ക് ചെല്ലുന്നു. അങ്ങനെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ആലോചന മുഴുവൻ ഹാനിനെ പറ്റിയായിരുന്നു. അവൾ അങ്ങനെ അവനെ ആലോചിച്ച് തനിയെ ഇരുന്ന് ചിരിക്കുന്നതെല്ലാം അവളുടെ കോളീഗ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്താണ് യങ്ങിന് എവിടെയാണെന്ന് ചോദിച്ച് ഹാനിന്റെ ഫോൺ കോൾ വരുന്നത്. പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അവൾ തിരിച്ച് റിപ്ലൈ അയക്കുമ്പോഴേക്കും ഹാൻ അവിടേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് യെങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഹാൻ യെങ്ങിന്റെ നായ്ക്കുട്ടിക്ക് വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് ആണെന്ന്, അതുകൊണ്ട് യെങ്ങിനെ കൂടെ വിടാമോ എന്ന് ചോദിക്കുന്നു. സ്റ്റേഷനിലുള്ള യെങ്ങിന്റെ സീനിയർ ആകട്ടെ യെങ്ങിനോട് പോയിട്ട് വാ, കൂടാതെ ഉടനെ സ്റ്റേഷനിലേക്ക് വരണ്ട, പെട്രോളിങ്ങിന് പൊക്കോളാനായി പറയുന്നു. അങ്ങനെ യെങ്ങിനെയും കൂട്ടി ഹാൻ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്നു. സത്യത്തിൽ നായ്ക്കുട്ടിക്ക് വാക്സിൻ എടുക്കാനായിട്ടൊന്നും ആയിരുന്നില്ല യെങ്ങിനെ കൂട്ടിക്കൊണ്ടു വന്നത്. കഴിഞ്ഞ ദിവസം ഒട്ടും ഉറങ്ങാതെ വീണ്ടും സ്റ്റേഷനിലേക്ക് റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ ജോലി ചെയ്യാൻ ചെന്ന കാര്യം ചോദിച്ച് ഹാൻ ചൂടാവുന്നു. എനിക്കറിയായിരുന്നു റെസ്റ്റ് ഒന്നും എടുക്കില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നതെന്ന് പറയുന്ന അവൻ ജോലിയൊന്നും ചെയ്യേണ്ട, പോയി റെസ്റ്റ് എടുക്കാനായെല്ലാം യെങ്ങിനോട് സംസാരിക്കുന്നു. വീട്ടിലെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവരെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ ചെറിയ പയ്യനും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടി വരുന്നത്. ഇവര് രണ്ടുപേരെയും കണ്ടപാടെ ഓൾറെഡി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണോ എന്ന് ഈ പയ്യന് ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. അവനിപ്പോ അതിനെപ്പറ്റി ചോദിക്കുമ്പോ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവർ ഉഴപ്പുന്നുണ്ടെങ്കിലും ആ പയ്യൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അവൻ പിന്നീട് അവന്റെ ഫ്രണ്ടിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോ യങ് ഹാനിനോട് കണ്ടില്ല, ആ ചെറിയ പയ്യൻ വരെ ഒരു കൂസലും ഇല്ലാതെ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ നടക്കുന്നത്. നമുക്ക് ഈ നാട്ടുകാരെ പേടിച്ച് ഇങ്ങനെ രഹസ്യമായിട്ട് വേണമല്ലോ കാണാൻ, എന്നായിരിക്കും നമ്മുടെ റിലേഷൻ ഒന്ന് പബ്ലിക് ആക്കുക എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് യങ്ങിന് അവിടെ അന്ന് നടന്ന മീറ്റിംഗിന്റെ ബാക്കിയായി ഒരു ചെറിയ മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്ന കാര്യം അറിയുന്നത്. അന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ അടി ഉണ്ടാകുന്നത് തടയാനായി തന്നെ മാക്സിമം യങ് നോക്കിയിരുന്നു. ആ സമയത്താണ് അവൾക്ക് വളരെയേറെ അപമാനിതയാകേണ്ടി വന്നത്. ഇപ്പൊ അവൾ അവിടെ പോകുന്നുണ്ട്. അന്ന് അടി നടത്തിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാതെ അന്നത്തെ പോലെ ഒരുപാട് ആളുകൾ മീറ്റിങ്ങിന് വന്നിരിപ്പില്ല. അന്ന് അടി നടത്തിയ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വീണ്ടും വഴക്കാവുന്നുണ്ട്. അവരടിയിട്ട് മുന്നത്തെ പോലെ എങ്ങന്റെ ഇടയിൽ കയറുന്നില്ല എന്ന മട്ടിൽ അവളെ നോക്കുമ്പോ അവൾ സ്വപ്നലോകത്താണെന്ന് ഇരിപ്പ് കണ്ടാലേ അറിയാം. നമുക്കറിയാലോ ഹാനിന്റെ കാര്യമാണ്, പക്ഷെ ഇവർക്കതറിയില്ല. ഈ പെണ്ണിന് ഇത് എന്ത് പറ്റിന്നുള്ള മട്ടില് അവര് നോക്കാണ്. അന്ന് അടി തടയാൻ പോയതായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് അടി തടയാൻ വരുന്നില്ലല്ലോ എന്ന് അവരാലോചിക്കുന്നു. യങ്ങാകട്ടെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, സമാധാനത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇവർ അടിയിടോ അടിയിടാതിരിക്കോ അത് അവളുടെ പ്രശ്നേ അല്ലാന്ന മട്ടിലാണ് അവളുടെ പോക്ക്. അല്ലെങ്കിലും പ്രണയത്തിലായാലും പിന്നെ പരിസരബോധം ഇല്ലാതാവുമെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അന്ന് ഡിന്നർ കഴിക്കാൻ അടുത്തുള്ള ടൗണിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകാനായി ഹാനും യങ്ങും തീരുമാനിക്കുന്നു. പക്ഷെ ഗ്രാമത്തിലുള്ള ആരും അറിയാതെ വളരെ രഹസ്യമായി പാത്തും പതുങ്ങിയാണ് രണ്ടുപേരും ഒന്നിച്ച് വണ്ടിയിൽ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. ആ റെസ്റ്റോറന്റ് ആകട്ടെ യങ്ങിന്റെ ഒരു ഫ്രണ്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ ചെന്നാല് ഫ്രണ്ടിന് ഡൗട്ട് തോന്നുമല്ലോ എന്ന് യങ് ആകെ ടെൻഷൻ ആകുമ്പോ ഹാൻ ഒരു ഐഡിയ പറയുന്നു. അത് പ്രകാരം ഹാൻ ആണ് ഒറ്റയ്ക്ക് ആദ്യം ഫുഡ് കഴിക്കാനായി പോകുന്നത്. അങ്ങനെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഹാൻ ഇരിക്കുമ്പോ കടയിലേക്ക് യങ് എത്തുന്നു. അവിടുത്തെ ഓണറായ യങ്ങിന്റെ ഫ്രണ്ട് എങ്ങനെ കണ്ടപാടെ അയ്യോ എത്ര നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടെന്നും പറഞ്ഞ് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യാദൃശികമായി അവിടെ ഹാനിനെ കാണുന്ന പോലെ ഡോക്ടർ എന്താ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണോ എന്ന് യങ് ഹാനിനോട് ചോദിക്കുന്നു. അതേന്ന് പറഞ്ഞ് ഹാൻ മറുപടി പറയുമ്പോ അവിടെ ഇരുന്ന് യങ് ഹാന്റെ കൂടെ ഓരോന്ന് സംസാരിച്ച് യാദൃശികമായി ഇവിടെ വെച്ച് കണ്ടതുപോലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ ഒന്നിച്ച് ഫുഡ് കഴിക്കുകയാണ്. എന്തൊരു ഐഡിയ അല്ലേ. ശേഷം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തി എങ്ങനെ അവളുടെ വീടിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്യാനായി ഹാൻ പോകുന്നു. ആ സമയം റോഡിൽ നിന്ന് എങ്ങനെ യാത്രയാക്കുന്ന ഹാനിന് അവൾക്കൊരു കിസ് കൊടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ അവളെ കിസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരടത് റോഡിൽ നിന്ന് കിസ് അടിക്കുന്നതെന്ന് ഒരു സൗണ്ട്. രണ്ടുപേരും വല്ലാതെ പേടിക്കുന്നു. ആരാ പറഞ്ഞെന്ന് തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാതെ രണ്ടുപേരും അയ്യോ ഇപ്പൊ എന്ത് ചെയ്യുന്നോർത്ത് അവിടെ സ്റ്റക്കായി പോവാണ്. കാരണം അങ്ങോട്ട് ഓടി വിളിക്കാൻ സ്ഥലമില്ല. യങ് പേടിച്ച് ഹാനിനെ കെട്ടിപ്പിടിക്കുന്നു. ഗ്രാമത്തിലുള്ളവർ അറിയൂ എന്ന് ഇവർക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ട്. രണ്ടുപേരും അങ്ങനെ നിന്ന് ഒടുക്കം ധൈര്യം സംഭരിച്ച് ഹാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇവര് നിൽക്കുന്നിടത്ത് ആരുമില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിലെ റോഡിൽ നിന്നാണ് പിന്നെയും ഈ ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലാക്കി രണ്ടുപേരും ആരതെന്നറിയാൻ ചെന്ന് നോക്കുമ്പോ ഒരു കാറിലേക്ക് ടോർച്ച് അടിച്ചിരിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരു ആന്റിയാണ് കാണുന്നത്. ആന്റി ടോർച്ച് അടിച്ച് കാറിനകത്തുള്ള ആരോടുമാണ് ആരടത് നടു റോഡ് കിസ് അടിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു
ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണതെന്ന് അറിയാനായി യങ്ങും ഹാനും ചെല്ലുമ്പോൾ കാറിൽ നിന്ന് ഹാനിന്റെ കൊളീഗും ഒപ്പം ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ആ നേഴ്സും ഇറങ്ങി വരുന്നു. രണ്ടുപേരും വെട്ടുപിടിക്കുന്ന ആന്റിയോട് ആന്റി ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്നവരാണെന്ന് പറയുന്നു. ആ സമയത്താണ് ആന്റി അവിടെ യങ്ങും ഹാനും നിൽക്കുന്നത് കാണുന്നത്. നിങ്ങൾ എന്താ ഇവിടെയെന്ന് ആന്റി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ ശബ്ദം കേട്ട് വന്നതാണെന്ന് അവര് പറഞ്ഞൊപ്പിക്കുന്നു. നേഴ്സിനെ ആന്റിക്ക് അറിയാം, കൂടെയുള്ള ആ കൊളീഗിനെ ആന്റിക്ക് അറിയില്ലല്ലോ. ആ ടീം ഞാൻ ഇവിടുത്തെ ഈ ഡോക്ടറിന്റെ ടൗണിലെ ഫ്രണ്ട് ആണെന്ന് കൊളീഗ് ആന്റിക്ക് പരിചയപ്പെടുത്തുന്നു. എന്തായാലും ടൗണിൽ നിന്ന് വന്ന ഈ പയ്യൻ ഈ ഗ്രാമത്തിലെ നേഴ്സിനെ വളച്ചെടുത്തല്ലോ എന്ന് ആന്റി ഞെട്ടിയിരിക്കുമ്പോ ഒരുവിധം ആന്റിയെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം 4 പേരും കൂടി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് രണ്ടുപേരും പഞ്ചാര അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അത് കണ്ട് യങ്ങും ഹാനും വർഷങ്ങളായിട്ട് അറിയാവുന്ന നമുക്ക് ഇങ്ങനെ ലൈൻ അടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവരെന്തോ കാണിക്കുന്നുള്ള മട്ടില് നോക്കിയിരിക്കുന്നു. അതിനുശേഷം ഹാൻ കൊളീഗിനോട് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ സെറ്റായി എന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്നെ കാണാനായിട്ട് ഇവിടെ വന്നില്ലേ, ഇപ്പോഴേ സെറ്റായിടാ, ഞങ്ങള് ഫസ്റ്റ് സൈറ്റ് ലവ് ആണെന്ന് കൊളീഗ് പറഞ്ഞു വളരെ ഹാപ്പി ആവുന്നു. അത് കേട്ട് ഹാനും ചിരിക്കുന്നുണ്ട്. എന്തായാലും താൻ ഈ ഗ്രാമത്തിലേക്ക് വന്നതിൽ നിന്ന് തന്റെ കൊളീഗിനൊരു ജീവിതം കിട്ടിയല്ലോ എന്ന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം നമുക്ക് സിനിമ കാണാൻ പോകാം, ജോലിയൊക്കെ നേരത്തെ തീർത്തിട്ട് നമ്മുടെ ടീം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവരവരുടെ ജോലിക്ക് റെഡിയായി പോകുന്നു. ജോലിയൊക്കെ നേരത്തെ തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് രണ്ടുപേരും വെച്ചിരുന്നു. പക്ഷെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റുന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത്. സിനിമ കാണാൻ പോകാനായി റെഡിയാകുന്ന ടീം ഹാനിന് ഒരു ഫാമിലേക്ക് മൃഗങ്ങളെ പരിശോധിക്കാനായി പോകേണ്ടി വരുന്നു. കാരണം അവിടെ മൃഗങ്ങൾക്ക് കൂട്ടത്തോടെ അസുഖം ബാധിച്ചു എന്ന വിവരമാണ് അപ്പോൾ അറിയുന്നത്. അതേപോലെ എങ്ങിനും പോലീസ് സ്റ്റേഷനിൽ ഒരു ജോലി വരുന്നു. ഹാൻ പെട്ടെന്ന് തന്നെ ഫാമിൽ പോയി മൃഗങ്ങളെ പരിശോധിച്ച് ജോലിയെല്ലാം തീർക്കുന്നുണ്ട്. പക്ഷെ എങ്ങാകട്ടെ അവൾക്ക് കൊടുത്ത ജോലി അവൾ നന്നായി തീർത്തതിന് സീനിയർ അവൾക്ക് ഡിന്നർ ഓഫർ ചെയ്യുന്നു. പക്ഷെ അത് വേണ്ടാന്ന് പറയാനായി അവൾക്ക് കഴിയില്ല. കാരണം എവിടെ പോവാ എന്തിനു പോവാന്നൊക്കെ പിന്നീട് പറയേണ്ടി വരും. അതുകൊണ്ട് അവൾ ആ ഡിന്നറിന് പോയി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ആ റെസ്റ്റോറന്റിൽ കസ്റ്റമേഴ്സ് തമ്മിൽ അടി നടക്കുകയും തുടർന്ന് അതിൽ ഇടപെട്ട് അത് സോൾവ് ആക്കേണ്ടിയും വരുന്നു. അങ്ങനെ സിനിമ കാണേണ്ട സമയമൊക്കെ കഴിയുന്നു. അവൾ വേഗം തന്നെ വെപ്രാളത്തിലാവുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വൈൻ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു ടെൻഷൻ മാറാനായിട്ട്. ഹാൻ ആകട്ടെ എങ്ങനെ കമ്മ്യൂണിറ്റി സെന്ററിന്റെ മുന്നിൽ വെച്ച് പിക്ക് ചെയ്യാന്നായിരുന്നു സിനിമ കാണാൻ പോകുന്ന കാര്യം പ്ലാൻ ചെയ്തപ്പോൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നു. അവൻ അവിടെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവൾ ലേറ്റ് ആവുന്നുണ്ടെങ്കിലും ഫോൺ വിളിക്കുന്നില്ല. കാരണം ഫോൺ വിളിച്ച് ആരെങ്കിലും കണ്ടാലോ. അവൻ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് കുറച്ച് ലേഡീസ് എത്തുന്നു. അവർ ഈ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്താ ഡോക്ടർ ഈ സമയത്ത് ഇവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ചുമ്മാ ഒരു വാക്കിന് ഇറങ്ങിയതാ, നല്ല കാറ്റുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിന്നതാണെന്ന് ഹാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യങ്ങിന്റെ വരവ്. യങ്ങാകട്ടെ ഡ്രിങ്ക്സ് അടിച്ച് നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. അവിടെയുള്ള ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ നേരെ കമ്മ്യൂണിറ്റി സെന്ററിന്റെ അകത്തേക്ക് ചെന്ന് മൈക്ക് എടുത്ത് എനിക്ക് എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു. ഹാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം അടുത്ത ദിവസം മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് നടന്നിരുന്നല്ലോ, ഇങ്ങനെ ഒരു പുതിയ ഡോക്ടർ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ടുണ്ടെന്ന്. അതേ മൈക്കാണിത്. ഇവിടെ ഗ്രാമത്തില് ആരുടെങ്കിലും മരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒക്കെ എല്ലാവരെയും ഇൻഫോം ചെയ്യാനായിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. ആ മൈക്കിന്റെ മുന്നിലേക്ക് വന്നിരുന്ന് ഇവളെന്ത് ഈ രാത്രി ഇത്ര പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നതെന്ന് ഹാൻ അടക്കം അത് കേൾക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹാനും ഞാനും പ്രണയത്തിലാണ്, ഞങ്ങൾ ഡേറ്റ് ചെയ്യാണെന്നെല്ലാം ഇവരുടെ റിലേഷനെ മൈക്കിലൂടെ ഉറക്കെ വിളിച്ച് പറയുകയാണ് യങ്. അവള് ഡ്രിങ്ക്സ് അടിച്ച് ആകെപ്പാടെ ലെക്കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് തന്നെ അറിഞ്ഞൂടാ അവൾ എന്തൊക്കെ ഈ പറയുന്നേന്ന്. ഇത് കേട്ട് പുറത്തു നിന്ന ഹാൻ എന്റെ അമ്മച്ചി എന്നും പറഞ്ഞ ഒരൊറ്റ ഓട്ടം അകത്തേക്ക്. എന്തോ ഈ പറഞ്ഞേന്ന് ചോദിച്ച് മൈക്കൊക്കെ ഓഫ് ചെയ്യാൻ നോക്കുമ്പോ യങ് അതിനെ സമ്മതിക്കാതെ പറ നമ്മള് ഡേറ്റ് ചെയ്യല്ലേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ ഇങ്ങനെ പറയുമ്പോ ഇത് പുറത്തു നിന്ന് കേൾക്കുന്ന ആ ലേഡീസിന് നാണം വരുന്നു. അവർക്ക് ചിരി അടക്കാനേ കഴിയുന്നില്ല. കൊള്ളാം, രണ്ടെണ്ണം കൂടി രഹസ്യമായിട്ട് പ്രണയിക്കായിരുന്നല്ലേ, രണ്ടും കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചകളാണല്ലോ എന്നുള്ള രീതിയിൽ അവരവിടെ നിൽക്കുന്നു. ആക്ച്വലി ഇപ്പോഴല്ല ഇവരുടെ പ്രണയം ഇവർ മൂന്നാമതൊരാളോട് പറയുന്നത്. മുന്നേ ഇങ്ങനെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇത് ലീയോട് പറയണം, ലീ എന്റെ നല്ലൊരു സുഹൃത്താണ്, അവൻ ഇത് അറിയണമെന്ന രീതിയിൽ യങ് ഹാനിനെ കൂട്ടി ലീയെ കാണാനായി ചെന്നിരുന്നു. യങ്ങിന്റെ മുന്നിൽ വെച്ച് ഹാൻ ഇത് ലീയോട് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ യങ് ആണ് ഹാന്റെ നിർദ്ദേശപ്രകാരം നീ തന്നെ പറയാന്ന് പറയുമ്പോ ലീയോട് കാര്യം പറയുന്നത്. ആ ടീം അവൻ എന്തായാലും ഇവളെ തന്നെ ഒരു ലവറായി കാണില്ല എന്നറിയാവുന്നത് കൊണ്ട് അവളെ ഫ്രണ്ടായി കാണാനായി മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നീ ആരെ പ്രണയിച്ചാലും നീ എന്റെ ഫ്രണ്ടാ, അതിൽ യാതൊരു മാറ്റവും ഇല്ലാന്ന് ലീ യങ്ങിനോട് മറുപടിയും പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് ഒരുവിധം ഹാൻ യങ്ങിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഹാനിനെ യങ് വീഡിയോ കോൾ ചെയ്യുന്ന ടൈം അവൻ ഏതോ ഹോസ്പിറ്റലിലാണെന്നും അവന്റെ കൈ വീണ് പരിക്കേറ്റ് ഫ്രാക്ചർ ആയെന്നും അവൾക്ക് മനസ്സിലാവുന്നു. എന്നോട് എന്ത് ഇത് പറയാഞ്ഞത്, എന്തേ പറ്റിയത്, എന്തിനാ മറച്ചു വെച്ചെന്നൊക്കെ അവൾ ഒരു 1000 ചോദ്യങ്ങൾ ചോദിച്ച് അവനോട് പിടങ്ങുന്നു. അങ്ങനെ അന്ന് ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞ് യങ് വേഗം തന്നെ ഹാനിനെ കാണാനായി അവനുള്ള സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും കൈ ഫ്രാക്ചർ ആണെങ്കിലും ഹാൻ യങ്ങിനെ കാണാനായി തിരിച്ച് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു.
രണ്ടുപേരും ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലൂടെ 2 റോഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് പോലും കണ്ടില്ല. യങ് അങ്ങനെ ടൗണിൽ ചെന്ന് ഹാൻഡ് കൊളീഗിനോട് തിരക്കുമ്പോഴാണ് ഹാൻ പുറപ്പെട്ട കാര്യം അറിയുന്നത്. ഉടനെ അവൾ ഫോൺ ചെയ്യുമ്പോൾ അവൾ ടൗണിലുള്ള കാര്യം മനസ്സിലാക്കി ഹാൻ തിരിച്ചു ചെല്ലുന്നു. എന്തുകൊണ്ടാ എന്തെങ്കിലും പറ്റി എന്നോട് പറയാത്തത്, ഇങ്ങനെ എന്നെ ടെൻഷൻ ആക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവൾ കരയുമ്പോൾ നീ ടെൻഷൻ ആവുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വലിയ കാര്യമൊന്നുമല്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഹാൻ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ഹാനിന് കൈ വയ്യാത്തത് കൊണ്ട് തന്നെ ഗ്രാമത്തിലേക്ക് വരാതെ സിറ്റിയിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് എങ്ങനെ കാണാനായി ഹാൻ എത്തുന്നു. അവൾ ആ വരവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്നും മിസ് ചെയ്യുന്നുണ്ടെങ്കിലും വയ്യാഴിക പൂർണ്ണമായി മാറിയിട്ട് മാത്രം വന്നാൽ മതിയെന്ന് യങ് തന്നെയാണ് ഹാനിനോട് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹാൻ അവൾ കൈ കൊണ്ടുവന്ന റിങ് കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എന്റെ മരണം വരെ എന്റെ കൂടെ എന്റെ മക്കളുടെ അമ്മയായി എന്റെ സ്നേഹനിധിയായ ഭാര്യയായി നീ ജീവിക്കില്ലേ എന്ന് ചോദിച്ച് അവളും 1000 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞ് തിരിച്ച് ആ മോതിരം ഇട്ടു കൊടുക്കുന്നു. മുത്തശ്ശൻ വന്നാലുടനെ വളരെ ഗ്രാൻഡായി നമ്മുടെ കല്യാണം നടത്തണം. ഒരിക്കലും മുറിഞ്ഞുപോയ ഈ ബന്ധം വീണ്ടും കൂട്ടിച്ചേർത്ത ഈ ഗ്രാമത്തിനെയും മുത്തശ്ശനും ഒക്കെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് രണ്ടുപേരും വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്.